മെറ്റൽസ് എന്ന കെമിസ്ട്രിയുടെ 6ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു വസ്തുവിനെ മെറ്റൽ എന്ന് വിളിക്കണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് ആയിരിക്കണം സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ മെറ്റൽ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഈ പറയുന്ന പോയിന്റുകൾ അല്ലേ. മുന്നത്തെ ചെറിയ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോനോരിറ്റി ഉണ്ടെന്ന് വെച്ചാൽ തട്ടുമ്പോൾ സൗണ്ട് കേൾക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൗണ്ട് ഏതാണെന്ന് പറയട്ടെ. സ്കൂളിൽ മണിയടിക്കുമ്പോഴല്ലേ നമ്മൾ ഈ പറയുന്ന സ്കൂൾ ബെല്ല് റിങ് ചെയ്യുമ്പോഴല്ലേ നിങ്ങൾ സ്കൂൾ വിടുന്ന സന്തോഷമുള്ള അവസരമല്ലേ. അപ്പോൾ ആ പറയുന്ന സൗണ്ട് കേൾക്കാൻ കാരണം എന്താണ്? മെറ്റലിന് സോണോരിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് അല്ലേ. അതുകൊണ്ടാണ് ആ പറയുന്ന ബെല്ലടിക്കുമ്പോഴത്തേക്ക് ഇലക്ട്രിക് ബില്ലാണെങ്കിലും പോട്ടെ, പണ്ടത്തെ ഈ പറയുന്ന തട്ടുന്ന മണിയായാലും ശരി, എന്തോ ആയിക്കോട്ടെ, എന്താണത്? അത് മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പൊതുവെ ഇരുമ്പായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ഇരുമ്പ് തട്ടുമ്പോൾ സൗണ്ട് കേൾക്കും. സോ മെറ്റലുകൾക്ക് പൊതുവെ തട്ടിയ സൗണ്ട് കേൾക്കും. അതിനെ സോണോരിറ്റി എന്ന് പറയും. ഇനി മാലിയബിലിറ്റി അല്ലെ, നമുക്ക് ഈ പറയുന്ന ഇരുമ്പിനെ അല്ലെങ്കിൽ ഈ പറയുന്ന മെറ്റലുകളെ, സ്വർണ്ണത്തിനൊക്കെ എന്ത് ചെയ്യാം? അടിച്ചു പരത്തി ഷീറ്റുകളാക്കി മാറ്റാൻ പറ്റും. നിങ്ങളുടെ സ്കൂളിലൊക്കെ ഉറപ്പായിട്ടും ഒരു ഷെഡ് ഉണ്ടാവും. ഷെഡിന്റെ മുകളിൽ ഷീറ്റ് ഉണ്ടാവും അല്ലെ, അലുമിനിയത്തിന്റെ ഒക്കെ റൂഫിംഗ് ഷീറ്റ് ഉണ്ടാവും. അങ്ങനെ അടിച്ചു പരത്തി ഷീറ്റാക്കുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ മാലിയബിലിറ്റി എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? അങ്ങനെ നൂല് പോലെ വലിച്ചു നീട്ടാൻ പറ്റുന്ന കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡക്റ്റിലിറ്റി. നിങ്ങളുടെ വീട്ടിൽ കറണ്ട് കണക്ഷൻ വന്നിരിക്കുന്ന വയർ അല്ലെ, കോപ്പർ കൊണ്ടല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഈ പറയുന്ന KCBയുടെ പോസ്റ്റിൽ കൂടെ പോകുന്ന ലൈന് അലുമിനിയം കൊണ്ടല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നൂല് പോലെ ആക്കാനുള്ള കഴിവില്ലേ. മാല അല്ലേ, സ്വർണ്ണമാല എന്ന് പറയുമ്പോൾ സ്വർണ്ണ നൂലല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ഈ പറയുന്ന നമ്മൾ മെറ്റലിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇതല്ലാതെ നമുക്ക് വേണമെങ്കിൽ എന്ന് പറയാം കണ്ടക്ടിവിറ്റി അല്ലേ. എന്താണ് കണ്ടക്ടിവിറ്റി? അത് ഹീറ്റിനെയും കണ്ടക്ട് ചെയ്യും, അതുപോലെ എന്താണ് ഇലക്ട്രിക് കറണ്ടിനെയും കണ്ടക്ട് ചെയ്യും അല്ലേ. വീട്ടിൽ അലുമിനിയത്തിൽ പാത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മളത് ഭക്ഷണം പാചകം ചെയ്യാറില്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന കണ്ടക്ടിങ് വയേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മെറ്റലിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മെറ്റൽ എവിടെയാണ് കാണുന്നത്? അപ്പോൾ നിങ്ങൾ നേരെ എങ്ങോട്ട് പോകണം? നമ്മുടെ KGFിലോട്ട് പോകണം. റോക്കി ഭായ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, KGF അല്ലേ. KGFിലെ റോക്കി ഭായ് എന്താ അവിടെ നിന്ന് എടുത്തുകൊണ്ടിരുന്നത്? സ്വർണ്ണമാണ് എടുത്തുകൊണ്ടിരുന്നത്. സ്വർണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മെറ്റലാണ്. അപ്പോൾ മെറ്റലുകളൊക്കെ എവിടെ നിന്ന് കിട്ടും? ഭൂമിയിൽ നിന്ന് കിട്ടും അല്ലേ. മണ്ണ് കുഴിച്ചിട്ടല്ലേടാ KGFിൽ റോക്കി ഭായ് ആപ്പോഴല്ലേ മൊത്തം മറ്റേ കറുത്ത് ഇരുണ്ട് പൊടിപടലങ്ങളോട് കൂടി അതിലല്ലേ നമ്മുടെ റോക്കി ഭായ് എന്തെടുക്കുന്നത്? സ്വർണ്ണം എടുക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്വർണ്ണം എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റിൽ നിന്ന് കിട്ടും. ഭൂമിയുടെ ക്രസ്റ്റിൽ. സ്വർണ്ണം എന്നല്ല, മെറ്റലുകൾ പൊതുവെ കാണുന്നത് നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റിന്റെ ഭാഗത്താണ്. ഭൂമിയുടെ ക്രസ്റ്റ് അല്ലെ, ഈ പറയുന്ന പുറത്തെ ഭാഗം, ഭൂവൽക്കം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ക്രസ്റ്റിലാണ് സാധാരണ പല മെറ്റലുകളും കാണുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മെറ്റലുകൾ ഹൈലി റിയാക്റ്റീവായ ഒന്നാണെന്ന് നമ്മൾ എവിടെ പഠിച്ചു? പീരിയോഡിക് ടേബിളിൽ പഠിച്ചു. മെറ്റൽ, നോൺ മെറ്റൽ, മെറ്റലോയിഡ്. അപ്പോൾ മെറ്റൽ ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് മറ്റുള്ളവരുമായിട്ടൊക്കെ ചേർന്ന്, അപ്പോൾ ഒരിക്കലും ഒന്നല്ല, പലപ്പോഴും മെറ്റലുകൾ നമ്മുടെ ഭൂമിയുടെ സർഫസിൽ നമുക്ക് എടുത്തങ്ങ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ സിമ്പിളായിട്ടല്ല കിടക്കുന്നത്. പലപ്പോഴും അവർ എന്തായിട്ടാണ് കിടക്കുന്നത്? കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. എന്ത് സ്റ്റേറ്റിലാണ് കാണുന്നത്? കമ്പൈൻഡ് അവസ്ഥയിലാണ് കാണുന്നത്. കാരണം എന്താണ്? അവർ ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട്. എന്നാൽ നമ്മുടെ ഗോൾഡ് പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്ലാറ്റിനം പോലെയുള്ള ചിലതൊക്കെ എന്ത് ചെയ്യാറുണ്ട്? മറ്റുള്ളവരുമായിട്ട് മിക്സ് ആയിട്ടാണെങ്കിലും റിയാക്ട് ചെയ്യാതെ കിടക്കുന്നവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. ചില മെറ്റലുകൾ നമ്മുടെ കടൽ വെള്ളത്തിലൊക്കെ നമുക്ക് കാണാറുണ്ട്. പക്ഷെ പൊതുവിൽ മെറ്റൽ എവിടെ കാണുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും അത് ഭൂമിയുടെ ക്രസ്റ്റിന്റെ ഭാഗത്തായിട്ട് കാണും. അതിലും ഏറ്റവും കൂടുതൽ കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് കാണുന്നത്. അങ്ങനെ നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റിൽ ഈ പറയുന്ന മെറ്റൽസ് കാണുന്ന പാറകളെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് വിളിക്കാം? മിനറലുകൾ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? മിനറലുകൾ എന്ന് വെച്ചാൽ ഒരു മെറ്റല് മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് ചേർന്ന് കാണപ്പെടുന്ന ആ ഒരു പാറയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു വസ്തുവിനെയാണ് നമ്മൾ മിനറൽ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം നോക്കിയാൽ ബോക്സൈറ്റ്, അലൂമിനിയം കാണപ്പെടുന്ന പാറ. കോപ്പർ പൈറൈറ്റ്, കോപ്പർ കാണുന്ന പാറ. ഹാമറ്റൈറ്റ്, ഇരുമ്പടങ്ങിയിട്ടുള്ള പാറ കഷ്ണം. കലാമൈൻ, അതുപോലെ എന്താണ് ഈ പറയുന്ന സിങ്ക് അടങ്ങിയിട്ടുള്ള പാറകൾ. ഇങ്ങനത്തെ പാറകളായിട്ടായിരിക്കും നമ്മുടെ ഭൂമിയുടെ സർഫസിൽ ആര് കാണുന്നത്? ഈ പറയുന്ന മെറ്റൽ കാണുന്നത്. അങ്ങനെ കാണുന്നതിനെയാണ് നമ്മൾ പൊതുവിൽ എന്ത് വിളിക്കുന്നത്? മിനറൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെറ്റൽസ് എവിടെ കാണും? ഓർത്ത് വയ്ക്കുക എളുപ്പമല്ലേ. മെറ്റൽസ് എവിടെ കാണും? മിനറൽസിനകത്ത് കാണും. മെറ്റൽസ് എവിടെ കാണും? മിനറൽസിനകത്ത് കാണും. അപ്പോൾ മിനറൽസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ അതിൽ ഉണ്ടാക്കുന്നതാണോ? അല്ല. നാച്ചുറലി ഒക്കറിങ് മെറ്റൽസ് ഓർ കോമ്പൗണ്ട്സ് ആർ ജനറലി കോൾഡ് as മിനറൽസ്. പ്രകൃതിയിൽ സ്വന്തമായിട്ടുണ്ടാകും. ഇനി മെറ്റലിന് വേറൊരു, അല്ലെങ്കിൽ മിനറലിന് വേറൊരു ഡെഫിനിഷൻ കൂടി ഉണ്ട്. നാച്ചുറലി ഒക്കറിങ് ഹോമോജീനിയസ് സബ്സ്റ്റൻസസ് വിത്ത് ഡെഫിനിറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞൊരു ഡെഫിനേഷൻ ഉണ്ട്. നമുക്കത് വേണ്ട. നമ്മൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ പ്രകൃതിയിൽ, ഭൂമിയിൽ നമ്മൾ ഈ പറയുന്ന കുഴിച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന പല മെറ്റലുകളും മറ്റുള്ളവരുമായിട്ടൊക്കെ ചേർന്ന് ഒരു പാറയായിട്ട് കാണും. ആ പാറകളെ നമുക്ക് എന്ത് വിളിക്കാം? മിനറലുകൾ എന്ന് വിളിക്കാം. അതിൽ മെറ്റാലിക് ആയിട്ടുള്ള മിനറൽസും ഉണ്ട്, നോൺ മെറ്റാലിക് ആയിട്ടുള്ള മിനറൽസും ഉണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? മെറ്റലിന്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നവരും ഉണ്ട്. എന്നാൽ മെറ്റൽ അല്ലാതെ നോൺ മെറ്റൽ, ഇപ്പം മൈക്ക,
ജിപ്സം, ലൈംസ്റ്റോൺ അങ്ങനെയൊക്കെ പറഞ്ഞ സാധനങ്ങളില്ലേ, അവർ മിനറലാണ് ആണ്, പക്ഷേ എന്തല്ല മെറ്റാലിക് അല്ല, അങ്ങനത്തതും കാണും. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം എന്താ പറഞ്ഞത്, മെറ്റൽ എവിടെ കാണും? മെറ്റൽ നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റിൽ കാണും. എങ്ങനെ കാണും? പൊതുവിൽ മറ്റുള്ളവരുമായിട്ട് മിക്സ് ചെയ്ത് കാണും. അതിനെ എന്ത് വിളിക്കും? മിനറൽ എന്ന് വിളിക്കും. ഈ മിനറൽ അല്ലാതെ കാണൂ? കാണും. ഗോൾഡ്, പ്ലാറ്റിനം പോലെയുള്ളവർ ഫ്രീ സ്റ്റേറ്റിലും കാണാറുണ്ട്. ഇനി ഇതല്ലാതെ എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ, കടൽ വെള്ളത്തിനകത്ത് സോഡിയം പോലെയുള്ള ചില മെറ്റൽസുകൾ മറ്റുള്ളതുമായിട്ട് അലിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലും കാണപ്പെടാറ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അപ്പോൾ വരുന്നൊരു ചോദ്യം, അപ്പം അങ്ങനെ നമ്മുടെ ഭൂമിയുടെ സർഫസിൽ ഈ പറയുന്ന മെറ്റൽ കാണുമെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഖനികൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പറ്റി പറയുന്നത്? അല്ലേ, കോളാർ, ഗോൾഡ് ഈ പറയുന്ന ഓറാണല്ലോ, അതെന്താണ്? ഈ പറയുന്ന സ്വർണ്ണം ഖനിയാണ്, അല്ലേ, മൈൻസ് ആണ്. അന്നുള്ള ചില സ്ഥലത്ത് മാത്രം നമ്മൾ മൈൻ ചെയ്തെടുക്കുന്നത് എങ്ങനെ എല്ലായിടത്തും കാണുമെങ്കിൽ? അപ്പോൾ സംഭവം എന്താണ്? ഈ പറയുന്ന മെറ്റല് എല്ലായിടത്തും കാണുമെങ്കിലും അതിൻ്റെ അളവ് എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ കൂടുതലായിരിക്കും. ഓക്കെ, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇംഗ്ലീഷിൽ അബണ്ടൻസ് എന്ന് വിളിക്കാം. ഇത് വിളിക്കാം അബണ്ടൻസ്. എത്രത്തോളം ഉണ്ട്, അതുപോലെ നമുക്ക് ആ സ്ഥലത്ത് നിന്നും അതിനെ വളരെ ഈസി ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. എത്രത്തോളം എളുപ്പത്തിൽ നമുക്കതിനെ പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ഒരു ഉദാഹരണം പറയട്ടെ. നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലം, അതിന് താഴെയായിട്ട് കുറച്ച് സ്വർണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. എത്ര സ്വർണ്ണമുണ്ട്? ആരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരു 2 പവൻ സ്വർണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ ഇവിടെയൊക്കെ ചിതറി കിടക്കുകയാണ്. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അല്ലേ? കടൽ വെള്ളത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഒഴുകി വരുന്ന നദിയിലെ അടിയിൽ കിടക്കുന്ന നദിയിൽ നിന്നുള്ള വെള്ളം ഉണ്ടല്ലോ, മണ്ണുണ്ടല്ലോ, അതൊക്കെ തലിച്ച തരിയായിട്ട് സ്വർണ്ണം കാണാൻ പറ്റും. അതുപോലെ ചിലപ്പോൾ നിങ്ങളുടെ വീടിനടിയിലും ഉണ്ടെന്ന് നോക്കിയായിരിക്കുക. എന്നും പറഞ്ഞ് സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ വീടും തല്ലി പൊളിച്ച് അവിടെ നിന്ന് കുഴിച്ചെടുക്കാൻ നിൽക്കൂ? ഇല്ല. കാരണം എന്താ? നമ്മുടെ വീടിനാണ് വില. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന സാധനത്തിന്റെ വില എന്ന് പറയുന്നത് ഈ പറയുന്നത് കുഴിച്ചെടുക്കാൻ കൊടുക്കുന്ന കോസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കണം, ലാഭകരമായിരിക്കണം, അല്ലേ? അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവായിരിക്കണം. മാത്രമല്ല ഹൈ മെറ്റൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു മിനറൽ കാണുന്ന സ്ഥലത്തിന് എന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ? ഓർ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത പോയിന്റ്, എന്താണ് ഒരു ഓർ എന്ന് വെച്ചാൽ? മിനറല് നമുക്ക് കിട്ടും. ആ മിനറലുള്ള സ്ഥലത്ത് നിന്ന് മെറ്റലിനെ നമുക്ക് ലാഭകരമായി എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തിനെ വിളിക്കുന്ന പേര് ഓർ. ചെറിയ കൺഫ്യൂഷൻ വന്നു കാണും. നോക്കുക, ഇങ്ങനെ മനസ്സിലാക്കുക. മെറ്റൽ എന്ന് പറയുന്ന സാധനം മണ്ണുമായി ഭൂമിയുമായി മിക്സ് ചെയ്ത് കിടക്കുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മിനറൽ. ഈ മിനറൽ എന്ന് പറയുന്നതിനകത്ത് നിറച്ചും എന്തുണ്ട്? ഈ മെറ്റൽ ഉണ്ടെങ്കിൽ, നമുക്ക് ആവശ്യമുള്ള മെറ്റൽ ഉണ്ടെങ്കിൽ, നിറച്ചും ഉണ്ടെങ്കിൽ, അത് നമുക്ക് ലാഭകരമായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ, ഈ 2 കണ്ടീഷൻസും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ ആ സ്ഥലത്തെ നമുക്ക് എന്ത് വിളിക്കാം? ഓർ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ഓർ എന്ന് വിളിക്കാം. ഇതാണ് ലോജിക്ക്. അപ്പോൾ ഒന്നും കൂടെ, മെറ്റല് മണ്ണുമായി മിക്സ് ചെയ്ത് കാണുന്ന പാറകൾ മിനറൽസ്, കോപ്പർ പൈറേറ്റ്, ബോക്സൈറ്റ്, ഹാമറ്റൈറ്റ്, കലാമൈൻ ഉദാഹരണം. ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന മെറ്റൽ ആവശ്യത്തിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഓർ എന്ന് വിളിക്കും. അലുമിനിയത്തിൻ്റെ ഓറ് ബോക്സൈറ്റ്, കോപ്പറിൻ്റെ ഓറ് കോപ്പർ പൈറൈറ്റ്, ഇരുമ്പിൻ്റെ ഓറ് ഹാമറ്റൈറ്റ്. എന്നാൽ അയൺ പൈറൈറ്റ് എന്ന് പറയുന്ന ഒരു മിനറലും ഉണ്ട്. പക്ഷെ അതിന് നമ്മൾ ഓറൊന്നും വിളിക്കില്ല. കാരണം എന്താണ്? കാരണം അതൊന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ ഭയങ്കര പൈസ ചിലവ്. അതിന് വേണ്ടിയുള്ള ഇരുമ്പൊന്നും അവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല. അതുപോലെ ക്ലേ, നമ്മളെ കളിമണ്ണിനകത്ത് ഈ പറയുന്ന മിനറൽസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കളിമണ്ണിന് നമ്മൾ ആരും ഓറൊന്നും വിളിക്കില്ല. കാരണം എന്താ? അതിൽ ഇത് ഓരോന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാന്ന് വെച്ചാൽ ഭയങ്കര പൈസ ചിലവാകും, കിട്ടുന്ന വളരെ തുച്ഛമായ സാധനമായിരിക്കും, അതുകൊണ്ട് ഗുണമില്ലല്ലോ. അങ്ങനെയാണ് ഒരു മിനറൽ എന്തായിട്ട് മാറുന്നത്? ഓറായിട്ട് മാറുന്നത്. ഇവിടെ പറയുന്നത് അത് തന്നെ. ഓക്കെ, ദ സെയിം മെറ്റൽ ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ ഫോം ഓഫ് വേരിയസ് മിനറൽസ് ഇൻ ദ നേച്ചർ. അല്ലേ, നമ്മുടെ പ്രകൃതിയിൽ മിനറൽസ് പല ഫോമിൽ കാണാറുണ്ട്. ഇപ്പോൾ ഇരുമ്പിന് തന്നെ ഹാമറ്റൈറ്റ് എന്നൊരു മിനറൽ ഉണ്ട്, മാഗ്നറ്റൈറ്റ് ഉണ്ട്, ലിമണൈറ്റ്, സിഡറൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം മിനറൽസ് ഉണ്ട്. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈ അയൺ കണ്ടന്റ് ഉള്ളതിനെ നമ്മൾ ഓർ എന്ന് വിളിക്കുകയുള്ളൂ, അല്ലേ? മെറ്റൽസ് ആർ സെപ്പറേറ്റഡ് ഫ്രം ദ മോസ്റ്റ് സ്യൂട്ടബിൾ വൺ എമംഗ് ദീസ്. അല്ലാതെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളതിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുള്ളൂ. ഉദാഹരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലേ എന്ന് പറയുന്നതിനകത്ത് അലൂമിനിയം ആവശ്യം പോലെ ഉണ്ട്. പക്ഷേ ബോക്സൈറ്റ് എന്ന് പറയുന്നതിൽ നിന്ന് മാത്രമേ നമ്മളത് എടുക്കാറുള്ളൂ. കാരണം എന്താണ്? ബോക്സൈറ്റിനകത്താണ് ഈ പറയുന്ന സാധനം നല്ല അളവിലുള്ളത്. അതിൻ്റെ ഉദാഹരണമാണ് അബണ്ടൻ്റ് ആയിട്ട് കാണണം, ഈസി ആയിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റണം, ഹൈ മെറ്റൽ കണ്ടന്റ് ആയിരിക്കണം, ലോ പ്രൊഡക്ഷൻ കോസ്റ്റും ആണെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? അതിനെ ഓർ എന്ന് വിളിക്കാം. അപ്പോൾ ഇവിടുന്ന് പഠിക്കണം, എന്താണ് മിനറൽ എന്ന് പഠിക്കണം, എന്താണ് ഓർ എന്നും പഠിക്കണം. എനി മിനറൽ ഫ്രം വിച്ച് എ മെറ്റൽ ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഈസിലി ആൻഡ് എക്കണോമിക്കലി ഈസ് കോൾഡ് ആൻ ഓർ ഓഫ് എ മിനറൽ എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? അങ്ങനെ പ്രകൃതിയിൽ കാണുന്ന പ്രധാനപ്പെട്ട കുറച്ച് നമുക്ക് ഓറുകളുടെ പേരൊന്ന് പഠിക്കണം. ഓർത്ത് വെച്ചോ. അലൂമിനിയത്തിൻ്റെ ഓറ് ബോക്സൈറ്റ്. എങ്ങനെ ഓർത്ത് വയ്ക്കും? എടാ, അലുമിനിയം ബോക്സ് എന്ന് ആലോചിച്ചാൽ പോരെ. അലുമിനിയം എന്ന് പറഞ്ഞ പെട്ടിയല്ലേ, അലുമിനിയം പെട്ടി, തകരപ്പെട്ടി എന്നൊക്കെ പറയുന്ന അലുമിനിയത്തിൻ്റെ പെട്ടി. അപ്പോൾ അലുമിനിയം ബോക്സ്. അപ്പോൾ അലുമിനിയത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? ബോക്സൈറ്റ് ആണ് അതിൻ്റെ ഓറെന്ന് കിട്ടും. Al2O3 2H2.
അലുമിനിയം ഓക്സൈഡ് അല്ലെ Al2O3 2H2. അടുത്ത് അയൺ ആണെങ്കിൽ എങ്ങനെ കിട്ടും? ഇങ്ങനെ ആലോചിച്ചാൽ മതി. എടാ അയൺ വെച്ചല്ലേ നമ്മൾ ഹാമർ ഉണ്ടാക്കുന്നത് അല്ലെ? ഈ പറയുന്ന നിങ്ങൾ ഹാമർ ഉണ്ടല്ലോ, നമ്മുടെ ചുറ്റിക ഉണ്ടാക്കിയിട്ടുള്ള ഇരുമ്പ് വെച്ചിട്ടല്ലേ. അപ്പോൾ അയണിന്റെ ഓറാണ് ഹാമറ്റൈറ്റ്. ഹാമറിൽ നിന്ന് ഹാമറ്റൈറ്റ് വെക്കും. ഇനി ഇരുമ്പിൽ കാന്തം ഒട്ടുമല്ലോ, അപ്പോൾ മാഗ്നറ്റൈറ്റും അതിന്റെ ഓറ് വന്നു. മാഗ്നറ്റിൽ നിന്ന് മാഗ്നറ്റൈറ്റ്. അപ്പോൾ ഇരുമ്പ് കൊണ്ടാണ് നമ്മൾ ചുറ്റിക ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഓർത്താൽ മതി. അപ്പോൾ എന്താണ്, അതിൽ നിന്ന് ഹാമറ്റൈറ്റും കിട്ടും. അത് കാന്തത്തിൽ ഒട്ടുമെന്നുള്ളത് കൊണ്ട് മാഗ്നറ്റൈറ്റും കിട്ടും. Fe2O3 Fe3O4. ഇത് നിങ്ങൾ തന്നെ എഴുതി പഠിച്ചോളണം, അല്ലാതെ ഇതിനകത്ത് കോടൊന്നുമില്ല. ഇനി കോപ്പറിന്റെ കാര്യം ഭയങ്കര ഈസിയാണ്. കോപ്പർ പൈറേറ്റ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ്, മൂന്നിനകത്തും കൂ ഉണ്ട്. കൂ വെച്ച് കോപ്പർ എന്ന് ഓർക്കാം. അപ്പോൾ കോപ്പറിന്റെ ഓർത്ത് വയ്ക്കാൻ വലിയ പാടൊന്നുമില്ല. കോപ്പർ പൈറേറ്റ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ് കിട്ടും. സിങ്കിനകത്താണെങ്കിൽ എന്തുവാണുള്ളത്? സിങ്ക് നമ്മൾ സാധാരണ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സാധനങ്ങൾ കൊണ്ട് കൈയൊക്കെ കഴുകിയിട്ട് വെള്ളം കൊണ്ട് കളയാനായിട്ട്. അപ്പോൾ സിങ്കിന്റെ ഓറാണ് കലാമിൻ, കൊണ്ട് കളയുന്നതാണ്. സിങ്കിനകത്താണ്. ഞങ്ങളുടെ നാട്ടിൽ വാഷ് ബേസിന് സിങ്ക് എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ പറയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട് വാഷ് ബേസിന് സിങ്ക് എന്നും പറയും. അപ്പോൾ സിങ്ക് നമ്മളെല്ലാം കൊണ്ട് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിങ്കിന്റെ ഓറാണ് കലാമിൻ. സിങ്കിന്റെ ഓറാണ് കലാമിൻ. സിങ്ക് ബ്ലെൻഡിൽ സിങ്ക് ഉള്ളത് കൊണ്ട് പിന്നെ അത് പഠിച്ചു വെക്കേണ്ട ആവശ്യം. പിന്നെ വരുന്നതാണ് ടിൻ. ടിൻ എന്ന് പറയുമ്പോഴത്തേക്കും അലുമിനിയം ടിൻ എന്ന് ഓർത്ത് വെക്കരുത്. അലുമിനിയം ബോക്സ് ആണ്, അത് ബോക്സ് കിട്ടും. ഓക്കെ. ടിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കസിട്രേറ്റും ടിൻ സ്റ്റോണും. ടിൻ സ്റ്റോണിൽ ടിൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എന്താണ് കസിട്രേറ്റ് എന്നാണ് ഓർത്ത്. ഓക്കെ. ഇപ്പൊ എന്താണ് കസിട്രേറ്റ്? കസിട്രേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതുമായിട്ട് ഇത്രയും എണ്ണം നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ കസിട്രേറ്റ് ടിന്നിന്റെ ആണെന്ന് ഓർത്ത് വയ്ക്കാൻ വലിയ പാടൊന്നുമില്ല അല്ലേ? അല്ലെങ്കിൽ കാസറ്റിന്റെ ടിന്നെന്നോ വല്ല ഇട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ബാക്സ് ഫോളോയിങ്ങോ അല്ലെങ്കിൽ വൺ വേർഡിലോ ചോദിക്കും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാൻ നമ്മുടെ എക്സാം സെല്ലുകാർ പണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പുതിയ പാറ്റേൺ വന്നപ്പോഴത്തേക്കും ഇൻട്രസ്റ്റ് കൂടാനേ സാധ്യതയുള്ളൂ, ഇതൊന്നും ഒരിക്കലും കുറയാൻ സാധ്യതയില്ല. കിട്ടിക്കാണുമല്ലോ. അപ്പോൾ എന്തുവാണ്? അലുമിനിയത്തിന് ബോക്സൈറ്റ്, അയൺ ആണെങ്കിൽ ഹാമറ്റൈറ്റും മാഗ്നറ്റൈറ്റും, കോപ്പർ ആണെങ്കിൽ കോപ്പർ പൈറൈറ്റ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ്. സിങ്കിനകത്താണെങ്കിലോ സിങ്ക് ബ്ലെൻഡും അതുപോലെ കലാമിനും. ടിന്നിനകത്താണെങ്കിലോ കസിട്രേറ്റും അതുപോലെ ടിൻ സ്റ്റോണുമാണ് പ്രധാനപ്പെട്ട ഓർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. വൺ വേർഡിലോ മാച്ച് ദ ഫോളോയിങ്ങിലോ ഇവിടുന്ന് ചോദ്യങ്ങൾ വരാം. സെറ്റ്. കിട്ടി. നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഈ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം കിട്ടി. അതായത് നമുക്ക് എന്താണ് മെറ്റൽ, എവിടെ നിന്നാണ് മെറ്റൽ കിട്ടുന്നത് എന്നുള്ളത്. ഓക്കെ. മെറ്റലുകളെ നമുക്ക് മിനറൽസിൽ നിന്നും അല്ലെങ്കിൽ ഓറിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ എന്ന് പറയുന്നത്. എക്സ്ട്രാക്ഷൻ എത്ര സ്റ്റെപ്പിൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ 3 സ്റ്റെപ്പ്. ഇത്രയേ ഉള്ളൂ. ആദ്യം കോൺസെൻട്രേഷൻ ഓഫ് ഓർ. സ്റ്റെപ്പ് പഠിച്ചോളണേ. ഒന്നാമത്തെ സ്റ്റെപ്പാണ് എന്ത്? കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്ന് വെച്ചാൽ ഈ പറയുന്ന മിനറൽസിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന ഓറിൽ നിന്ന് കിട്ടുന്നതിനകത്ത് ആവശ്യമില്ലാത്ത ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവുമല്ലോ, അതിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ എന്ന് പറയുന്നത്. അതായത് ആദ്യം ഇതിനെ പൊടിച്ച് തരികളാക്കി മാറ്റിയിട്ട് ആ തരിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ആവശ്യമില്ലാത്ത ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യും. അപ്പോൾ റിമൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ പല രീതിയിലായിരിക്കും നമ്മൾ റിമൂവ് ചെയ്യുന്ന. ആ ഓരോ മെത്തേഡ് 4 മെത്തേഡുകളും ഉണ്ട്. നമുക്കത് വിശദമായിട്ടൊന്ന് പഠിക്കണം. പിന്നെ വരുന്നതാണ് എന്ത്? എക്സ്ട്രാക്ഷൻ ഓഫ് ദ മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ. അതായത് ഇങ്ങനെ ഈ പറയുന്ന കോൺസെൻട്രേറ്റ്, അതായത് ഈ പറയുന്ന ഡസ്റ്റ്, മണ്ണ് പോലെ പെട്ടെന്ന് ഫിസിക്കലി കാണുന്ന ഇമ്പ്യൂരിറ്റീസിനൊക്കെ മാറ്റി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും അത് പ്യുവർ മെറ്റൽ അല്ല. അതിനകത്ത് ഇപ്പോഴും എന്താണ് കെമിക്കലി കുറേ സാധനങ്ങളൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടായിരിക്കും അല്ലെ? കെമിക്കലി റിയാക്ട് ചെയ്തിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. എക്സ്ട്രാക്ട് ചെയ്യുക, മാറ്റിയെടുക്കുക. അടുത്ത് അതിൽ നിന്നും നമ്മൾ ഫുൾ ഇമ്പ്യൂരിറ്റീസിനെ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അതായത് കെമിക്കൽ മെറ്റലർജിക്കൽ പ്രോസസ്സിലൂടെ നമ്മൾ മാറ്റുന്നതിനാണ് നമ്മൾ റിഫൈനിങ് എന്ന് പറയുന്നത്. പേര് ആദ്യം പഠിച്ചു വയ്ക്കുക. വിശദമായി നമ്മൾ എന്ത് ചെയ്യും? പിന്നീട് പഠിക്കും. അപ്പോൾ ഒരു മെറ്റലിനെ ഈ പറയുന്ന ഓറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന എത്ര ഘട്ടത്തിലാണ്? 3 ഘട്ടം. 1 കോൺസെൻട്രേഷൻ, 2 എക്സ്ട്രാക്ഷൻ, 3 റിഫൈനിങ്. പറഞ്ഞേ. കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ, എക്സ്ട്രാക്ഷൻ ഓഫ് ദ മെറ്റൽ ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ, മൂന്നാമത് വരുന്നതാണ് എന്ത്? റിഫൈനിങ് ഓഫ് മെറ്റൽസ്. എന്നിങ്ങനെ 3 രീതിയിലാണ് ഇത് നടക്കുന്നത്. നമുക്കതിൽ ആദ്യം പഠിക്കാനുള്ളത് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ ആണ്. വളരെ സിമ്പിളാണ്. നമുക്ക് ആലോചിച്ച് നോക്കണം. നമുക്ക് ഈ പറയുന്ന മെറ്റൽ കിട്ടുമ്പോൾ നിങ്ങൾ വീണ്ടും KG റോക്കി ഫൈയുടെ KG ആലോചിച്ചാൽ അതല്ല, ആ മെറ്റൽ എന്താ? ഈ പാറയും പൊടിയുടെ ഇടയിൽ നിന്നാണ് കിട്ടുന്നത് അല്ലെ? പാറ കഷ്ണമായിട്ടാണല്ലോ അത് ഇരിക്കുന്നത്. അപ്പോൾ പാറ കഷ്ണത്തിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഈ പറയുന്ന മെറ്റൽ വളരെ ചെറിയ അളവിലേ കാണത്തുള്ളൂ. ബാക്കി മൊത്തം എന്തായിരിക്കും? ഇമ്പ്യൂരിറ്റീസ് ആയിരിക്കും. അപ്പോൾ അതിന് നമുക്ക് മാറ്റം. അപ്പോൾ എങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും സിമ്പിളായിട്ട് കഴുകിയെടുക്കുക. ഏറ്റവും നല്ല പരിപാടി എന്താണ്? കഴുകി മാറ്റുക എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ കഴുകി മാറ്റുന്ന പ്രോസസ്സിന് സിമിലർ ആയിട്ട് വരുന്നൊരു മെത്തേഡാണ് എന്ത്? ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയും. അപ്പോൾ എന്താ സംഭവം ഒന്നുകൂടി നോക്കാം. കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ എന്ന് വെച്ചാൽ എന്താണ്? ഓർ ആർ മൈൻഡ് ഫ്രം ദ എർത്ത് ക്രസ്റ്റ്. ഭൂമിയിൽ നിന്നാണല്ലോ കുഴിച്ചെടുക്കുന്നത്. എ ലോട്ട് ഓഫ് എർത്തിലി ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് സോയിൽ ആൻഡ് സാൻഡ്
മേ ബി മിക്സ്ഡ് വിത്ത് ദിസ്, അല്ലെ? ഭൂമിയിൽ നിന്നുള്ള മണ്ണും പൊടിയും ചരളും ഒക്കെ അതിനകത്ത് കാണും. സോ ദ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? സോ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ ഇസ് ദ പ്രോസസ് ഓഫ് increasing the metal content of the ore, increasing the metal content of the ore by removing such impurities known as gauge. ഓക്കെ, ഗേജ് എന്ന് പറയും, ഗേജ് എന്നോ ഒക്കെ പറയും. സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്ക് പാറ കിട്ടി, ഇത്രയേ ഉള്ളൂ. ഇത്രയും വലിയൊരു പാറയാണ് കിട്ടിയത്. ഈ പാറയ്ക്കകത്ത് ഇത്ര അളവിന്, ഇവിടെ ഒരു ഇത്ര അളവിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ, മെറ്റൽ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഇമ്പ്യൂരിറ്റീസാണ്. എന്നാൽ ഈ പറയുന്ന സാധനത്തിന് ചുവന്നുകൊണ്ട് പോവാന്ന് വെച്ചാൽ മെനക്കേടല്ലേടാ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതിന് തല്ലി പൊളിക്കും. പൊളിച്ചു കഴിയുമ്പോഴത്തേക്കും കുറേ തരികൾ മാത്രമാകും. ആ തരികളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മെറ്റൽസ് കുറച്ചുണ്ടാവും, ആവശ്യമില്ലാത്തതുണ്ട്. അപ്പോൾ ഈ ആവശ്യമില്ലാത്തതിനെയൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആലോചിച്ച് നോക്കി, പിന്നെ അത് ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതിനെല്ലാം കൂടി നമ്മൾ ഒരു സ്ഥലത്ത് അങ്ങോട്ട് കൂട്ടിയിടുകയാണെങ്കിൽ ഇത് ഇത്രയ്ക്ക് വരത്തുള്ളൂ. പിന്നെ ഇതിനെ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനും കൈകാര്യം ചെയ്യാനും ഒക്കെ എളുപ്പമല്ലേ? ഈ പരിപാടിയാണ് കോൺസെൻട്രേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് കോൺസെൻട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മെറ്റലിനെ ഭൂമിയിൽ നിന്ന് ഒഴിച്ചെടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ഈ പറയുന്ന ഗേജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗെയിഞ്ച് എന്ന് പറയുന്ന ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, അതായത് മണ്ണും പൊടിയും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ മാറ്റിയിട്ട് മെറ്റലിൻ്റെ അളവിനെ കൂട്ടണം. അതാണ് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ മെറ്റലിൻ്റെ അളവ് കൂട്ടുക എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്തതിനകത്ത് കളയുക. ഞാൻ പറഞ്ഞ പോലെ ഈ പറയുന്ന മെറ്റൽ മാത്രം കുറച്ചായിട്ട് കിട്ടാൻ വേണ്ടി, അപ്പോൾ കോൺസെൻട്രേഷൻ കൂടുതലല്ലേ, അങ്ങനെ എടുക്കുന്ന പ്രോസസ്സാണ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഇൻക്രീസിങ് ദ മെറ്റൽ കണ്ടന്റ്. എങ്ങനെയാണ്? ബൈ റിമൂവിങ് ദ ഇമ്പ്യൂരിറ്റി. ഇമ്പ്യൂരിറ്റിയുടെ പേരാണ് എന്ത്? ഗെയിഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഗെയിഞ്ച് എന്നാണ് ഞാൻ ഉച്ചരിക്കുന്നത്, നിങ്ങൾക്ക് വേറെ രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് പല രീതിയിലാണ്. നമ്മൾ ഈ പറയുന്ന ഓറ് അല്ലെങ്കിൽ മെറ്റൽ ഏത് ടൈപ്പാണ്, അതിൽ കാണുന്ന ഇമ്പ്യൂരിറ്റിയുടെ ക്വാളിറ്റി എന്താണ്, എങ്ങനത്തതാണ്, ഇതിനെ അടിസ്ഥാനപ്പെടുത്തി പല രീതിയിലാണ് നമ്മൾ മാറ്റുന്നത്. അതിൽ ആദ്യത്തെ രീതി നമുക്ക് ഏറ്റവും അറിയാവുന്ന രീതി കഴുകുക. എന്തുവാണ്? കഴുകുക. എങ്ങനെയാണ് ഇതിനെ വിളിക്കുന്നത്? അതിനെന്ത് വിളിക്കും നമ്മൾ? ഹൈഡ്രോളിക് വാഷിംഗ്. ഹൈഡ്രോളിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലൂയിഡ്സുമായിട്ട് ബന്ധപ്പെട്ടത്. അല്ലെങ്കിൽ ലെവിഗേഷൻ എന്ന് പറയും. നിങ്ങൾ ലെവിഗേഷൻ അല്ലെങ്കിൽ ലെവിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പൊക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് അല്ലേ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്, അല്ലെ? ലെവിറ്റേഷൻ, മാഗ്നറ്റിക് ലെവിറ്റേഷൻ ഇവിടെ കേട്ടിട്ടുണ്ട്. ബുള്ളറ്റ് ട്രെയിനുകളൊക്കെ പോകുന്ന മാഗ്നറ്റിക് ലെവിറ്റേഷൻ വഴിയാണെന്ന് കേട്ടിട്ടുണ്ട്, അല്ലേ? നമ്മൾ ഈ പറയുന്നത് പൊക്കി നിർത്തും. അതുപോലെ ഇവിടെ എന്ത് ചെയ്യും? പൊക്കും. ആരെ പൊക്കും? നമുക്ക് ആവശ്യമില്ലാത്ത ഇമ്പ്യൂരിറ്റീസ് നമ്മളങ്ങ് പൊക്കും. എങ്ങനെ പൊക്കും? ഒരു പാത്രത്തിനകത്ത് നമ്മൾ ഈ പറയുന്ന എന്തെടുക്കും? വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ പറയുന്ന പൗഡേർഡ് ഓറിനെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ കണ്ടീഷൻ, നമ്മുടെ ഓറുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ മെറ്റൽ ഉണ്ടല്ലോ അതിന് ഡെൻസിറ്റി കൂടുതലായിരിക്കണം. എന്ന് വെച്ചാൽ വെള്ളത്തിൽ വിടുമ്പോൾ നമുക്കറിയാം ഡെൻസറായിട്ടുള്ള സാധനങ്ങളായിരിക്കും താഴോട്ട് അടിയുന്നത്. ഈ പറയുന്ന ആവശ്യത്തിന് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടല്ലോ അത് ലൈറ്റർ ആയിരിക്കണം. അപ്പോൾ അതെന്ത് ചെയ്യും? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഇനി പൊങ്ങിക്കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിന് ഇവിടുന്ന് ഹൈ പ്രഷറിൽ അങ്ങോട്ട് പമ്പ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? മൊത്തത്തിൽ എക്സാമ്പിൾ എന്ത് പറ്റും? ഇമ്പ്യൂരിറ്റി ആയിട്ടുള്ള ഡെൻസിറ്റി കുറഞ്ഞ സാധനങ്ങൾ പുറത്ത് ഫ്ലോട്ട് ചെയ്യുകയും ഡെൻസിറ്റി കൂടിയ വെയിറ്റ് കൂടിയ മെറ്റൽ താഴേക്ക് വരികയും ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? ഇതെല്ലാം വന്നിങ്ങനെ ഉറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഉറഞ്ഞിരിക്കുക എന്നൊരു വാക്ക് നിങ്ങളുടെ നാട്ടിൽ ഉപയോഗിക്കുവാണ്. അടിഞ്ഞിരിക്കുക, ഉറഞ്ഞിരിക്കുക എന്നൊക്കെ പറയാറില്ലേ? ഉറഞ്ഞിരിക്കുക. അപ്പോൾ അങ്ങനെ ഉറഞ്ഞിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. കാരണം ഓക്സൈഡുകളെയാണ് നമ്മൾ കൂടുതലും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഉറഞ്ഞിരിക്കുന്നത് ഓക്സൈഡ് ആയിരിക്കും എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇവിടുന്ന് എന്ത് ടൈപ്പ് സാധനത്തിനാണ് മാറ്റുന്നതെന്ന് കിട്ടും. സോ നോക്കാം, എന്താണ് ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്? ഹൈഡ്രോളിക് എന്ന് പറയുമ്പോൾ തന്നെ വെള്ളം വെച്ച് കഴുകുക. വെള്ളം വെച്ച് കഴുകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഓറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അമ്മമാർ ഈ പറയുന്ന അരി, പയർ പോലുള്ള സാധനങ്ങൾക്കകത്ത്, അല്ലേ, നമ്മൾ ഈ പറയുന്ന അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും. അതായത് ഇപ്പോൾ പയർ കഴുകുമ്പോഴത്തേക്കും ചില പയറിനകത്ത് ഓൾറെഡി നമ്മൾ ഈ പുഴുവൊക്കെ കഴിച്ചിട്ട് തോട് മാത്രമേ കാണത്തുള്ളൂ. അത് കിട്ടാൻ എന്ത് ചെയ്യും? വെള്ളത്തിലോട്ട് അങ്ങ് ഒഴിച്ചാൽ മതി. എന്നിട്ട് 2 ഇളക്കം ഇങ്ങോട്ട് ഇളക്കും. അപ്പോൾ എന്ത് പറ്റും? ഈ അകത്ത് സാധനം ഇല്ലാത്തതൊക്കെ പൊങ്ങി വരും. അതിനരിച്ചങ്ങ് കളയും, അല്ലേ? ഞങ്ങളുടെ നാട്ടിൽ നല്ല എല്ലാവരിലും അങ്ങനെ തന്നെ. ഈ അരിയിലൊക്കെ കരിച്ചാന്ന് പറയുന്നൊരു സാധനമുണ്ട്, അല്ലേ? ബ്ലാക്ക് കളർ ഇരിക്കുന്ന സാധനം. ഇത് വരുമ്പോഴും എന്ത് ചെയ്യും? എടുത്ത് നേരെ വെള്ളത്തിൽ അങ്ങോട്ട് ഇടും. കാരണം അരിയേക്കാളും ഡെൻസിറ്റി കുറവാണ് ഈ പറഞ്ഞ കുഞ്ഞു സാധനം. അപ്പോൾ ഇതെന്ത് ചെയ്ത് വെള്ളത്തിന് മുകളിൽ പൊങ്ങി കിടക്കും, അരിച്ചങ്ങ് കളയും. ആണോ അല്ലേ? ഗോതമ്പ് വെള്ളത്തിൽ ഇടുമ്പോൾ അകത്ത് ഈ പറയുന്ന ചാവിയായി എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്കത് അറിയാമോന്ന് അറിയില്ല. അകത്ത് എന്തായാലും ഗോതമ്പിൻ്റെ കണ്ടന്റ് ഇല്ലാത്ത ഗോതമ്പിൻ്റെ തോട് മാത്രം എന്ത് ചെയ്യും? മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ എന്ത് ചെയ്യും? അതിനെ മാത്രം നമുക്ക് കോരിക്കളയാം. സെയിം പ്രോസസ്സ്. ഇവിടെ മെറ്റൽ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഡെൻസിറ്റി കൂടുതൽ, ഗെയിഞ്ച് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഡെൻസിറ്റി കുറവ്. ഡെൻസിറ്റി കുറഞ്ഞ സാധനം പൊങ്ങിക്കിടക്കുന്നിടത്ത് അങ്ങോട്ട് കളയാൻ പറ്റും. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള വെയിറ്റുള്ള സാധനത്തിൽ നമുക്ക് താഴെ നിന്ന് എടുക്കാനും പറ്റും. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? എപ്പോഴാണോ മെറ്റലിൻ്റെ ഡെൻസിറ്റി കൂടുതലും, ശ്രദ്ധിച്ച് കേൾക്കണം, എപ്പോഴാണോ മെറ്റലിൻ്റെ ഡെൻസിറ്റി കൂടുതലും ഗെയിഞ്ചിൻ്റെ ഡെൻസിറ്റി കുറയും എന്ന കണ്ടീഷൻ വരുന്നത്, അങ്ങനെയുള്ളിടത്താണ് നമ്മൾ ഈ പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അങ്ങനെയായിരിക്കും. ഡെൻസിറ്റി കൂടിയ ഓറും
ഡെൻസിറ്റി കുറഞ്ഞ ഗെയിഞ്ചും ആണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡിലൂടെ ആയിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യുന്നത്? ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്. ഓക്കെ, ദ ലെസ് ഡെൻസ് ഗേജ് എന്ത് പറ്റും? വിൽ ഫ്ലോട്ട്, ഈസ് ഫിൽറ്റേർഡ് ഔട്ട്. ദ മോർ ഡെൻസ് ഓർ റിമെയിൻസ് ഇൻ ദ ബോട്ടം. ജനറലി ഓക്സൈഡുകളാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്ത് ടൈപ്പ് സാധനങ്ങളാണ് ചെയ്യുന്നത്? ഓക്സൈഡ്, അതാണ് ഞാൻ പറഞ്ഞത്. അടിയിൽ ഇങ്ങനെ ഉറഞ്ഞിരിക്കുന്നത് ഓക്സൈഡ്, ഓയിൽ നിന്ന് ഓക്സൈഡ് ഓർത്ത് വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഓർക്കാം, അല്ലെങ്കിൽ കാണാതെ പഠിച്ചു വെച്ചാലും മതി. സെറ്റ്. കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുക. അപ്പോൾ ഡെൻസിറ്റി കുറഞ്ഞ ഇമ്പ്യൂരിറ്റീസ് ആണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കും? ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയുന്ന മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തതാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഗെയിഞ്ച് ഉണ്ടല്ലോ, അതിന് ഡെൻസിറ്റി കൂടുതലും ഓറിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ ഈ പറയുന്ന കുറഞ്ഞ ഡെൻസിറ്റി ഉള്ള ഓറിന് നമുക്ക് പൊക്കിയെടുക്കണം. എന്ത് ചെയ്യും? നമ്മൾ ഓയിൽ, ഓക്കെ, നമ്മൾ വെള്ളത്തിനോടൊപ്പം പൈൻ ഓയിൽ എന്ന് പറയുന്ന ഓയിലും വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഇളക്കുന്നൊരു സാധനം, സ്റ്റിറർ എന്ന് പറയും, ഇളക്കുന്നൊരു സാധനം വെച്ചിങ്ങനെ അടിച്ച് ഇളക്കി പതപ്പിക്കും. എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി കുറഞ്ഞ ഈ പറയുന്ന മെറ്റൽ ഈ പറയുന്ന പതയോടൊപ്പം മുകളിൽ ഇങ്ങനെ അടിയും. അടുത്ത ഡെൻസിറ്റി കൂടിയ ഈ പറയുന്ന ഗെയിഞ്ച് എന്ന് പറയുന്ന വേസ്റ്റ് താഴെ പോവുകയും ചെയ്യും. നമുക്ക് ഈ ഫ്രോത്തിനെ അങ്ങോട്ട് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതിനോടൊപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റൽ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഇൻ ദ പ്രോസസ് യൂസ്ഡ് വെൻ ഓർ ഈസ് ലെസ് ഡെൻസർ ദാൻ ദ ഗേജ്. അപ്പോൾ ഗേജിനെക്കാളും ഓറിനാണ് ഡെൻസിറ്റി കുറവ്. പൗഡർ ചെയ്ത ഓറിനെ നമ്മൾ എന്ത് ചെയ്യും? വെള്ളവും പൈൻ ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റിർ ചെയ്യും, അതായത് എയർ കറണ്ട് ഉപയോഗിച്ച് നമ്മളതിനെ നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ഓർ പാർട്ടിക്കിൾസ് എന്ത് പറ്റും? ഫ്രോത്ത് അഥവാ പതയോടൊപ്പം ഒട്ടി എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് വരും. നമുക്കതിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. എന്ത് ടൈപ്പ് ഓറുകളെയാണ് നമ്മൾ ഈ മെത്തേഡിലൂടെ സെപ്പറേറ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൾഫൈഡ് ഓറുകളാണെന്ന് ഓർത്ത് വയ്ക്കണം. ഇത് ഓർക്കുക എളുപ്പമാണ്. നമ്മൾ സർഫ് ഇട്ടിട്ടാണ് തുണി കഴുകുന്നത് എന്ന് കരുതുക. അപ്പോൾ സർഫ് ഇട്ടുമ്പോഴല്ലേ പതഞ്ഞു വരുന്നത്? അപ്പോൾ സർഫിൽ നിന്ന് സൾഫൈഡ് ഓറുകളാണ് പതഞ്ഞു വരുന്നത് എന്ന് നമുക്ക് ഓർത്ത് വെച്ചൂടെ? അപ്പോൾ സൾഫൈഡ് ഓറുകളാണ് ഫ്രോത്ത് ഫ്ലോട്ടിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൾഫർ പതഞ്ഞു വരും, സർഫ് ഇട്ട് പതയ്ക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി. സർഫ് എന്ന് പറയാമോ? സർഫ് എക്സലിൻ്റെ സർഫ് അല്ലേ? നാട്ടിലൊക്കെ ഇതിന് സർഫ് എന്നല്ലേ പറയുന്നത്? നിങ്ങളിനി ഹൈ സ്റ്റാൻഡേർഡുകാർ അതിന് വാഷിംഗ് പൗഡർ എന്നൊക്കെ പറയുമെന്ന് അറിയാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ സർഫ് എന്ന് പറയും. അപ്പോൾ ദാറ്റ് സർഫ് ഓർ ദ സൾഫൈഡ് ഓറുകളാണ് നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷനിലൂടെ എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നത്. സെറ്റല്ലേ? പഠിച്ച രണ്ട് കാര്യം ഒന്ന് മനസ്സിൽ പറയാൻ ശ്രമിച്ച്. നമ്മൾ ലെവിഗേഷൻ പഠിച്ചു. അത് എന്തായിരിക്കും? ഓറിൻ്റെ ഡെൻസിറ്റി കൂടുതൽ, ഗെയിഞ്ചിൻ്റെ ഡെൻസിറ്റി കുറവ്. വെള്ളത്തിലിട്ട് കഴുകുമ്പോഴത്തേക്കും ഓറ് താഴെ വന്നടിയും, ഗെയിഞ്ച് മുകളിൽ നിൽക്കും, ഗെയിഞ്ചിനെ റിമൂവ് ചെയ്യും. ഉറയുന്നത് കൊണ്ട് ഓക്സൈഡുകളാണ് നമ്മൾ സാധാരണ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ഓക്സൈഡിൻ്റെ ഡെൻസിറ്റി കുറവും ഗെയിഞ്ചിൻ്റെ ഡെൻസിറ്റി കൂടുതലും ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? നമ്മളതിനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിനകത്ത് വെള്ളവും പാം ഓയിലും കൂടി എന്ത് ചെയ്യുന്നു? പാം ഓയിലല്ല, പൈൻ ഓയിലും കൂടി ചെയ്തിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും പതയിലോടൊപ്പം നമുക്ക് ഈ പറയുന്ന ഡെൻസിറ്റി കുറഞ്ഞ ഓറ് വരും. ഡെൻസിറ്റി കൂടിയ വേസ്റ്റ് താഴെ കിടക്കും. സർഫ് ഇട്ട് പതയ്ക്കുന്നത് കൊണ്ട് സൾഫൈഡ് ഓറുകളാണ് നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷനിലൂടെ സെപ്പറേറ്റ് ചെയ്യുന്നത്. സെറ്റ്. മൂന്നാമത്തെ പഠിക്കുക ഒരു പാടുമില്ല, വളരെ സിമ്പിളാണ്. മാഗ്നറ്റിക് സെപ്പറേഷൻ. പേര് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. കാന്തത്തിന് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഓറോ അല്ല കാന്തത്തിന് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഗെയിഞ്ചോ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഇതിലൂടെ സെപ്പറേറ്റ് ചെയ്യുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓറിനെ ഇങ്ങനെ തട്ടിക്കൊടുക്കും. നിങ്ങൾ ഈ മില്ലിലൊക്കെ പോകുമ്പോൾ അറിയായിരിക്കും ഇതുപോലത്തെ റോളേഴ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ റോളർ ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ഇങ്ങനെ തട്ടിക്കൊടുക്കും. അതിങ്ങനെ ഈ സൈഡിൽ കൂടി വരുമ്പോഴത്തേക്കും എന്താ ഇവിടെ മെറ്റാലിക് റോളറുണ്ട് എന്ന് വെച്ചാൽ ഇത് കാന്തമാണ്. അപ്പോൾ ഇത് നോർമലി ഈ സാധനത്തിന് അട്രാക്ട് ചെയ്യും. അപ്പോൾ അട്രാക്ട് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ ഇവിടെയും വീഴും, അട്രാക്ഷൻ ഇല്ലാത്ത നേരെ ഇങ്ങോട്ട് വന്ന് വീഴുകയും ചെയ്യും. അപ്പോൾ നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എവിടെ വീഴും? ഈ ആദ്യത്തെ പാത്രത്തിൽ വീഴുകയും മാഗ്നറ്റിക് ആയിട്ടുള്ളത് എവിടെ വീഴും? രണ്ടാമത്തെ പാത്രത്തിൽ വീഴുകയും ചെയ്യും. അതിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഇത് എപ്പോഴും എന്താകണമെന്നില്ല, ഇത് എപ്പോഴും മെറ്റൽ തന്നെ ആകണമെന്നില്ല അല്ലേ? മെറ്റാലിക് ആയിട്ടുള്ള ഈ പറയുന്ന ഓറാണെങ്കിൽ ഇങ്ങനെ മാറ്റാം. അല്ല ഇനി ഗെയിഞ്ചാണ് മെറ്റാലിക് എങ്കിൽ നമുക്ക് മാറ്റാം. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? നോൺ മെറ്റാലിക് ആയിട്ടുള്ള ആളെ കിട്ടും. അപ്പോൾ ഇവിടെ മെറ്റാലിക് നോൺ മെറ്റാലിക് എന്ന് പോയിന്റ് എഴുതാം. ഒരിക്കലും ഗെയിഞ്ചും ഈ പറയുന്ന ഓറും ഒന്നും എഴുതി കളയരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. എന്താണ്? വെൻ ദ പൗഡേർഡ് ഓർ ഈസ് പാസ്ഡ് ത്രൂ എ മെറ്റാലിക് റോളർ. പൗഡേർഡ് ഓർ നമ്മൾ ഈ പറയുന്ന മെറ്റാലിക് റോളറോട് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ഓർ ദ ഇമ്പ്യൂരിറ്റി ഏതിനാണോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളത് അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. പ്യുവർ എന്ന് പറയുന്ന സാധനം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. ഇതോ ആയിരിക്കാം. ഉദാഹരണമാണ് നമ്മുടെ ഇരുമ്പിൻ്റെ ഓവറായിട്ടുള്ള മാഗ്നറ്റൈറ്റ്. ഓക്കെ, അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, പക്ഷേ ഗെയിഞ്ച് എന്തല്ല? മാഗ്നറ്റിക് അല്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടും? ഇപ്പോൾ നമ്മുടെ മാഗ്നറ്റൈറ്റിൻ്റെ ഓറുകളാണ് ഇവിടുന്ന് ഇട്ടതെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് ഇവിടുന്ന് മാഗ്നറ്റൈറ്റും കിട്ടും, ഇവിടുന്ന് എന്ത് കിട്ടും? ഗെയിഞ്ചും കിട്ടും. ഇനി ടിൻ സ്റ്റോണിൻ്റെ കേസ് ആണെങ്കിൽ, ടിൻ സ്റ്റോൺ അറിയാമല്ലോ, ടിന്നിൻ്റെത്. ടിൻ സ്റ്റോണിൻ്റെ കേസ് ആണെങ്കിൽ നേരെ തിരിച്ചാണ്.
ടിൻസ്റ്റോൺ കാന്തത്തിന് അട്രാക്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ടിൻസ്റ്റോണും കിട്ടും, അതുപോലെ തന്നെ ഇവിടെ നിന്ന് എന്ത് കിട്ടും, ഗെയിഞ്ചും കിട്ടും. അപ്പോൾ മെറ്റലാണോ അത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടോ ഇല്ല എന്ന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഏത് കിട്ടും എന്നുള്ളത്. മാഗ്നറ്റിക് സെപ്പറേഷൻ വളരെ സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ടാകും, പാടൊന്നുമില്ല. നെക്സ്റ്റ് വരുന്നതാണ് ലീച്ചിങ്. അപ്പോൾ ലീച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് ആരെയാണോ സെപ്പറേറ്റ് ചെയ്യാനുള്ളത് അത് അലിയുന്ന ഒരു സോൾവെൻറ്റിൽ അതിനങ്ങ് മിക്സ് ചെയ്യും. സോൾവെൻ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ അറിയാമല്ലോ, നമ്മൾ ഇപ്പോൾ പെയിൻറ്റ് നമ്മൾ ഈ പറയുന്ന ഷെയിൻ ലാക്ക് എന്ന് പറയുന്ന സാധനം, ടർപ്പൻറ്റൈൻ എന്ന് പറയുന്ന സാധനം ഒഴിച്ച് കലക്കിയാലേ അത് മിക്സ് ആവുള്ളൂ. വെള്ളം ഒഴിച്ച് കലക്കിയാൽ നേരെ മിക്സ് ആവില്ലല്ലോ. അങ്ങനത്തെയുള്ള സാധനങ്ങളാണ് സോൾവെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സൊല്യൂഷനകത്ത് ഏറ്റവും കൂടുതലുള്ള ആൾ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പൗഡർ ചെയ്തിട്ടുള്ള ഓറിനെ നമ്മളൊരു സ്യൂട്ടബിളായ സോൾവെൻറ്റിൽ കലക്കുമ്പോൾ എന്ത് പറ്റും, ഓറ് ഡിസോൾവ് ചെയ്യുകയും ഇമ്പ്യൂരിറ്റി ഡിസോൾവ് ആകാതെ കിടക്കുകയും ചെയ്യും. അതായത് നമ്മളൊരു പാത്രം എടുത്തു, അതിനകത്ത് കുറേ പൊടി ഇട്ടു, എന്നിട്ട് നമ്മൾ ഈ പറയുന്ന സോൾവെൻ്റ് ഒഴിച്ച് കലക്കി. അപ്പോൾ എന്ത് പറ്റും, ഓറ് നമ്മുടെ മെറ്റൽ മാത്രം എന്ത് ചെയ്യും, അലിയും. അപ്പോൾ മെറ്റൽ അലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇമ്പ്യൂരിറ്റീസ് മാത്രം താഴെ സെറ്റിലാവും. ഈ പറയുന്ന വെള്ളത്തിന് മാറ്റിയിട്ട് ഇമ്പ്യൂരിറ്റീസിന് എടുത്ത് കളഞ്ഞാൽ മതി. നമുക്ക് എന്നിട്ട് ഈ പറയുന്ന സോൾവെന്റ് സൊല്യൂഷനിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മെറ്റലിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത് അടുത്ത മെത്തേഡ് പിന്നെ പഠിക്കാം. ഉദാഹരണമാണ് നമ്മുടെ ബോക്സൈറ്റ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവം, പൗഡേർഡ് ഓറ് നമ്മൾ മിക്സ് ചെയ്യും സ്യൂട്ടബിൾ സോൾവെൻറ്റുമായിട്ട്, എന്നിട്ട് എന്ത് പറ്റും, ഓറ് ഡിസോൾവ് ചെയ്യും, അത് കെമിക്കൽ റിയാക്ഷനിലൂടെ മാറും. അങ്ങനെയാണെങ്കിൽ ഗെയിഞ്ച് എന്ന് പറയുന്ന സാധനം അവിടെ ഇൻസോല്യൂബിൾ ആയിട്ട് കിടക്കുകയും അത് നമുക്ക് പിന്നീട് ഫിൽറ്റർ ഔട്ട് ചെയ്ത് കളയാൻ പറ്റുകയും ചെയ്യും. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലീച്ചിങ് എന്ന് വിളിക്കുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലീച്ചിങ്. ഓക്കെ, ബോക്സൈറ്റ് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇതല്ലാതെ നമുക്ക് ഈ പറയുന്ന ഗോൾഡിനെയും ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ബോക്സൈറ്റ് നമ്മൾ മാറ്റുന്നത് ലീച്ചിങ് വഴിയാണ്. ഓക്കെ, ബോക്സൈറ്റ് മാറ്റുന്നത് ലീച്ചിങ് വഴിയാണ്. ഇനി ഗോൾഡ് സിൽവർ പോലെ ഉള്ളതിനെയും നമുക്ക് ഈ പറയുന്ന സോഡിയം സയനൈഡ് എന്ന് പറയുന്ന ഈ പറയുന്ന സോൾവെന്റ് അല്ലെങ്കിൽ പൊട്ടാസ്യം സയനൈഡ് എന്ന് പറയുന്ന സോൾവെന്റിൽ അലിയിപ്പിക്കാനായിട്ടും അതുപോലെ ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യിക്കാനായിട്ടും പറ്റും. അപ്പോൾ ഉദാഹരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ പറയുമ്പോൾ ശ്രദ്ധിക്കണം. ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിങ്ങിനകത്താണെങ്കിൽ അടിയുമ്പോൾ എന്താണ്, ഉറയുമ്പോൾ ഓക്സൈഡുകളാണ് മാറ്റും. ഫ്ലോട്ടേഷനിലാണെങ്കിൽ സൾഫൈഡുകളാണ്. മാഗ്നറ്റിക് സെപ്പറേഷനിലാണെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. പക്ഷേ ലീച്ചിങ്ങിലാണെങ്കിൽ എന്തായിരിക്കും, അലിയുന്ന സോൾവെന്റ്. അതിന് 3 എണ്ണം ഓർത്ത് വെച്ചോ, അലുമിനിയം, ഗോൾഡ്, സിൽവർ. അലുമിനിയം, ഗോൾഡ്, സിൽവർ ലീച്ചിങ് മെത്തേഡിലൂടെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ സോൾവെന്റിൽ അലിയുന്ന സാധനമായിരിക്കണം എന്നേ ഉള്ളൂ. തെറ്റല്ലേ, 3 കിട്ടുന്നില്ലേ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒന്ന് പറയാൻ ശ്രമിച്ചേടാ. ഓഴ്സ് ആർ ലെസ്സർ ഡെൻസർ ദാൻ ദ ഇംപ്യൂരിറ്റീസ്. എങ്കിൽ ഏത് മെത്തേഡ് ആയിരിക്കും, ഓറുകളുടെ ഡെൻസിറ്റി കുറവ് എന്ന് വെച്ചാൽ അത് പൊങ്ങണം. അപ്പോൾ ഏതായിരിക്കും, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അല്ലേ? ഏതാണ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അടുത്ത് ഓർ ഹാവ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി, എന്തുമായിരിക്കും, മാഗ്നറ്റിക് സെപ്പറേഷൻ. സോൾവെന്റ് ആണെങ്കിൽ എന്തായിരിക്കും, അത് ലീച്ചിങ് ആയിരിക്കും. അടുത്ത് ഓറിന്റെ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ ആദ്യം പറഞ്ഞതാണ് അല്ലെ, ലെവിഗേഷൻ അല്ലെ, എന്താണ് ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് സെപ്പറേഷൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുകൊണ്ടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എങ്കിൽ സൾഫൈഡുകളാണ്, മാഗ്നറ്റിക് സെപ്പറേഷൻ എങ്കിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്, ലീച്ചിങ് എങ്കിൽ സോൾവെന്റിൽ അലിയണം, ലെവിഗേഷൻ ആണെങ്കിൽ എന്തായിരിക്കണം, അത് ഓക്സൈഡുകളാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് പഠിച്ചു വെക്കണം. ഈ മെറ്റലുകളുടെ സ്വഭാവത്തിന് നമ്മൾ മെറ്റലിന്റെ റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു വെച്ചേക്കാണ്. അതായത് ചില മെറ്റലുകൾ ഹൈലി റിയാക്റ്റീവ് ആണ്, ചിലർ മോഡറേറ്റ് ആണ്, ചിലരാണെങ്കിൽ ഒട്ടും റിയാക്ട് ചെയ്യാത്തവരും. അപ്പോൾ മെറ്റൽസിനെ നമുക്ക് 3ആയി തിരിക്കാം. ഒന്ന്, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുകൾ. അടുത്ത് മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുകൾ. അടുത്ത് ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുകൾ എന്ന് 3ആയിട്ട് തിരിക്കാം. എങ്ങനെ തിരിക്കാം, റിയാക്ടിവിറ്റി സീരീസ് ഓർമ്മയുണ്ടാകുമല്ലോ. ഡിക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റിയിൽ നമ്മൾ മെറ്റലുകളെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് റിയാക്ടിവിറ്റി സീരീസ്. അപ്പൊ ഈ റിയാക്ടിവിറ്റി സീരീസ് അനുസരിച്ച് നമ്മൾ മെറ്റലുകളെ എത്രയായിട്ട് തിരിച്ചു, 3ആയിട്ട് തിരിച്ചു. ഹൈലി റിയാക്റ്റീവ്, മോഡറേറ്റ് റിയാക്റ്റീവ്, ലീസ്റ്റ് റിയാക്റ്റീവ്. പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മെഗ്നീഷ്യം, അലുമിനിയം പോലെയുള്ളവർ ഹൈലി റിയാക്റ്റീവ് എന്ന് വെച്ചാൽ ഇവര് മറ്റൊരാളെ കാണാൻ, ഓക്സിജൻ പോലെയുള്ള സൾഫർ പോലെയുള്ള അവരെ കാണാൻ കാത്തിരിക്കുകയാണ്. മണ്ണിനകത്ത് ആവശ്യം പോലെ അവരുണ്ടല്ലോ, കണ്ടുടനെ അവരുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സൈഡുകളൊക്കെ ഫോം ചെയ്ത് അങ്ങനെ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കും. പക്ഷെ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകൾ എന്താണ്, ഹൈലി സ്റ്റേബിൾ ആണ്. സോ അവരെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയുള്ള പരിപാടി. എന്നാൽ സിങ്ക്, അയൺ, ടിന്ന്, ലെഡ് പോലെ ഉണ്ടാകും. ഇവരുടെ പ്രത്യേകത എന്താ, അവർ റിയാക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് താൻ, എന്നാൽ അത്ര റിയാക്റ്റീവ് ആണോ എന്ന് വെച്ചാൽ അല്ല. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് നിർബന്ധിച്ചൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റേബിൾ ആയിട്ടുള്ളവരെ നമുക്ക് മാറ്റിയെടുക്കാനൊക്കെ പറ്റും. ശ്രമിക്കണം, അത്രേ ഉള്ളൂ. എന്നാൽ കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ് പോലെയുള്ളത്, ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തോന്നുന്നു, ഇവർ അങ്ങനെ റിയാക്റ്റീവ് ഒന്നുമല്ല. പ്രകൃതിയിൽ തന്നെ എന്ത് ചെയ്യും അല്ലെ, മണ്ണിനകത്താണ് കിടക്കുന്നതെങ്കിൽ അവരവരെ പാട് നോക്കി ഇങ്ങനെ വിടാതെ നിൽക്കുന്നവരാണ് ഈ പറയുന്ന കോപ്പർ, മെറ്റൽ, സിൽവർ, ഗോൾഡ് പോലെയുള്ള എന്താണ് ഹൈലി അല്ലെങ്കിൽ ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇവർ 3 പേരെയും നമുക്ക് 3 തരത്തിൽ വേണം എന്ത് ചെയ്യാൻ മാറ്റിയെടുക്കാം. അതായത് സിമ്പിൾ, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും.
ഈ ലീസ്റ്റ് റിയാക്റ്റീവ് ആയ ആൾക്കാരെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ആവശ്യമില്ലാത്ത ആൾക്കാരെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഗോൾഡ്, സിൽവർ, കോപ്പർ ഒക്കെ ആണെങ്കിൽ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല, ഏതാണ് മെയിൻ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണും. കണ്ടീഷൻ ഇല്ല അല്ല, എന്നാലും മറ്റുള്ളവർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാനായിട്ട് പറ്റും. സിങ്ക്, അയൺ, ലെഡ് ആണെങ്കിൽ ഇച്ചിരി പണിയുണ്ട്. പൊട്ടാസ്യം, സോഡിയം ഒക്കെ ആണെങ്കിൽ നല്ലോണം പണിയുണ്ട്. നമ്മൾ കറണ്ട് ഒക്കെ കൊടുത്തു വേണം എന്ത് ചെയ്യാൻ, അവരെ മാറ്റിയെടുക്കാം. അപ്പൊ പിടി കിട്ടിയല്ലോ. അപ്പൊ മെറ്റലുകളുടെ അവരുടെ റിയാക്ടിവിറ്റി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. ആ റിയാക്ടിവിറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്രിയാശീല ശ്രേണി, അതായത് റിയാക്ടിവിറ്റി സീരീസ് അനുസരിച്ച് ഈ പറയുന്ന ആദ്യം കാണുന്ന ആൾക്കാർ എന്താണ്, ഉയർന്ന ക്രിയാശീലവും അതുപോലെ സ്ഥിരതയുള്ള കോമ്പൗണ്ടുകൾ ഇവർ നിർമ്മിക്കും. അപ്പൊ ഇവരെ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ഇവരാണെങ്കിൽ താരതമ്യേന കുറച്ചാണ് എന്താണ് മിതമായിട്ടുള്ള ക്രിയാശീലത ഉള്ളവർ, അല്ലെങ്കിൽ റിയാക്ടിവിറ്റി ഉള്ളവരുടെ അവസ്ഥ ഇതാണ്. അപ്പൊ നമുക്ക് ആദ്യം ഈ എളുപ്പമുള്ളവരിൽ നിന്നും തുടങ്ങാം. ഈ മെർക്കുറി, കോപ്പർ, അതുപോലെ തന്നെ ഗോൾഡ് പോലെയുള്ളവരെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എന്ത് ചെയ്താൽ മതി, കൺട്രോൾഡ് ഹീറ്റിംഗ് കൊടുത്താൽ മതി. വേണമെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കോപ്പറും സിൽവറും ഗോൾഡും ഒക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാം. ലിക്വിഡ് സ്റ്റേറ്റിൽ കാണുന്ന മെറ്റലാണ് മെർക്കുറി എന്നും നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഓർത്ത് വെച്ചു, ഈ മെർക്കുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Hg. ഈ മെർക്കുറി സൾഫറുമായിട്ട് ചേർന്നുള്ള അവസ്ഥയിലാണ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്. ഇതിനെ നമ്മൾ സിനബാർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും, സിനബാർ എന്ന് വിളിക്കും. അപ്പൊ മെർക്കുറിയുടെ അയിര് അല്ലെങ്കിൽ മെർക്കുറിയുടെ ഓറിന്റെ പേരാണ് എന്ത്, സിനബാർ. എന്തുവാണ്, സിനബാർ. ഓക്കെ, കാണാതെ ഒന്നും പഠിക്കേണ്ട, ഞാൻ പറഞ്ഞു തന്നതാണ് സിനബാർ. ഈ സിനബാറിനെ നമ്മളൊരു പാത്രത്തിൽ എടുത്തിട്ട്, HgS നമ്മളൊരു പാത്രത്തിൽ എടുത്തിട്ട് ഓക്സിജന്റെ പ്രസൻസിൽ അങ്ങോട്ട് എന്ത് ചെയ്യും, ചൂടാക്കും. ഇതാണ് കൺട്രോൾഡ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം ഓക്സിജന്റെ ചൂടിന്റെ അളവൊക്കെ ലിമിറ്റ്. അപ്പൊ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനം അതിന്റെ ഓക്സൈഡ് ആയിട്ട് മാറും, സൾഫർ തന്നെ അങ്ങ് ഉപേക്ഷിക്കും. ഇനി ഈ ഓക്സിജനെ മാറ്റാൻ വീണ്ടും നമ്മൾ അങ്ങോട്ട് ചൂടാക്കിയാൽ മതി. എന്ത് പറ്റും, ഈ പറയുന്ന മെർക്കുറി എന്ന് പറയുന്ന ആള് ഇവിടുന്ന് ഗ്യാസ് അല്ലെങ്കിൽ വേപ്പർ ആയിട്ട് പുറത്തോട്ട് പോകും. ആ വേപ്പറിനെ തണുപ്പിച്ചെടുത്ത് നമുക്ക് മെറ്റൽ കിട്ടും. സിമ്പിൾ പരിപാടി തീർന്നു. അതാണ് പറയുന്നത്. മെർക്കുറി ക്യാൻ ബി ഈസിലി സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ്സ് ഓർ ബൈ കൺട്രോൾഡ് ഹീറ്റിംഗ്. സെറ്റാണ്. എന്നാൽ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ക്രിയാശീലത അല്ലെങ്കിൽ റിയാക്ടിവിറ്റി ഉള്ള ആൾക്കാർ ആരൊക്കെ, നമ്മൾ ഈ പറയുന്ന സിങ്ക്, അയണും അതുപോലെ ടിന്നും ലെഡും പോലെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇച്ചിരി പണിയുണ്ട്. അപ്പൊ എന്താ പണിയെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം പണി മനസ്സിലാക്കുക. ഇവരെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇവരെ അവരുടെ ഓക്സൈഡുകളാക്കി മാറ്റണം. മറ്റുള്ളവരെയൊക്കെ കളഞ്ഞിട്ട് കാർബൺ മറ്റവരൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കളഞ്ഞിട്ട് ഓക്സൈഡുകൾ മാത്രമാക്കി മാറ്റണം. എന്നിട്ട് അതിൽ നിന്ന് ഓക്സിജൻ റിമൂവ് ചെയ്യണം. നിങ്ങൾക്കറിയാം, ഓക്സിജനെ റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, റിഡക്ഷൻ എന്ന് പറയും അല്ലെ. എന്തെന്ന് പറയും, റിഡക്ഷൻ എന്ന് പറയും. അപ്പൊ ആദ്യം നമ്മൾ അവർ ഓക്സൈഡ് ആക്കി മാറ്റും, എന്നിട്ട് അവർ നമ്മൾ റിഡ്യൂസ് ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പ്യുവർ മെറ്റൽ കിട്ടും. അപ്പൊ അതത്ര സിമ്പിൾ പരിപാടിയല്ലേ. അപ്പൊ 2 സ്റ്റെപ്പ്. അപ്പൊ നോക്കിക്കോ, കമ്പാരിറ്റീവ്ലി മോഡറേറ്റ് റിയാക്ടിവിറ്റി ഉള്ള മെറ്റലുകളെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിങ്ക് കാർബണേറ്റ്, സിങ്ക് സൾഫൈഡ്, അയൺ ഓക്സൈഡ്, അതുപോലെ തന്നെ ഈ പറയുന്ന എന്തുവാണ് ടിന്നിന്റെ ഓക്സൈഡ്, ലെഡ് സൾഫൈഡ് ഒക്കെ നമുക്ക് മാറ്റണമെങ്കിൽ ഇച്ചിരി പാടുണ്ട്. സോ നമ്മൾ 2 സ്റ്റേജ് നടത്തും. ഫസ്റ്റ് സ്റ്റേജ് എന്താ, കൺവേർഷൻ ഓഫ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ഇൻറ്റു ഓക്സൈഡ്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിനെ ആദ്യം നമ്മൾ ഓക്സൈഡ് ആക്കി മാറ്റണം. അപ്പൊ ഓക്സൈഡ് ആക്കി മാറ്റുന്നതും 2 പ്രക്രിയയിലൂടെയാണ്. ഒന്ന് കാൽസിനേഷൻ വഴി, മറ്റൊന്ന് റോസ്റ്റിംഗ് വഴി. എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അടുത്ത് അങ്ങനെ ഓക്സൈഡ് ആയല്ലോ. ഈ ഓക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഓക്സൈഡ് നമ്മൾ അടുത്ത് എന്ത് ചെയ്യും, നമ്മൾ റിഡക്ഷൻ ഓഫ് ദ ഓർ. അങ്ങനെ റെഡ്യൂസും ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് പ്യുവർ ആയിട്ടുള്ള എന്തിനെ കിട്ടുന്നത്, മെറ്റലിനെ കിട്ടുന്നത്. സെറ്റ് അല്ലേ. നമുക്കപ്പോൾ പരിപാടി തുടങ്ങാമല്ലോ. അപ്പൊ നോക്കിക്കോ, മലയാളത്തിൽ മാറ്റമൊന്നുമില്ല അല്ലെ. മെർക്കുറി പോലുള്ള അയിരുകൾ എന്താണ്, നിയന്ത്രിത രീതിയിൽ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മാറ്റാൻ പറ്റും. എന്നാൽ താരതമ്യേന മിതമായ ക്രിയാശീലതയുള്ള ഈ പറയുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് മാറ്റണമെങ്കിൽ 2 മെത്തേഡ് ഉണ്ട് അല്ലെ, 2 പ്രോസസ് ഉണ്ട്. ഒന്ന് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കി മാറ്റുക. അടുത്ത് എന്തുവാണ്, അപ്പൊ ഓക്സൈഡ് ആക്കി മാറ്റുന്നത് 2 രീതിയിലാണ്. ഒന്ന് കാൽസിനേഷൻ വഴി, മറ്റൊന്ന് റോസ്റ്റിംഗ് വഴി. അടുത്ത് വരുന്നതാണ് എന്ത്, ഓക്സൈഡൈസ് ആയിട്ടുള്ളതിനെ എന്ത് ചെയ്യുക, നിരോക്സീകരണം അഥവാ റിഡക്ഷൻ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളതിനെ റെഡ്യൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഓരോ മെത്തേഡിലോട്ട് പോകാം. ഫസ്റ്റ് അപ്പൊ പറയുന്ന പരിപാടിയാണ് എന്ത്, കാൽസിനേഷൻ. അപ്പൊ എന്താണ് ഈ പറയുന്ന, അപ്പൊ എന്താണ് കൺവേർഷൻ ഓഫ് ദി കോൺസെൻട്രേറ്റഡ് ഓർ ഇൻറ്റു ഓക്സൈഡിനകത്താണ് നമ്മൾ എന്ത് വരുന്നത്, കാൽസിനേഷൻ വരുന്നത്. അപ്പൊ അതിന് മുമ്പ് നോട്ട് ഒന്ന് നോക്കണ്ടേ നിങ്ങൾക്ക്, എന്താ നോക്കിക്കോടാ. അപ്പൊ നമ്മളിപ്പോ പഠിച്ച അത്രയും കാര്യങ്ങളെ സിംപ്ലിഫൈ ചെയ്ത ഒറ്റ ചെറിയ നോട്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെറ്റലുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ട്രാക്ഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് നമ്മൾ ആദ്യം മെറ്റലിനെ എന്ത് ചെയ്യും, ഈ പറയുന്ന റിയാക്ടിവിറ്റി അടിസ്ഥാനപ്പെടുത്തി 3 ആക്കി തിരിക്കുന്നു. ഹൈലി റിയാക്റ്റീവ്, മോഡറേറ്റ് റിയാക്റ്റീവ്, ലീസ്റ്റ് റിയാക്റ്റീവ്. ഹൈലി റിയാക്റ്റീവ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അത് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. എന്താണ്, സിമ്പിൾ ആയിട്ടൊന്നും നമുക്ക് ട്രഡീഷണൽ മെത്തേഡിലൂടെ അവരെ മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ കറണ്ട് ഒക്കെ കൊടുത്ത് ഇലക്ട്രോളിസിസ് ചെയ്തിട്ടായിരിക്കും ഹൈലി റിയാക്റ്റീവ് ആയവർ മാറ്റുന്നത്. എന്നാൽ മോഡറേറ്റ് റിയാക്റ്റീവ് ആണെങ്കിൽ നമുക്ക് അവർ എന്ത് ചെയ്യാം, ആദ്യം അതിനെ ഓക്സൈഡിലോട്ട് കൺവേർട്ട് ചെയ്യാം, എന്നിട്ട് റെഡ്യൂസ് ചെയ്ത് മറ്റൊരാക്കി എടുക്കാം. ഇനി ലീസ്റ്റ് റിയാക്റ്റീവ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, എന്ത് ചെയ്താൽ മതി, നമ്മൾ കൺട്രോൾഡ് ഹീറ്റിംഗ് വഴി മാറ്റാൻ പറ്റും. അത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ.
കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞ് ചാപ്റ്റർ ഏതാണ് തീരാറാകുമ്പോൾ ഞാൻ നോട്ട് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യും. ഓക്കെ, അതേ തൽക്കാലം സാധിക്കുള്ളൂ, സമയക്കുറവാണ് കാര്യം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ മോഡറേറ്റ്ലി ആയിട്ടുള്ള ആൾക്കാരെ മാറ്റാൻ 2 മെത്തേഡാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ മെത്തേഡ് 2 സ്റ്റെപ്പാണുള്ളത്. അതിൽ ആദ്യം അവർ ഓക്സൈഡ് ആക്കി മാറ്റണം. അപ്പൊ ഓക്സൈഡ് ആക്കി എങ്ങനെ മാറ്റാം? അപ്പൊ എന്ത് ടൈപ്പ് ആൾക്കാരാണ് അകത്തുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് 2 മെത്തേഡാണ് ഉള്ളത്. ഒന്ന്, ഓക്സിജൻ ഉള്ള ആൾക്കാരാണെങ്കിൽ കാൽസിനേഷൻ വഴി മാറ്റും. ഓക്സിജൻ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ റോസ്റ്റിംഗ് വഴി മാറ്റും. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, നമുക്ക് നോക്കാം. ഫസ്റ്റ്, കാൽസിനേഷൻ. എന്താണ് കാൽസിനേഷൻ? നോക്കടാ, കാർബണേറ്റുകളും അതുപോലെ ഹൈഡ്രോക്സൈഡുകളുമാണ് കലർന്നിരിക്കുന്നതെങ്കിൽ മെറ്റലിനോടൊപ്പം, അല്ലെങ്കിൽ മെറ്റൽ റിയാക്ട് ചെയ്ത് മെറ്റൽ കാർബണേറ്റോ, ഇപ്പൊ കണ്ടോ CaCO3 അല്ലെങ്കിൽ ZnCO3 കാർബണേറ്റ് ആണ്. അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് FeOH ട്വൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോക്സൈഡ് അല്ലേ, നമുക്ക് പഠിക്കേണ്ട, അറിഞ്ഞു വെച്ചാൽ മതി. ഹൈഡ്രോക്സൈഡുകളായിട്ടാണോ മെറ്റൽ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് അവരെ മാറ്റും. അതായത് ഈ പറയുന്ന കാർബണേറ്റ് ആയാലും ഹൈഡ്രോക്സൈഡ് ആയാലും അതിനകത്ത് എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. അപ്പൊ വീണ്ടും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ വിട്ടാൽ അവന്റെ എണ്ണം കൂടത്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഓക്സിജൻ കുറയ്ക്കണം. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഓക്സിജന്റെ ആബ്സെൻസിൽ, എയറിനകത്താണല്ലോ ഓക്സിജൻ ഇരിക്കുന്നത്, അപ്പൊ ഓക്സിജന്റെ ആബ്സെൻസിൽ അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രം കൊടുത്തുകൊണ്ട് നമ്മൾ ഇവരെ മെൽറ്റിംഗ് പോയിന്റിലേക്ക് ചൂടാക്കുന്ന പരിപാടിയാണ് നമ്മൾ കാൽസിനേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കണം, മെറ്റല് അതിന്റെ കാർബണേറ്റുകളോ ഹൈഡ്രോക്സൈഡുകളോ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴുകി മിനുക്കി വെച്ചേക്കുന്ന മെറ്റൽ അതിന്റെ നോക്കിയപ്പോ മെറ്റല് കാർബണേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് ഹൈഡ്രോക്സൈഡ് ആയിട്ട്. അപ്പൊ കാർബണേറ്റ് ആകുമ്പോൾ CO3, ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ OH ചേർന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇനിയും വീണ്ടും ഓക്സിജന്റെ പ്രസൻസ് ചൂടാക്കി കഴിഞ്ഞാൽ ഓക്സിജൻ കൂടത്തേ ഉള്ളേ ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിജൻ ഇല്ലാതെ അവരെ ചൂടാക്കും. അതിനാണ് കാൽസിനേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ പഠിച്ചോ, കാൽസിനേഷൻ refers to heating the concentrated ore in the limited quantity or the absence of the air at a temperature below the melting point താഴെയുള്ള ടെമ്പറേച്ചറിൽ ചൂടാക്കും. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് ചൂടാക്കുമ്പോൾ കാൽഷ്യം ഓക്സൈഡ്, നമ്മുടെ പരിപാടി എന്താണ്? ഓക്സൈഡ് ആക്കി മാറ്റുക എന്നാണ്. അപ്പൊ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറി. സിങ്ക് ആകുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ സിങ്ക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറും. അപ്പൊ അതിനകത്തുള്ള കാർബൺ കണ്ടന്റ് ആവശ്യമില്ലാത്തത് പോയി കിട്ടി, ഓക്സിജൻ മാത്രമായിട്ട് മാറി. അപ്പൊ ഓക്സിജൻ മാത്രമുള്ള രൂപത്തിൽ നമുക്ക് കിട്ടി. ഇതിനെയാണ് നമ്മൾ കാൽസിനേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാൽസിനേഷൻ എന്ന് വിളിക്കുന്നത്. കണ്ടോ? അപ്പൊ നോക്കിക്കോ, ഫസ്റ്റ് മെത്തേഡ് കാൽസിനേഷൻ. അപ്പൊ സാന്ദ്രീകരിച്ച അയിരിനെ വായുവിന്റെ പരിമിതമായ അളവിലോ അല്ലാതെ ലിമിറ്റഡ് സപ്ലൈ അല്ലെങ്കിൽ എന്താണ് അസാന്നിധ്യത്തിലോ നമ്മൾ എന്താണ് ദ്രവണാംഗത്തേക്കാൾ താഴ്ന്ന, അതായത് അതിന്റെ മെറ്റൽ ഉരുകി പോകല്ല, മെൽറ്റിംഗ് പോയിനേക്കാൾ താഴ്ന്ന താപനിലയിൽ ചൂടാക്കുമ്പോൾ ഈ പറയുന്ന ഓക്സിജൻ മാത്രം ഇവന്റെ കൂടെ നിൽക്കുകയും ബാക്കി അഡീഷണലി ഉണ്ടായിരുന്ന ആൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. അപ്പൊ ഇനി ഓക്സിജനെ മാത്രം നമ്മൾ സൂക്ഷിച്ചാൽ മതി, ബാക്കിയുള്ളവൻ എന്ത് ചെയ്തു? പോയി കഴിഞ്ഞു. ഈ മെത്തേഡാണ് കാൽസിനേഷൻ. ഇനി ഈ പറയുന്ന മെറ്റല് ഓക്സിജൻ ഇല്ലാത്ത മറ്റാരെങ്കിലുമായിട്ടാണ് ചേർന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്? സൾഫൈഡുമായിട്ടാണ് ചേർന്നിരിക്കുന്നത്. ഉദാഹരണം സിങ്ക് സൾഫൈഡ്, ലെഡ് സൾഫൈഡ്. ടെസ്റ്റിലുള്ള ഉദാഹരണങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഓക്സിജൻ ഒന്നുമില്ല. അപ്പൊ നമുക്ക് സ്വതന്ത്രമായിട്ട് എന്ത് ചെയ്യാം? ഓക്സിജന്റെ പ്രസൻസിൽ തന്നെ അങ്ങ് ചൂടാക്കാം. നമ്മൾ കപ്പലടിയൊക്കെ റോസ്റ്റ് ചെയ്യുന്ന പോലെ. അപ്പൊ റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ അറ്റ് ടെമ്പറേച്ചർ ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ. അപ്പൊ കാൽസിനേഷനിൽ ഓക്സിജൻ ഇല്ലാതെയും റോസ്റ്റിംഗിൽ ഓക്സിജന്റെ പ്രസൻസിൽ നമ്മൾ ചൂടാക്കും. ഓക്സിജൻ ഉള്ള കാർബണേറ്റുകളോ ഹൈഡ്രോക്സൈഡുകളോ ആണെങ്കിൽ നമ്മൾ കാൽസിനേഷൻ ഉപയോഗിക്കും. എന്നാൽ സൾഫൈഡ് ആകുമ്പോൾ അതിനകത്ത് ഓക്സിജൻ ഇല്ല. അപ്പൊ ഓക്സിജന്റെ പ്രസൻസ് ചൂടാക്കിയപ്പോഴേ എന്ത് പറ്റുള്ളൂ? ഈ പറയുന്ന സൾഫർ ഓക്സിജനുമായിട്ട് ചേർന്ന് അങ്ങ് പോയിട്ട് മെറ്റലിനോടൊപ്പം ഓക്സിജൻ മാത്രമായിട്ട് നിൽക്കും. നമുക്ക് ഇവിടെ നോക്കിയപ്പോൾ എന്ത് പറ്റും? പ്ലസ് എന്താണ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആദ്യം ബാലൻസിങ് ഒന്നും വേണ്ട, അത് ചുമ്മാ എഴുതാം. PbO+ എന്താണ്? നമുക്ക് SO2 ആയിട്ട് കിട്ടും. കിട്ടിയോ? കിട്ടി. അപ്പൊ നമുക്ക് വേറൊരു ഗുണമുണ്ട് ഇതിനകത്ത്. എന്തെങ്കിലും വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും? ഇവിടെ വേപ്പറായിട്ട് പോയിട്ട് നമുക്ക് പ്യുവർ ആയിട്ടുള്ള മെറ്റൽ ഓക്സൈഡിനെ കിട്ടും. മെറ്റൽ ഓക്സൈഡേ കിട്ടിയുള്ളൂ, മെറ്റൽ ആയിട്ടില്ലേ? മെറ്റൽ ഓക്സൈഡ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ സംഭവം ഓക്കെ ആണല്ലോ? നോക്കാമല്ലോ. അവൻ നോട്ട് എടുത്തു. അപ്പൊ നോക്കിക്കോ, ദ ഫസ്റ്റ് പരിപാടി കാൽസിനേഷൻ. എന്ത് ചെയ്യും? ഹീറ്റിംഗ് ദ കോൺസെൻട്രേറ്റഡ് ഓർ ദ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഓർ ദ ആബ്സെൻസ് ഓഫ് എയർ അറ്റ് ടെമ്പറേച്ചർ ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ്. മെറ്റൽ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും ആണ് ഇങ്ങനെ ചെയ്യുന്നത്. കാൽഷ്യവും സിങ്കും ഉദാഹരണമാണ്, പഠിച്ചോളണം. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. അടുത്ത് വരുന്നതാണ് ഇത് റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ പരിപാടി? നമ്മൾ ഓക്സിജന്റെ പ്രസൻസിലാണ് ചൂടാക്കുന്നത്. കാരണം ഇവിടെ സൾഫൈഡുകളാണല്ലോ, സൾഫൈഡിൽ ഓക്സിജൻ ഇല്ലല്ലോ. അപ്പൊ പരിപാടി ഈസി ആണല്ലോ. അപ്പൊ നമുക്ക് വാട്ടർ കണ്ടന്റും മാറി കിട്ടും. ബാലൻസ്ഡ് റിയാക്ഷൻ ഇവിടെ കിടപ്പുണ്ട്, ഓർത്തു വെച്ചു. ഓക്കെ, ഓർത്തു വെച്ചു. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? മെറ്റലിന്റെ ഓക്സൈഡ്. അപ്പൊ അടുത്ത പ്രോസസ് എന്താ? ഓക്സൈഡ് കിട്ടിയല്ലോ. ഓക്സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് ആരെ കൂടി മാറ്റിയാൽ മതി? ഓക്സിജനെ കൂടി മാറ്റിയാൽ മതി. ഓക്സിജനെ മാറ്റുന്നതിനാണല്ലോ നിരോക്സീകരണം അല്ലെങ്കിൽ റിഡക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നല്ലൊരു സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റുമായിട്ട് അങ്ങ് റിയാക്ട് ചെയ്യിക്കും.
കാർബൺ അതുപോലെ ഇവിടെ കിടക്കുന്ന നമ്മുടെ ചോക്ക് അല്ലെങ്കിൽ കോക്ക് എന്ന് പറയുന്ന സാധനമൊക്കെയാണ് എന്ത് നല്ല റെഡ്യൂസിങ് ഏജന്റുകൾ. അതായത് എന്ത് പറ്റും, അവൻ ഓക്സിജൻ അങ്ങ് വാങ്ങിച്ചു. അതായത് റെഡ്യൂസിങ് ഏജന്റ് ഓക്സിജൻ വാങ്ങി നടത്തുമല്ലോ. ഓക്സിജൻ റിമൂവ് ചെയ്യുന്നതാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സിങ്ക് ഓക്സൈഡിനോടൊപ്പം കാർബൺ ചേരുമ്പോൾ എന്ത് പറ്റും, സിങ്ക് ഓക്സൈഡിനോടൊപ്പം കാർബൺ ചേരുമ്പോൾ ഈ കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ഭയങ്കര ഇഷ്ടമാണ് സിങ്കിനേക്കാൾ. അപ്പൊ അവർ ചേരുന്നു, സിങ്കിനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. അങ്ങനെ നമുക്ക് പ്യുവർ മെറ്റലിനെ കിട്ടും. അപ്പൊ റെഡ്യൂസിങ് ഏജന്റ് ആരാണ്, ഇവിടെ കാർബൺ. അപ്പൊ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള കോക്ക് എന്താണ്, കാർബണിന്റെ തന്നെ ഒരു അലോട്രോപ്പ് ആണ്. അതുപോലെ കാർബൺ മോണോക്സൈഡ് ഓർത്ത് വെച്ചോ. റെഡ്യൂസിങ് ഏജന്റ് ആരൊക്കെയാണ്, ഒന്നുകിൽ കോക്ക് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് പോലെയുള്ളവ. എന്ത് പറ്റും, മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയി, ശ്രദ്ധിച്ചോണെ, ഹൈലി റിയാക്റ്റീവ് അല്ല, മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയ മെറ്റൽ ആയിട്ടുള്ള സിങ്ക് ടിന്നിൽ നിന്നൊക്കെ എന്ത് പറ്റും, ഓക്സിജൻ റിമൂവ് ചെയ്യുന്നു. കാരണം കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അങ്ങനെ കാർബൺ ഓക്സിജൻ റിമൂവ് ചെയ്യുന്നു, അങ്ങനെ മാറും. പക്ഷേ തീർന്നു, മോഡറേറ്റ്ലി റിയാക്റ്റീവിന്റെ കാര്യം തീർന്നു. ഇനി ഇവിടെ പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, സോഡിയം പൊട്ടാസ്യം പോലെ ഉള്ളവർ നമ്മൾ ഈ മെത്തേഡുകളൊന്നും വെച്ച് ചെയ്താൽ പറ്റത്തില്ല. അപ്പൊ നമ്മൾ കറണ്ട് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രോളിസിസ് വഴിയാണ് അവർ സെപ്പറേറ്റ് ചെയ്യുന്നത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പഠിക്കേണ്ട, അറിഞ്ഞിരുന്നാൽ മതി. സെറ്റ് കിട്ടിയില്ലേ, ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയോ, റോസ്റ്റിംഗ് മനസ്സിലായല്ലോ. അടുത്തെന്താണ്, റിഡക്ഷൻ ആണ്. അപ്പോ മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന റെഡ്യൂസിങ് ഏജന്റുകളായിട്ടുള്ള കാർബൺ അല്ലെങ്കിൽ കോക്ക്, കാർബൺ മോണോക്സൈഡ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട്. ചിലപ്പോൾ അലുമിനിയത്തിന് വരെ നമുക്ക് ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കാർബൺ ആണ്. എന്നാൽ ഹൈലി റിയാക്റ്റീവ് മെറ്റൽസിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പറ്റത്തില്ല. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രോളിസിസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സ്ക്രീൻഷോട്ട് എടുത്തോ, മുകളിലത്തെ സമയം എടുത്ത് കാണത്തില്ല, അതും കൂടി ഒന്ന് എടുത്തോ. സെറ്റ് അല്ലേ, ഓക്കെ അല്ലേ? അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, പ്യുവർ മെറ്റൽ കിട്ടി. കിട്ടിയെങ്കിൽ ഈ ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യാവോ? ഇലക്ട്രോളിസിസ് വഴി നമ്മൾ ഏത് മെറ്റലാണ് മാറ്റുന്നത്, നമ്മുടെ സോഡിയം പൊട്ടാസ്യം പോലെയുള്ള ഹൈലി റിയാക്റ്റീവ് അല്ലെ, ക്രിയാശേഷി കൂടിയ ആൾക്കാരെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് വഴി മാറ്റുന്നത്. അടുത്ത് കോക്ക് വെച്ച് റെഡ്യൂസ് ചെയ്യുന്ന ആരാണ്, മോഡറേറ്റ് അല്ലെ, മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ അത് വെച്ച് മാറ്റുന്നത്. എന്നാൽ ആരെയാണ് നമ്മൾ ഈ പറയുന്ന കൺട്രോൾഡ് ഹീറ്റിംഗ് വഴി മാറുന്നത്, ലീസ്റ്റ് റിയാക്റ്റീവ് ആയിട്ട് അല്ലെ, ലീസ്റ്റ് റിയാക്റ്റീവ്. ഏതൊക്കെ, നമ്മുടെ മെർക്കൂറി പോലെയുള്ളവരെ നമുക്ക് മാറ്റാൻ പറ്റും. സ്വന്തമായിട്ട് എഴുതാൻ കിട്ടുന്നുണ്ടല്ലോ, കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചു. അപ്പൊ ഒന്ന് മനസ്സിൽ ചിന്തിച്ചേ, കോൺസെൻട്രേറ്റ് ചെയ്ത് കഴുകിമിനിക്കിയ ഓർഡർ നമുക്ക് കിട്ടി. നമുക്കതിനെ എന്താക്കണം, നമുക്ക് അതിൽ നിന്ന് പ്യുവർ മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. എന്ത് ചെയ്യും, നമ്മൾ അത് ഏതൊന്ന് നോക്കും, ഹൈലി റിയാക്റ്റീവ് ആണോ, മോഡറേറ്റ് ആണോ, ലീസ്റ്റ് ആണോ. ലീസ്റ്റ് ആണെങ്കിൽ ഇങ്ങ് പോരെന്ന് പറഞ്ഞ് നമ്മൾ ചുമ്മാ ചൂടാക്കി മാറ്റും. എന്നാൽ മോഡറേറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം അതിനെ ഓക്സൈഡ് ആക്കി മാറ്റണം. അടുത്ത ഓക്സൈഡിനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് മെറ്റലാക്കണം. ഓക്സൈഡ് ആക്കി മാറ്റാൻ ഓക്സിജൻ ഉള്ള ആളാണുള്ളതെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, കാൽസിനേഷൻ ഉപയോഗിക്കും. സൾഫൈഡ് ആണുള്ളതെങ്കിൽ നമ്മൾ റോസ്റ്റിംഗ് ഉപയോഗിക്കും. രണ്ട് വഴി കൂടി നമുക്ക് മെറ്റലിന്റെ ഓക്സൈഡിനെ കിട്ടും. ഓക്സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്താണ്, നമ്മൾ കാർബൺ പോലെയുള്ള അല്ലെ, കോക്ക് പോലെയുള്ള, കാർബൺ മോണോക്സൈഡ് പോലെയുള്ള സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരെ റെഡ്യൂസ് ചെയ്യും. അങ്ങനെ റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്യുവർ മെറ്റൽ കിട്ടും. ഇനി ഹൈലി റിയാക്റ്റീവ് ആണെങ്കിൽ റിഡക്ഷൻ പറ്റത്തില്ല, ഇലക്ട്രോളിസിസ് വഴിയാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ റിയാക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് അലുമിനിയം, സിങ്ക്, അയൺ അതുപോലെ എന്താണ് ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. വിച്ച് മെറ്റൽ ഫോംസ് ദ മോസ്റ്റ് സ്റ്റേബിൾ കോമ്പൗണ്ട്. നമുക്കറിയാം ഹൈലി റിയാക്റ്റീവ് ആയ ആൾക്കാരായിരിക്കും എപ്പോഴും സ്റ്റേബിൾ കോമ്പൗണ്ട് ഉണ്ടാക്കുന്നത്. ഇലക്ട്രോളിസിസ് വഴി ഇപ്പോൾ മാറ്റേണ്ടതും ഈ ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളവരായിരിക്കും. സിങ്കിനെ ഇതിൽ നിന്ന് ആർക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും, അലൂമിനിയം. മുകളിലുള്ള ആൾക്ക് താഴെയുള്ള ആളിന് ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതുവഴിയുള്ള ഏറ്റവും റിയാക്റ്റീവ് താഴോട്ട് പോകുമ്പോൾ റിയാക്ടിവിറ്റി കുറഞ്ഞു വരും. വിച്ച് മെറ്റൽ ഈസ് ഫൗണ്ട് ഇൻ ദ ഫ്രീ സ്റ്റേറ്റ്, ഏതായിരിക്കും, ഗോൾഡ് ആയിരിക്കും. കാരണം ഏറ്റവും ലീസ്റ്റ് റിയാക്റ്റീവ് ആയ ആളെ കാണത്തുള്ളൂ. പഠിച്ചത് വെച്ച് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റത്തില്ലേ. വിച്ച് മെറ്റൽ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ റെഡ്യൂസിങ് യൂസിങ് കാർബൺ. കാർബൺ വെച്ച് ആർക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് സിങ്കിനെയും വേണമെങ്കിൽ അയണിനെയും പോലെയുള്ള നടുക്ക് കാണുന്ന മോഡറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാറ്റാം. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നപ്പോൾ പിടികിട്ടിട്ടുണ്ടെങ്കിൽ ഈ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. സെറ്റല്ലേ, സെറ്റല്ലേ, ഓക്കെ അല്ലേ? അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, നല്ല കമന്റുകൾ വേണമെങ്കിൽ ഇട്ടോ, കാണുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവും. ഇനി അടുത്ത പരിപാടി എന്തുവാണ്, റിഫൈൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ, ആദ്യം എർത്തിലെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തു, അതിൽ നിന്നുള്ള ഓക്സൈഡിനെയും കാർബണേറ്റിനെയൊക്കെ അത് മാറ്റി, ഇനി വീണ്ടും എന്ത് റിഫൈനിങ്. ഇതെല്ലാം കഴിഞ്ഞാൽ വീണ്ടും എന്താണ്, ചില 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 പ്രത്യേക ഇമ്പ്യൂരിറ്റീസ് ഇവിടെ എന്ത് ചെയ്യും കാണും. സിമ്പിൾ ടോപ്പിക്കാണ്, അതുകൊണ്ട് ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ മാറ്റി അല്ലെ, നമ്മൾ ഈ പറയുന്ന മെറ്റൽ എക്സ്ട്രാക്ട് ഫ്രം ദ കോൺസെൻട്രേറ്റഡ് ഓർ മേ കണ്ടെയ്ൻ അതർ എലമെന്റ്സ് ഓർ ദെയർ കോമ്പൗണ്ടസ് ഇമ്പ്യൂരിറ്റീസ്. അപ്പൊ ചില ഇമ്പ്യൂരിറ്റീസ് കാണും. അപ്പൊ ഈ വന്ന ഇമ്പ്യൂരിറ്റീസ് നമുക്ക് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ റിഫൈനിങ് പരിപാടി ചെയ്യും. അപ്പൊ റിഫൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് ഒന്ന് മാറ്റി എന്ത് ചെയ്യണം, മാറ്റണം. അതായത് കെമിക്കൽ റിയാക്ഷൻ വേണമെന്നില്ല, നമുക്കല്ലാതെ ഫിസിക്കൽ മെത്തേഡ് വഴി തന്നെ നമുക്ക് ചെയ്യുന്നതാണ് ഈ റിഫൈനിങ് എന്ന് പറയുന്നത്. 3 പരിപാടികളേ ഉള്ളൂ. എത്ര പരിപാടികളേ ഉള്ളൂ, 3 ഉള്ളൂ. ഏതൊക്കെ എന്താണ് നേരത്തെ ചോദ്യത്തിന്റെ ഉത്തരവാണ്, സ്ക്രീൻഷോട്ട് എടുത്തോ.
നേരത്തെ നമ്മൾ ടേബിളിൽ കണ്ട ചോദ്യമല്ലേ, അതിന്റെ ഉത്തരങ്ങളാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, നോട്ടിലോട്ട് എഴുതിക്കോളുക. നോട്ട് എഴുതി പഠിക്കുന്നതാണ് നല്ലത് കേട്ടോ, വെറുതെ PDF മാത്രം നോക്കുന്നതല്ല. കാരണം ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയമല്ലേ, നമുക്ക് പരീക്ഷ എടുക്കാറാവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നോട്ടൊക്കെ എഴുതി പോവാം. പരീക്ഷ ആവാറാകുമ്പോൾ നമുക്ക് റിവിഷൻ നോട്ടൊക്കെ വെച്ച് പഠിക്കാം. അപ്പൊ റിഫൈനിങ് 3 മെത്തേഡാണ്. ഇത് കേൾക്കുമ്പോൾ സിമ്പിൾ ആണ്, പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, മെറ്റലിന്റെ നേച്ചറിനനുസരിച്ച് നമുക്ക് ഇമ്പ്യൂരിറ്റീസ് മാറ്റാം. 3 മെത്തേഡും: ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. നോക്കാലോ. മലയാളത്തിൽ നമ്മൾ തന്നെ എന്ത് പറയും? മലയാളത്തില് നമ്മള് ഓക്കെ, ബാക്കി മെത്തേഡൊക്കെ സംഭവം മനസ്സിലായി കാണുമല്ലോ. വൈദ്യുത വിശ്ലേഷണം ഇലക്ട്രോളിസിന്റെ മലയാളമാണ്. ബാക്കിയൊക്കെ പിടിയിട്ട് കാണുമല്ലോ. അപ്പൊ എന്തൊക്കെയാണ്? ഒന്ന്, ലിക്വേഷൻ അഥവാ ഉരുക്കി വേർതിരിക്കൽ. അപ്പൊ മലയാളം കൂടി നിങ്ങൾ സത്യം പറഞ്ഞാൽ മലയാളം മീഡിയം കുട്ടിയൊക്കെ യൂസ് ആണ്, ഇംഗ്ലീഷ് മീഡിയം കാരണം ഒന്നുകൂടി മനസ്സിലാക്കാൻ പറ്റും. ലിക്വേഷൻ ലിക്വിഡ് ആക്കി മാറ്റിയെടുക്കുന്നു, ഉരുക്കി വേർതിരിക്കൽ. ഡിസ്റ്റിലേഷൻ സ്വദനം. ഓക്കെ, എന്താണ് സ്വദനം? മൂന്നാമത്തെയാണ് എന്ത്? വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം അഥവാ ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. സംഭവം നോക്കാം ഓരോന്നായിട്ട്. ലിക്വേഷൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഈ പടം കാണിച്ചെന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ലിക്വേഷൻ എന്ന് പറയുന്നത് ഇത്രയും നോക്കടാ. നമ്മൾ എടുക്കുന്ന മെറ്റൽ ആള് പെട്ടെന്ന് ഉരുകുന്ന ടൈപ്പാണ്, അതായത് ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ടിന്ന് ലെഡ് പോലെയുള്ള മെറ്റൽ ആണെങ്കിൽ നമ്മൾ എന്ത് മെത്തേഡ് ഉപയോഗിക്കും? ലിക്വേഷൻ ഉപയോഗിക്കും. അപ്പൊ ലിക്വിഡ് ആക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി, ചെറിയ ടെമ്പറേച്ചറിൽ തന്നെ ഉരുകി ലിക്വിഡ് ആകുന്ന ആളല്ലേ ലിക്വേഷൻ ചെയ്യാൻ എളുപ്പം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ഇമ്പ്യൂർ മെറ്റലിനെ അങ്ങോട്ട് എടുക്കും, താഴെ കൊണ്ടോ മൂട്ടിൽ ഫുൾ എന്താണ്? തീയാണ്, തീ, ചൂട് ചൂട് ചൂട്. അപ്പൊ ഇമ്പ്യൂരിറ്റിയെക്കാളും പെട്ടെന്ന് ആദ്യം ആരെന്നെ ഉരുകും? ഈ മെറ്റൽ തന്നെ അങ്ങ് ഉരുകും. ഉരുകി ഒലിച്ച് എന്ത് ചെയ്യും? ദേ വന്ന് വീഴും, നമുക്ക് ഇവിടുന്ന് പ്യുവർ മെറ്റലിനെ കിട്ടും. അപ്പൊ ഇതാണ് ലിക്വേഷൻ. അപ്പൊ എന്താണ്? ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റലുകളെ നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലോപ്പിംഗ് സർഫസിൽ നമ്മൾ ഈ പറയുന്ന മെറ്റലിനെ വെച്ച് ചൂടാക്കും. അപ്പൊ ഈ പ്യുവർ മെറ്റൽ പെട്ടെന്ന് ഉരുകി എന്ത് ചെയ്യും? താഴേക്ക് വന്ന് വീഴുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? ലിക്വേഷൻ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ലിക്വേഷൻ എന്ന് പറയും. സെറ്റ് അല്ലേ? സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. അപ്പോ ഈ പറയുന്ന എന്താണ്? നമ്മൾ ഈ പറയുന്ന എന്താണ്? ഉരുകാനുള്ള ടെമ്പറേച്ചറിനാണല്ലോ നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ ആൾക്കാർ ചെയ്യും. അപ്പൊ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഡിസ്റ്റിലറീസ് മദ്യമൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം. അപ്പൊ ഡിസ്റ്റിലേഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന ആളുണ്ടല്ലോ, നമ്മുടെ വേണ്ട മെറ്റൽ, അവന്റെ ബോയിലിംഗ് പോയിന്റ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതുപോലൊരു കുപ്പിക്കകത്ത് വെച്ചിട്ട് അങ്ങ് ചൂടാക്കും. ഇത് കറണ്ട് ചൂടാക്കുന്ന ഫർണസാണ്. ചൂടാക്കുമ്പോൾ എന്ത് പറ്റും? ഇവന്റെ ബോയിലിംഗ് പോയിന്റ് കുറവല്ലേ, പെട്ടെന്ന് ബോയിലാവും. ബോയിലായിട്ട് നീരാവിയായിട്ട് മാറും. അറിയാമല്ലോ, ഒരു ലിക്വിഡ് നേരെ നീരാവിയാവുന്ന ടെമ്പറേച്ചറാണ് എന്തെന്ന് പറയുന്നത്? തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവർക്ക് പെട്ടെന്ന് ബോയിലിംഗ് പോയിന്റ്, പെട്ടെന്ന് ബോയിലാവും. അപ്പൊ എന്ത് പറ്റും? ഇവർ നീരാവിയായിട്ട് മാറിയിട്ട് നേരെ ഈ നീരാവിയെ നമ്മൾ തണുപ്പിച്ച് ശുദ്ധമായ മെറ്റൽ നമുക്ക് ഇവിടെ എടുക്കാനായിട്ട് പറ്റും. അപ്പൊ പ്യുവർ മെറ്റൽ വേപ്പറൈസ് ചെയ്യും, കണ്ടൻസ് ചെയ്യും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഇവിടെ തന്നെ കിടന്നോളും. നമുക്ക് ഈ പ്യുവർ മെറ്റൽ നമുക്ക് ഇവിടെ നിന്നിട്ട് കിട്ടും. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഡിസ്റ്റിലേഷൻ എന്ന് പറയും. എങ്കിൽ മൂന്നാമത്തെ മെത്തേഡ്, ഇലക്ട്രോ കെമിസ്ട്രി പഠിച്ച് നിങ്ങളുടെ മുന്നിൽ ഇതൊക്കെ എടുത്ത് പറയുന്നത് സാരം ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. ഇലക്ട്രോലിറ്റിക്സ് എല്ലാം ഓർമ്മയുണ്ടല്ലോ. വൈദ്യുതി അങ്ങോട്ട് കൊടുത്തിട്ട് നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ നമ്മൾ നടത്തിയെടുക്കുന്നതാണ് എന്ത്? ഇലക്ട്രോലിറ്റിക്സ് എല്ലാം നടക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ട ഇമ്പ്യൂർ, നമുക്ക് ശുദ്ധീകരിക്കേണ്ട ഇമ്പ്യൂർ മെറ്റൽ നമ്മൾ എന്തായിട്ട് എടുക്കും? ആനോഡായിട്ട് എടുക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇനി ശുദ്ധമായി വേണ്ട സാധനത്തിന് ഒരല്പം, ഇത്രയൊന്നുമില്ല, ഒരു ചെറിയ അളവിൽ നമ്മൾ എന്തായിട്ട് എടുക്കും? കാഥോഡായിട്ട് എടുക്കും. എന്നിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റിനെ നമ്മൾ ഇവിടെ അങ്ങോട്ട് വെച്ചിട്ട് കറണ്ട് കൊടുക്കും. എന്ത് പറ്റും? ഇത് ഇവൻ ആനോഡ് അല്ലേ, ഓർമ്മയുണ്ടല്ലോ. എന്ത് പറ്റും? ഈ പറയുന്ന മെറ്റല് എന്ത് പറ്റും? മെറ്റൽ അയോൺ ആയിട്ട് മാറുന്നു. ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് പോകും. ഓക്കെ, ഈ പറയുന്ന മെറ്റല് നേരെ പോയിട്ട്, ഈ പറയുന്ന മെറ്റൽ അയോൺ നേരെ പോയിട്ട് എന്ത് ചെയ്യും? ഇവിടെ വെച്ച് ഇവനുമായിട്ട് ചേർന്നിട്ട് ഇതാ ഒരു ലെയർ ആയിട്ട് അങ്ങോട്ട് മാറും. സോ ഓൺ പാസിംഗ് ദ ഇലക്ട്രിക് കറന്റ് ദ പ്യുവർ മെറ്റൽ ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ കാഥോഡ്. ആനോഡിൽ നിന്ന് മെറ്റൽ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. ആനോഡിൽ നിന്ന് മെറ്റൽ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. അത് കാഥോഡിൽ വെച്ചിട്ട് ഈ പറയുന്ന ആളുമായിട്ട് ചേർന്നിട്ട് മെറ്റലായിട്ട് മാറുന്നു. ഓർമ്മയുണ്ടോ? നമ്മൾ ഇലക്ട്രോളിസിസിൽ അല്ല ഇലക്ട്രോളിറ്റിക്സിൽ നമ്മൾ സെയിം സാധനം പഠിച്ചു. ഇവിടെ പഠിച്ചു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഇവിടെ പഠിച്ചു എന്ന്? ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത്. നമ്മൾ ഇതേ പ്രോസസ്സ് പഠിച്ചു അല്ലെ. ഇവിടുന്ന് മെറ്റൽ ഇളകുന്നു, ഇവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു? സ്റ്റോർ ആകുന്നു. അപ്പൊ ഇതാണ് ഇലക്ട്രോളിറ്റിക്സ്. അപ്പൊ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ അത് ഇമ്പ്യൂർ മെറ്റലിനെ ആനോഡായിട്ട് എടുക്കും, നമുക്ക് വേണ്ട പ്യുവർ മെറ്റലിനെ കാഥോഡായിട്ട് എടുക്കും. അപ്പൊ ഇവിടെ നിന്നുള്ള ഇമ്പ്യൂരിറ്റീസിനെ മാത്രം ഇവിടെ ഇങ്ങനെ ബാക്കിയിട്ടിട്ട് പ്യുവർ മെറ്റൽ നേരെ കാഥോഡിൽ പോയിട്ട് ഡെപ്പോസിറ്റ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെറ്റലിനെ എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് മൂന്നാമത്തെ മെത്തേഡ്. അപ്പൊ ലിക്വേഷൻ ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളവർക്ക്, ഡിസ്റ്റിലേഷൻ ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ളവർക്ക്. എന്നാൽ അടുത്ത് വരുന്നതാണ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമുക്ക് അത് രണ്ടുമല്ല. ഫോർ എക്സാമ്പിൾ കോപ്പർ സിങ്ക് പോലെയുള്ളവരെയാണ് നമ്മൾ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്യുന്നത്. കോപ്പർ സിങ്ക് പോലെയുള്ളവരെ നമ്മൾ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്യും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടും. തെറ്റല്ലേ? അപ്പൊ നമുക്കിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ
പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മെറ്റീരിയൽ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, ഫെമിലിയർ വിത്ത് മാനുഫാക്ചറിങ് മെത്തേഡ്സ് ഓഫ് സം ഓഫ് ദ ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ്. അപ്പോൾ ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് മെറ്റീരിയലുകൾ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ്, അല്ലെങ്കിൽ നമ്മൾ ഫോം ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യം പഠിക്കാൻ പോകുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഒന്നായിട്ടുള്ള എന്താണ്, ഇരുമ്പിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇരുമ്പ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു, എങ്ങനെയാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത്, ഈ കാണുന്ന ഈ സംഭവം ഇതിനാണ് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്നൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, പഠിക്കാൻ പോവുക. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞു തരുന്നതിനേക്കാൾ നല്ലത് ഞാൻ ആദ്യം ഇതിന്റെ ആ ഒരു എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം അതൊന്ന് ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെസ്റ്റിലോട്ട് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് നോക്കാം, ഓക്കെ, എഫക്റ്റീവ് ആവോ ഇല്ല നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിൽ കൊണ്ടുവരേണ്ടത് നമ്മൾ പഠിക്കാൻ പോകുന്ന ആരെ പറ്റിയിട്ടാണ്, ഇരുമ്പിനെ പറ്റിയിട്ടാണ്. Fe എന്നറിയപ്പെടുന്ന ഇരുമ്പ് അല്ലെങ്കിൽ അയൺ എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ ഇരുമ്പ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? അപ്പൊ നിങ്ങൾ പറയും ഇരുമ്പ് കിട്ടുന്നത് ഇരുമ്പിന്റെ ഓറിൽ നിന്ന് ആണ്. അപ്പൊ ഇരുമ്പിന് പ്രധാനമായിട്ട് കുറെ ഓറുകൾ ഉണ്ടെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ഓറുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഇനി ഓർ എന്തെന്നറിയാത്ത ആരും ഇല്ലല്ലോ അല്ലെ. ഈ പറയുന്ന ഇരുമ്പ് പാറകൾക്കകത്താണ് കിട്ടുന്നത്. അപ്പൊ ഇരുമ്പിന്റെ അളവ് നന്നായിട്ടുള്ള പാറകളെ തന്നെയാണ് നമ്മൾ ഇരുമ്പിന്റെ ഓർ എന്ന് വിളിക്കുന്നത്. അപ്പൊ രണ്ട് രീതിയിലാണ് നമുക്ക് ഭൂമിയിൽ നിന്ന് ഇരുമ്പിനെ കിട്ടുന്നത്. ഒന്ന്, ഇരുമ്പ് ഓക്സിജനുമായിട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഒന്ന് Fe2O3 എന്ന് പറയുന്ന ഫോമിലും, മറ്റൊന്ന് Fe3O4 എന്ന് പറയുന്ന ഫോമിലും. ഈ Fe2O3യെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാമറ്റൈറ്റ്, HAEMATIT, ഹാമറ്റൈറ്റ്. Fe3O4 എന്ന് വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈറ്റ്. എന്താണ് മാഗ്നറ്റൈറ്റ്? നിങ്ങൾ രണ്ട് ഇനിയും ഉണ്ട്, ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, പിന്നെ 4-5 എണ്ണം കൂടി വേറെ ഉണ്ട്. നമ്മൾ അത്ര കൺഫ്യൂഷൻ ഒന്നും ആക്കണ്ട, നമ്മൾ 2 എണ്ണം പഠിച്ചാൽ മതി. അപ്പൊ ഇരുമ്പ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഇരുമ്പിന്റെ ഓറിൽ നിന്നാണ്. ഇരുമ്പിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഓറുകളാണ് ഹാമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഹാമറ്റൈറ്റ് ആണെങ്കിൽ Fe2O3യും, മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ Fe3O4 ആണ്. ഈ മാഗ്നറ്റൈറ്റ് നമ്മൾ എവിടെ പഠിച്ചു? മാഗ്നറ്റിക് സെപ്പറേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചു അല്ലെ, മാഗ്നറ്റൈറ്റ് നമുക്ക് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും, ഇമ്പ്യൂരിറ്റീസിനെ കളയാൻ പറ്റും. അപ്പൊ എന്ത് ആയിക്കോട്ടെ, പാറ ആദ്യം നമ്മൾ പൊടിച്ച് തരികളാക്കി മാറ്റി അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, പ്യൂരിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം അതിന് എന്ത് ചെയ്യും, നന്നായിട്ട് വാഷ് ചെയ്യും അല്ലെ, നല്ല വെള്ളത്തിൽ എന്ത് ചെയ്യും, വാഷ് ചെയ്യും. വാഷ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കാം. ഉപയോഗിക്കാം, മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കാം. അടുത്ത് നമ്മൾ അതിന്റെ ഓക്സൈഡിലോട്ടൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ റോസ്റ്റിംഗ് ഉപയോഗിക്കും. ഉപയോഗിക്കും, റോസ്റ്റിംഗ് മെത്തേഡൊക്കെ ഉപയോഗിച്ച് നമ്മളാക്കും. അപ്പൊ നിങ്ങൾ എത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി, അതൊക്കെ ഇമ്പ്യൂരിറ്റി കളയാനുള്ള പരിപാടിയാണ്. നമ്മുടെ പക്കൽ ഇപ്പോൾ ഉള്ളത് എന്താണ്, നമുക്ക് ഹാമറ്റൈറ്റിൻ്റെതാണ് ആദ്യം പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ ഹാമറ്റൈറ്റിൻ്റെയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഈ ഹാമറ്റൈറ്റ് എന്ന് പറയുന്ന ഓറിൽ നിന്നും നമുക്ക് എന്ത് വേണം, Fe എന്ന് പറയുന്ന ഇരുമ്പിനെ മാത്രമായിട്ട് കിട്ടണം. Fe2O3 Fe മാത്രമായിട്ട് കിട്ടണം. അപ്പൊ നമുക്ക് ഇതിന് ആരെ കളയേണ്ടത്, ഓക്സിജനെയാണ് കളയേണ്ടത്. അപ്പൊ ഓക്സിജനെ കളയുന്ന പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിരോക്സീകരണം എന്ന് മലയാളത്തിൽ പറയും, അല്ലെങ്കിൽ എന്ന് വിളിക്കും റിഡക്ഷൻ എന്ന് പറയും. അപ്പോൾ Fe2O3 റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ആര് വേണം, ഒരു റെഡ്യൂസിങ് ഏജന്റ് വേണം. അപ്പൊ നിങ്ങൾ പറയും സാർ റെഡ്യൂസിങ് ഏജന്റ് ഒക്കെ നമ്മൾ പഠിച്ചു, ഏതാണ്, കോക്ക് എന്ന് പറയുന്നതാണ് റെഡ്യൂസിങ് ഏജന്റ്, അഥവാ ഇംപ്യൂർ കാർബൺ ആണ് റെഡ്യൂസിങ് ഏജന്റ്. അത് ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിൾ ആയിട്ട് ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ കോക്കിനെ കൊണ്ട് മാത്രം പറ്റത്തില്ല, കാർബണെ കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവനേക്കാളും കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ഒരാൾ വേണം, കാർബൺ മോണോ ഓക്സൈഡ്. ആര് വേണം, കാർബൺ മോണോ ഓക്സൈഡ് വേണം. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന Fe2O3 റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഇരുമ്പിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, റെഡ്യൂസിങ് ഏജന്റ് വേണം. റെഡ്യൂസിങ് ഏജന്റ് ആരാണ്, കോക്കും അതുപോലെ കാർബൺ മോണോക്സൈഡ്. അടുത്ത് ഇങ്ങനെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കിട്ടുന്ന സാധനം, അതിനകത്ത് വീണ്ടും ചില ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പൊ ആ ഇമ്പ്യൂരിറ്റീസ് നമുക്ക് എന്ത് ചെയ്യണം, കളയണം. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണോ ആലോചിച്ച് നോക്കി. ഇരുമ്പ് പ്യൂരിഫൈ ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരും, ഇരുമ്പ് നമുക്ക് കിട്ടുന്നത് എന്താണ്, ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്ന ഇരുമ്പിന്റെ ഓറിൽ നിന്നാണ്. അത് നമ്മൾ വാഷ് ചെയ്ത് അത്യാവശ്യം ഇമ്പ്യൂരിറ്റീസ് കളഞ്ഞ് റോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് നല്ല കുളിച്ച് കുട്ടപ്പനാക്കി നമ്മൾ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അതിനകത്ത് ഇപ്പോഴും ഓക്സിജൻ അധികമായിട്ടുണ്ട്. അപ്പോൾ ഓക്സിജൻ നമുക്ക് കളയണം. ഓക്സിജൻ കളയണമെങ്കിൽ നമുക്ക് റെഡ്യൂസിങ് എന്നാണ് പറയുന്നത്, നിരോക്സീകരണം. അതിനൊരാൾ വേണം, അവനാണ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് ആരൊക്കെയാണ്, കോക്കും കാർബൺ മോണോക്സൈഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇത് ചുമ്മാതെ അങ്ങ് കൊണ്ട് ഈ പറഞ്ഞ കുറച്ച് ഇരുമ്പും തരികളും ഈ കാർബൺ മോണോക്സൈഡും കൊണ്ട് മിക്സ് ചെയ്താലൊന്നും നടക്കത്തില്ല. ഹൈ ടെമ്പറേച്ചർ വേണം, ചൂട് വേണം. അപ്പൊ ചൂട് കിട്ടുന്ന അല്ലെങ്കിൽ ചൂടുണ്ടാക്കുന്ന സാധനത്തിനാണ് നമ്മൾ ഫർണസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഏതാണ്ട് ഒരു വലിയ ഫർണസ് ഉപയോഗിക്കും. അത് ആദ്യം ഫർണസിന്റെ മുകളിലായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇതിനകത്താണ് ഈ പറയുന്ന ആര് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്,
ഈ പറയുന്ന ഇരുമ്പ് പൊടിച്ച അല്ലെങ്കിൽ ഈ പറയുന്ന ഓറ് പൊടിച്ച തരികളും ഈ കോക്ക് അഥവാ കാർബണേയും അതുപോലെ ഒരാളെയും കൂടി ആഡ് ചെയ്യും. ആളാരാന്ന് ഞാൻ പറഞ്ഞുതരാം, ഉപയോഗം പിന്നെ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കും? നമ്മൾ ഇതിനെ ചാർജ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ചാർജ് എന്ന് വിളിക്കും. അതായത് നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ പോകുന്ന ആളെ വിളിക്കുന്ന പേര് ചാർജ് ആണ്. അതിനകത്ത് ആരൊക്കെയുണ്ട്? Fe2O3 എന്ന് പറയുന്ന ഇരുമ്പിന്റെ ഓറുണ്ട്. അതുപോലെ ഈ പറയുന്ന കോക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. അതുപോലെ നമ്മുടെ CaCO3 കൂടെ നമ്മൾ മിക്സ് ചെയ്യും. ലൈം എന്ന് പറയും, കാൽഷ്യം കാർബണേറ്റ്. എന്തിനാന്നുള്ളത് പിന്നെ പഠിക്കാം. അടുത്ത് ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇതാ ഇങ്ങനെ ഒരു വലിയ എയർ പോകാനായിട്ട് ഒരു വേക്കൻറ്റ് ഇടും. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു വലിയ ഫർണസ് ഉണ്ട്, ഭയങ്കര നല്ല ഉയരമുള്ള ഒരു ഫർണസ് ഉണ്ട്. ഈ ഫർണസിൽ ഇവിടെ 2 ഇൻപുട്ട് ഉണ്ടാവും ഓക്സിജൻ അകത്തോട്ട് വരാനായിട്ട്. അടുത്ത് ഈ പറയുന്ന മെറ്റലിനെ കളക്ട് ചെയ്യാനായിട്ട് ഒരു ബേസും ഉണ്ടാവും. ഇത്രയും വൃത്തിയുടെ രീതിയിലല്ല ഇരിക്കുന്നത്. ഈ പടമാണ് കേട്ടോ ഞാൻ വരച്ചത്. ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു സാധനമുണ്ട്. എയർ പോകാനായിട്ട് ഒരു എക്സിറ്റ് ഉണ്ട്, എയർ കയറാനായിട്ട് 2 വഴിയുണ്ട്, താഴെയായിട്ടൊരു ബേസ് ഉണ്ട്. ഈ ബേസിന്റെ ഇവിടെ നിന്ന് നമുക്ക് ആദ്യം ഒരു ഓപ്പണിംഗ് ഉണ്ട്, അടുത്ത് താഴത്തെ സാധനം എടുക്കാനായിട്ട് രണ്ടാമതൊരു ഓപ്പണിങ്ങും ഉണ്ട്. എങ്ങനെയുണ്ട്? ഭംഗിയില്ല എന്റെ പടം കാണാനായിട്ട്? അപ്പൊ നോക്കിക്കോ, ഇതാണ് സംഭവം. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ എന്ത് ചെയ്യും? ഈ ഓക്സിജനെ അങ്ങോട്ട് കടത്തിവിടും. ആരെ കടത്തിവിടും? ഓക്സിജനെ കടത്തിവിട്ട് ഇതിനെ അങ്ങോട്ട് ചൂടാക്കും. ചൂടാക്കുക എന്ന് പറഞ്ഞാൽ എറൗണ്ട് ഏതാണ്ട് 2000 ഡിഗ്രിയോളം എന്ത് ചെയ്യും? ചൂടാവും. കറക്റ്റ് ടെമ്പറേച്ചർ പഠിക്കാം, ഞാൻ ഐഡിയ പറഞ്ഞു തരുന്നതാണ്. ചൂടാക്കും. ഏറ്റവും മുകളിലായിട്ട് ഈ പറയുന്ന ചാർജ് എന്ന് പറയുന്ന സാധനത്തിന് വയ്ക്കും. ആരൊക്കെയാണ്? ഇരുമ്പും അതുപോലെ ഈ പറയുന്ന കോക്കും അതുപോലെ നമ്മുടെ ലൈം കാൽഷ്യം കാർബണേറ്റും കൂടെ മിക്സ് ചെയ്ത മിക്സാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ കത്തിക്കും. തീ കത്തിക്കുമ്പോൾ ഇവിടെ ഭയങ്കര ചൂടായിരിക്കും. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? ഭയങ്കര ടെമ്പറേച്ചർ ആയിരിക്കും. ഇങ്ങനെ ചൂടടിച്ച് ചൂട് കാറ്റ് ഒരു വശത്തൂടെ പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ ഓപ്പൺ ആക്കി കൊടുക്കും. അപ്പൊ ഈ പറയുന്ന സാധനങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യും? താഴേക്ക് വീഴും. അപ്പൊ ഈ പറഞ്ഞ ഇരുമ്പും തരികളും ഒക്കെ കൂടി താഴേക്ക് വീഴും. അപ്പൊ ഇതിനകത്ത് ആരൊക്കെയുണ്ട്? Fe2O3 ഉണ്ട്, കോക്ക് ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്. അപ്പൊ ഇവിടെ ആദ്യം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൂടടിച്ച പാടെ ഫസ്റ്റ് നടക്കാൻ പോകുന്ന റിയാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോക്ക് എന്ന് പറയുന്ന കാർബൺ ഹീറ്റുമായിട്ട് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. ഹീറ്റുമായിട്ടല്ല, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. എന്തുണ്ടാകും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. അതായത് കാർബൺ എന്ന് പറയുന്ന ഈ ആള് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, എന്തുണ്ടാകുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. ഇതാണ് ആദ്യം നടക്കുന്ന റിയാക്ഷൻ. രണ്ടാമത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും ഇവിടെ എന്തുണ്ട്? കാർബൺ ഉണ്ടല്ലോ, കാർബണുമായിട്ട് ചേർന്നിട്ട് കാർബൺ മോണോ ഓക്സൈഡ് ഉണ്ടാകും. എന്തുണ്ടാകും? കാർബൺ മോണോ ഓക്സൈഡ് ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് കിട്ടി, രണ്ടുപേരെയും കിട്ടി. റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള കോക്കിന്റെ ജോലി അപ്പൊ എന്താണ്? കോക്ക് ഡയറക്റ്റ് ആയിട്ട് ഇരുമ്പുമായിട്ട് മുട്ടാൻ നിൽക്കുന്നില്ല. അവൻ എന്ത് ചെയ്യും? ഓക്സിജനുമായിട്ട് ചേർന്ന് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് ആദ്യം മാറും. ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എന്ന് വെച്ചാൽ ഇത് വീണ്ടും ചൂടും കൂടെ കൂട്ടിക്കൊടുക്കും. അപ്പൊ മൊത്തത്തിൽ അങ്ങ് ടെമ്പറേച്ചർ കൊണ്ട് അങ്ങ് കയറും. എന്നിട്ട് ഈ കാർബൺ ഡയോക്സൈഡ് വീണ്ടും കാർബണുമായിട്ട് ചേർന്നിട്ട് കാർബൺ മോണോക്സൈഡ് ആകും. ഇവനാണ് ഇരുമ്പുമായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്? തല്ലുണ്ടാക്കാനായിട്ട് പോകുന്നത്. അടുത്ത് എന്ത് കിടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാമതായിട്ട് അപ്പോഴത്തേക്കും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ എന്ത് പറ്റി? കുറെ കാർബൺ ഡയോക്സൈഡ് ആയി. കാർബൺ ഡയോക്സൈഡ് കൂടി ചേർന്നിട്ട് എന്തായി? കാർബൺ മോണോക്സൈഡ് ആയി. ഇവിടെ എത്തുമ്പോൾ ടെമ്പറേച്ചർ അങ്ങ് കത്തി കയറുകയാണ്, മുകളിൽ താഴെ വീണോണ്ടിരിക്കുകയല്ലേ സാധനം. അങ്ങനെ ഇവിടെ എത്തിക്കുമ്പോഴത്തേക്കും എന്ത് പറ്റും? ഈ പറയുന്ന Fe2O3യുമായിട്ട് നേരെ ആര് മുട്ടാൻ പോകും? കാർബൺ മോണോക്സൈഡ് മുട്ടാൻ പോയിട്ട് പറയും ഇറങ്ങടാ വെളിയിലെന്ന് പറഞ്ഞിട്ട് ആരെ പുറത്താക്കും? FeA നമുക്ക് കിട്ടും. അതുപോലെ നമുക്ക് എന്ത് കിട്ടും? CO2വിനെയും കിട്ടും. FeAയും കിട്ടും, CO2വിനെയും കിട്ടും. ആരെ കിട്ടും? FeAയും കിട്ടും, CO2വിനെയും കിട്ടും. അപ്പോൾ നമുക്കത് ബാലൻസ് ചെയ്യാം. നമുക്ക് Fe2O3 ആണ്. ഇവിടെ നമുക്ക് എത്ര ഇട്ട് കൊടുക്കാം? Feയുടെ ഇവിടെ മുമ്പിൽ നമുക്കൊന്നും ആവശ്യമില്ല. കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ ഒരു 3 ഇട്ട് കൊടുക്കുക, ഇവിടെ ഒരു 3 ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടിടത്ത് 2 3 ഇടുമ്പോഴത്തേക്ക് നമുക്ക് എന്തായി? Fe. പക്ഷെ ഇവിടെ Fe2 ഉണ്ട്, അപ്പോൾ ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്ത് പറ്റും? Fe2O3 എന്ന് പറയുന്ന ഇത് TLF ആണ്. റിയാക്ട് ചെയ്യും 3 കാർബൺ മോണോ ഓക്സൈഡുമായിട്ട്. എന്നിട്ട് 2 അയണും അതുപോലെ തന്നെ 3 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളും നമുക്ക് തരും. ഈ കിട്ടുന്ന Fe നേരെ ഇവിടെ വന്ന് വീഴും. ഇവിടെ വന്ന് കളക്ട് ആവും, ഇവിടെ വന്ന് കളക്ട് ആവും, ഇവിടെ വന്ന് കളക്ട് ആവും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഓക്കെ, അപ്പൊ നമുക്ക് ഇരുമ്പ് കിട്ടി, സാർ എന്തിനാ പിന്നെ ഈ പറഞ്ഞ ആളെ പറ്റി പറഞ്ഞത്? എന്തിനാ ഇവനെ ഇവിടെ ആഡ് ചെയ്തേ? ജോലിയുണ്ട്. ഇങ്ങനെ കിട്ടുന്ന ഈ പറയുന്ന Feക്കകത്ത് ഇപ്പോഴും എന്തുണ്ട്? സാൻഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതായത് SiO2 സൾഫർ ഡയോക്സൈഡ് പോലെയോ സിലിക്കൺ ഡയോക്സൈഡ് പോലെയുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. അപ്പൊ ഈ ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യണം? മാറ്റണം. അപ്പൊ ഈ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് കുറച്ച് അസിഡിക് സ്വഭാവമുള്ള ആൾക്കാരാണ്. എന്ത് സ്വഭാവമുള്ളവരാണ്? അസിഡിക് സ്വഭാവം. അപ്പൊ ഈ അസിഡിക് സ്വഭാവമുള്ളവരെ മാറ്റണമെങ്കിൽ ബേസിക് ആയിട്ട് ആൾ വേണം. ദേ കിടക്കുന്നു ബേസിക് CaCO3. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ CaCO3 ഉണ്ടല്ലോ, CaCO3 എന്ത് പറ്റും? ചൂടാവും, ഭയങ്കര ഹീറ്റ് അല്ലേ? ഹീറ്റ് ആവുമ്പോൾ ഇത് കാൽഷ്യം ഓക്സൈഡും അതുപോലെ തന്നെ CO2 ആയിട്ട് മാറും. നമുക്ക് ആവശ്യമുള്ള CO2 കിട്ടി, കാൽഷ്യം ഓക്സൈഡും കിട്ടും. ഈ കാൽഷ്യം ഓക്സൈഡ് എന്ത് ചെയ്യും? ഈ SiO2 റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? CaSiO3 ആയിട്ട് മാറും. എന്തായിട്ട് മാറും? CaSiO3 ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് നടക്കുന്നത്. ഒന്നും കൂടെ പറഞ്ഞു തന്നിട്ട് നമുക്ക് ടെക്സ്റ്റിലോട്ട് പോവാം. ഇപ്പൊ സംഭവത്തിന് എന്താ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇത് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആവശ്യം എന്താണ്? അയണിന്റെ ഓർ Fe2O3. ഇതിൽ നിന്നും നമുക്ക് എന്തുണ്ടാക്കണം? Fe ഉണ്ടാക്കണം. Fe ഉണ്ടാക്കണമെങ്കിൽ ഓക്സിജൻ റിമൂവ് ചെയ്യണം. ഓക്സിജൻ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? റെഡ്യൂസിങ് ഏജന്റ് വേണം. എന്ത് വേണം? റെഡ്യൂസിങ് ഏജന്റ് വേണം. അവൻ സ്വയം എന്ത് ചെയ്യും? ഓക്സിഡൈസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് നമുക്ക് കാർബൺ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അബൻഡന്റ് ആയിട്ടുള്ള സാധനം. പക്ഷെ അവനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. അപ്പൊ ഇവനെ നമ്മൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ മോണോക്സൈഡ് ആക്കി മാറ്റും. ഇവനാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ട് പോയിപ്പിക്കും. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന Fe2O3 എന്ന് പറയുന്ന ഹാമറ്റേറ്റിന്റെ കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിനോടൊപ്പം ഈ കോക്ക് എന്ന് പറയുന്ന കാർബണെയും പിന്നീട് നമുക്ക് ഈ ഇമ്പ്യൂരിറ്റി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് CaCO3യും കൂടി ഒരുമിച്ച് ഒരു പാത്രത്തിനകത്താക്കി വെച്ചിട്ട് ഈ പറയുന്ന താഴെ തീ കൊളുത്തും. എന്നിട്ട് എന്ത് പറ്റും? ഇവനെ താഴോട്ട് കടത്തിവിടും. അപ്പൊ ആദ്യം എന്ത് പറ്റും? ആദ്യം ഈ പറയുന്ന കാർബൺ റിയാക്ട് ചെയ്യും ഓക്സിജനുമായിട്ട്. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. അടുത്ത് ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കാർബണുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ മോണോ ഓക്സൈഡ് ആയിട്ട് മാറും. ഈ കാർബൺ മോണോക്സൈഡ് ആരുമായിട്ട് റിയാക്ട് ചെയ്യും? Fe2O3യുമായിട്ട് ഈ പറയുന്ന കാർബൺ മോണോക്സൈഡ് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് Feയും അതുപോലെ എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. അപ്പൊ ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കുക, ഇവിടെ ഇവിടെ 2 വേണ്ട, ഇവിടെ എന്ത് ചെയ്യുക? ഒരു 2 ഇട്ട് കൊടുക്കുക, ഇവിടെ ഓരോ 3 ഇട്ട് കൊടുക്കുക. ഇക്വേഷൻ എന്തായി? ബാലൻസ്. അങ്ങനെ നമുക്ക് ഇരുമ്പ് കിട്ടി. പക്ഷെ ഈ പറയുന്ന ഇരുമ്പ്, ഈ കിട്ടിയ ഇരുമ്പിനകത്ത് എന്തുണ്ട്? ഇമ്പ്യൂരിറ്റി ഉണ്ട്. നമ്മൾ അതിനെ ഗെയിഞ്ച് എന്ന് വിളിക്കും അല്ലെ? ഗെയിഞ്ച്, ഞാൻ ഗേജ് എന്നാണ് പറയുന്നത്, നിങ്ങൾ ഗേഞ്ച് എന്നോ എന്തോന്ന് വെച്ച് പറഞ്ഞു. അപ്പൊ ഇവനെ നമുക്ക് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അപ്പൊ ഇവനെ റിമൂവ് ചെയ്യാൻ വരുന്ന ആൾക്ക് നമ്മൾ ലോന പേര് പറഞ്ഞ് വിളിക്കും. അതാണ് ഫ്ലക്സ്. അവരാണ് ഫ്ലക്സ്. അപ്പൊ ഇവിടുത്തെ ഫ്ലക്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ മോളിൽ കൊടുക്കുന്ന ആൾ. അപ്പൊ എന്താ നടക്കുന്നത്? ഈ പറയുന്ന CaCO3 ഫ്ലക്സ് കറക്റ്റ് കാൽഷ്യം ഓക്സൈഡ് വരും. ഇവൻ ഹീറ്റിന്റെ പ്രസൻസിൽ CaO എന്ന കാൽഷ്യം ഓക്സൈഡും CO2 ആയിട്ട് മാറും. CO2 നല്ലതാ അല്ലെ? നമുക്ക് ഇവിടെ പറയുന്ന ആവശ്യത്തിന് CO2 ഉണ്ടാകുന്നത് നല്ലതാണ്. ബാക്കിയൊക്കെ ഇതുവഴി പുറത്തു വഴി എക്സിറ്റ് ആയി പോകും. അപ്പൊ ഈ പറയുന്ന റിയാക്ഷൻ ഏതാണ്? ഈ പറയുന്ന CaO ആരുമായിട്ട് റിയാക്ട് ചെയ്യും? നമ്മുടെ ഗെയിഞ്ച് ആയിട്ടുള്ള SiO2വുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, ഈ ഇമ്പ്യൂരിറ്റിയുടെ പേരാണ് സിലിക്കൺ, മണ്ണാണ്, സിലിക്കൺ ഡൈ ഓക്സൈഡ്. ഇവരുമായിട്ട് റിയാക്ട് ചെയ്ത് എന്താവും? CaSiO3 ആയിട്ട് മാറും. ഓക്കെ, ഈ പറയുന്ന സാധനത്തിനാണ് നമ്മൾ സ്ലാഗ് എന്ന് വിളിക്കും. സ്ലാഗ്. ഈ സ്ലാഗ് നമ്മുടെ ഇരുമ്പിനെക്കാളും ഉണ്ടല്ലോ, ഈ ഇരുമ്പിനെക്കാളും ഡെൻസിറ്റി കുറവാണ്. അപ്പൊ മോളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. നമുക്ക് ഇതുവഴി എന്ത് ചെയ്യാം? തുറന്നെടുത്ത് പുറത്താക്കാം. ഇത് മനസ്സിൽ വന്നിട്ട് നമുക്ക് ഇതിലോട്ട് പോകാം. അപ്പൊ നിങ്ങൾ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അയൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഭൂമിയുടെ ക്രസ്റ്റിന്റെ 5% കാണുന്ന സെക്കൻഡ് അബണ്ടന്റ് മെറ്റീരിയൽ ആണ് ഇരുമ്പ് എന്ന് പറയുന്നത്. ഇരുമ്പിന്റെ ഓറുകൾ 2 ഉണ്ട്. Fe2O3 എന്ന് പറയുന്ന ഹാമറ്റൈറ്റ്, അതുപോലെ Fe3O4 എന്ന് പറയുന്ന മാഗ്നറ്റൈറ്റ്. ഇതിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും, പൊടിച്ച് കഴുകിയെടുക്കും. വാഷിംഗ് ഇൻ ദ സ്റ്റീം ഓഫ് വാട്ടറും റോസ്റ്റിങ്ങും മാഗ്നറ്റിക് സെപ്പറേഷനും ഒക്കെ നടത്തി നമ്മൾ ഇതിനെ കുളിച്ച് കുട്ടപ്പനാക്കി എടുക്കും. എന്നിട്ട് നമ്മൾ ഇതിനെ റെഡ്യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എന്താണ്? ഈ പറയുന്ന അഡീഷണലി കിടക്കുന്ന ഓക്സിജൻ അല്ലേ, അവനെ റിമൂവ് ചെയ്യണം. അതിനല്ലേ റെഡ്യൂസിങ് എന്ന് പറയുന്നത്. റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആര് ഉപയോഗിക്കും? നമ്മൾ കോക്കിനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുകയാണ് കാർബൺ മോണോ ഓക്സൈഡിനെ ഉപയോഗിക്കും. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ പ്രോസസ്സ് എങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകും. അപ്പൊ എന്താ? ഫർണസ് നോക്കിക്കും, വ്യക്തമായിട്ട് അതിന്റെ സ്ട്രക്ചർ ഒന്നുകൂടി മനസ്സിലാക്കി. താഴെ തീ കത്തിക്കും. നമുക്ക് ഇതുവഴി ഹോട്ട് ബ്ലാസ്റ്റ് ഓഫ് ചൂട് എയർ വരും. കണ്ടോ? 2170, 1500 താഴോട്ട് വരുന്നതോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരും, അത് കൂടി വരും, മുകളിലോട്ട് ടെമ്പറേച്ചർ കുറഞ്ഞു പോകും. അതിന്റെ മുകളിലായിട്ട് ഒരു പാത്രത്തിനകത്ത് എന്ത് വെച്ചേക്കാണ്? മിക്സ്ചർ ഓഫ് ഓർ, അതായത് ഈ പറയുന്ന Fe2O3 പ്ലസ് കോക്ക് പ്ലസ് എന്താണ്? CaCO3. ഇതിനെ വിളിക്കുന്ന പേര് ചാർജർ. ഇതിനെ വിളിക്കുന്ന പേരാണ് ചാർജർ. ഓക്കെ, സോ അയൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ സ്റ്റീൽ ടവർ കോൾഡ് ബ്ലാസ്റ്റ് ഫർണസ്. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേര് ബ്ലാസ്റ്റ് ഫർണസ്. 25 to 30 മീറ്റർ ഉയരത്തിലാണുള്ളത്. ഇതിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ബ്രിക്സ് ഒക്കെ വെച്ചിട്ട് ഹീറ്റ് റെസിസ്റ്റന്റ് ആക്കി വെച്ചിട്ടുണ്ട്. പുറത്തോട്ട് ചൂട് പോകാൻ പാടില്ലല്ലോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ദ കോൺസെൻട്രേറ്റഡ് ഓർ മിക്സ്ഡ് വിത്ത് ലൈം സ്റ്റോൺ ആൻഡ് കോക്ക് ഈസ് ഫെഡ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഫർണസ് വയ കപ്പ് ആൻഡ് കോർ
കോൺ അറേഞ്ച്മെന്റ്. ഇതാണ് കപ്പ് ആൻഡ് കോൺ എന്ന് പറയുന്നത്. തുറക്കുമ്പോൾ താഴോട്ട് വീഴും. ഇതിനെയാണ് നമ്മൾ ചാർജ് എന്ന് വിളിക്കും. നമ്മൾ എന്ത് വിളിക്കും? ചാർജ് എന്ന് വിളിക്കും. കിട്ടിയല്ലോ. ഇനി അടുത്ത് നോക്കിയേ. ഹോട്ട് ബ്ലാസ്റ്റ് ഓഫ് എയർ ഈസ് ബ്ലോൺ ഇൻ ടു ദ ഫർണസ് ഫ്രം ദ ബോട്ടം. അതായത് ഈ പറയുന്ന ഫർണസിന്റെ വശത്തോട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോട്ട് എയറിനെ അടിച്ചു വിടുന്നു. അപ്പൊ എന്ത് പറ്റും? ആസ് ദ ചാർജ് ഡിസെൻഡ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഫർണസ്. ചാർജ് മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്ന സമയത്ത് പലതരം കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. അതിൽ ഒന്നാമത്തെ കെമിക്കൽ റിയാക്ഷൻ ആണ് കാർബൺ ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഹീറ്റ് ആയിട്ട് മാറും. കണ്ടോ, ഇതെന്താണ്? ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പൊ ചൂട് ഇവിടെ കൂട്ടും. താഴോട്ട് വരുന്നപ്പോൾ ചൂട് കൂടും. മനസ്സിലായല്ലോ. അടുത്ത പരിപാടി എന്താണ്? കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കാർബണുമായിട്ട് ചേർന്നിട്ട് ചൂടുമായിട്ട് ചേർന്നിട്ട് എന്തായിട്ട് മാറും? കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറും. ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ഇരുമ്പുമായിട്ട് ചേർന്നിട്ട് എന്തായിട്ട് മാറും? ഇരുമ്പായിട്ട് മാറും. ഓക്കെ. അപ്പൊ ഈ പറയുന്ന ഇരുമ്പ് എന്ന് പറയുന്നത് പ്യുവർ ആണോ? അല്ല. ഇതിനകത്ത് സിലിക്ക അല്ലെങ്കിൽ മണ്ണ് പോലെയുള്ള സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ സിലിക്ക എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു അസിഡിക് സബ്സ്റ്റൻസ് ആണ്. ഇതെന്ത് സബ്സ്റ്റൻസ് ആണ്? അസിഡിക് സബ്സ്റ്റൻസ് ആണ്. അപ്പൊ ഇതിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫ്ലക്സ് ആവശ്യമാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഗെയിഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ മാറ്റാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്ന അസിഡിക് നേച്ചർ ആയതുകൊണ്ട് ബേസിക് ആയ സബ്സ്റ്റൻസ് ഉപയോഗിക്കും. അതാണ് ആര്? നമ്മളിപ്പോൾ പറഞ്ഞ ആള്. ഓക്കെ. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരും. ആരൊക്കെ? ഈ പറയുന്ന ഗെയിഞ്ചും ഫ്ലക്സും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? നമുക്ക് കിട്ടുന്നതാണ് സ്ലാഗ്. അപ്പൊ എന്താണ്? ഹൈ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യുമ്പോൾ ലൈം സ്റ്റോൺ ഡീകമ്പോസ് ചെയ്ത് ക്യുക്ക് ആയിട്ട് മാറും. അതായത് CaCO3 മാറിയിട്ട് CaOയും CO2 ആയിട്ട് മാറും. ഈ CaO, ഓക്കെ, ദീസ് കാൽഷ്യം ഓക്സൈഡ് റിയാക്ട് വിത്ത് സാൻഡ് ഫോമിങ് കാൽഷ്യം സിലിക്കേറ്റ് അഥവാ സ്ലാഗ്. അപ്പൊ ഇവിടുത്തെ ഫ്ലക്സ് കറക്റ്റ് പറഞ്ഞ കാൽഷ്യം ഓക്സൈഡ് ആണ്. അവനെ കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ടാണ് ലൈം സ്റ്റോൺ എടുത്തത്. SiO2 ആയിട്ട് ചേർത്തിട്ട് CaSiO3 ആയിട്ട് മാറും ഈ സ്ലാഗ്. ഈ സ്ലാഗ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു ചോദ്യം നോക്കടാ. ഇപ്പൊ നമുക്ക് കിട്ടിയ ഫ്ലക്സ് എന്ന് പറയുന്ന SiO2 അസിഡിക് ആയതുകൊണ്ട് ബേസ് ഉപയോഗിച്ചു. ഇനി ഇത് ബേസിക് ആയതെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിച്ചേനെ? അസിഡിക് ആയ വസ്തുവിനെ ഉപയോഗിച്ചേനെ. മറക്കരുത്. ഇനി ഇത് പറഞ്ഞല്ലോ, ഇതെന്താണ്? നമ്മൾ ഇതിനേക്കാളും ലെസ് ഡെൻസ് ആണ്. അതായത് സ്ലാഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇരുമ്പിനേക്കാളും ലെസ് ഡെൻസ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഫ്ലോട്ട് ചെയ്യും. അതായത് പടത്തിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. കണ്ടോ, കണ്ടോ, ഇമ്പ്യൂർ ആയിട്ടുള്ളവന് നമ്മൾ സ്ലാഗിന് ഡെൻസിറ്റി കുറവായിട്ട് മുകളിൽ നിന്ന് റിമൂവ് ചെയ്യും. മോൾട്ടൺ ആയിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടും, താഴേന്ന് കിട്ടും. സോ ദീസ് ആർ റിമൂവ്ഡ് അറ്റ് എ റെഗുലർ ഇന്റർവെൽ ത്രൂ സെപ്പറേറ്റ് ട്യൂബ് ഓർ ടാപ്പ്. സ്ലാഗ് പിന്നെ എന്തിനു ഉപയോഗിക്കും? ഈ കിട്ടുന്ന സിലിക്ക എന്ന് പറയുന്ന സിമെന്റുമായിട്ട് അല്ലെ, നമ്മൾ പിന്നീട് സിമെന്റ് പ്രൊഡക്ഷനും കൺസ്ട്രക്ഷനും വേണ്ടിയിട്ട് ഇതിനെ യൂസ് ചെയ്യും. അങ്ങനെ നമുക്ക് കിട്ടിയ ഇരുമ്പുണ്ടല്ലോ, അവസാനം കിട്ടിയ ഇരുമ്പ്. ഈ ഇരുമ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും 4% കാർബൺ കാണുമേ. ഇതിനെ നമ്മൾ പിഗ് അയൺ എന്ന് വിളിക്കും. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആണ്, ഭയങ്കരമായിട്ട് ചോദിക്കും. എന്താണ് പിഗ് അയൺ? 4% കാർബൺ ഉണ്ടെങ്കിൽ പിഗ് അയൺ. അത്ര പ്യുവർ ഫോം ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിന് നമ്മൾ വീണ്ടും പ്യൂരിഫൈ ചെയ്ത് വെറും 2% കാർബൺ ആക്കി മാറ്റുമ്പോൾ നമുക്ക് അതിന് ഈസി ആയിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? കാസ്റ്റ് അയൺ എന്ന് വിളിക്കും. 2% കാർബൺ. ഇനി വീണ്ടും ശുദ്ധീകരിച്ച് വെറും 0.2 to 0.5% കാർബൺ മാത്രമുള്ള ഇരുമ്പിനെ നമ്മൾ റോട്ട് അയൺ എന്നാണ് വിളിക്കുന്നത്. ഇത് ഓരോന്നും ഓരോ പർപ്പസിനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? കയറ്റി അയക്കുകയും ചെയ്യും. അപ്പൊ നോക്കടാ, എന്താ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ഇരുമ്പ് എന്ന് പറയുന്നത് അല്ലെ, നമുക്ക് പല ഫോമിൽ കിട്ടും. അതായത് ഈ പ്യൂരിറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഇരുമ്പിനെ പിഗ് അയണെന്നും കാസ്റ്റ് അയണെന്നും റോട്ട് അയണെന്നും ഒക്കെ പറഞ്ഞ് നമുക്ക് വിളിക്കാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന ഈ പറയുന്ന ഇരുമ്പ് ഡയറക്റ്റായിട്ട് എടുത്ത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിളായ കാര്യമല്ല. ഉപയോഗിക്കാറുണ്ട് ഇൻഡസ്ട്രികളിൽ മറ്റ് പല സാധനങ്ങളും നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോമിലോട്ട് ഈ പറയുന്ന ഡയറക്റ്റ് ഇരുമ്പിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിളായ കാര്യമല്ല. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ഒരു അലോയിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ വീട്ടിൽ നമ്മൾ ഇരുമ്പിൻ്റെ പാത്രങ്ങളാണോ അതോ സ്റ്റീൽ പാത്രങ്ങളാണോ കൂടുതൽ ഉപയോഗിക്കുന്നത്? സ്റ്റീൽ എന്ന് പറയും അല്ലേ. അപ്പോൾ സ്റ്റീൽ എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ ഒരു അലോയിയാണ്. ഈ പറയുന്ന ഇരുമ്പിനകത്ത് കാർബൺ കണ്ടന്റ് ഉള്ള ഒരു അലോയി ഓഫ് അയൺ ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റീൽ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ 0.05 to 1.5% വരെ കാർബണാണ് ഈ പറയുന്ന സ്റ്റീലിൽ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ പിഗ് അയൺ, ഇതൊന്നും ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടും. ഇതിന് ഡയറക്റ്റായിട്ട് എടുത്ത് നമുക്ക് ഈ പറഞ്ഞ അടിച്ചു പരത്തി വേറെ ഷേപ്പിലാക്കാനോ വെൽഡ് ചെയ്യാനോ അതൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനത്തെ ഫോമിലുള്ളതാണല്ലോ നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഇൻഡസ്ട്രിയൽ പർപ്പസിന് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. എന്നാൽ ഈ പറയുന്ന ഇരുമ്പിൻ്റെ അലോയി ആയിട്ടുള്ള സ്റ്റീലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോർമൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റീൽ എന്ന് വെച്ചാൽ എന്താണെന്നറിയാലോ? സ്റ്റീൽ ഈസ് എൻ അലോയി ഓഫ് അയൺ ആൻഡ് കാർബൺ ടിപ്പിക്കലി കണ്ടെയ്നിങ് 0.5 to 1.5% കാർബൺ. അത് ഉള്ളത് കൊണ്ട് ഗുണം എന്താണ്? ഗീവ്സ് ഇറ്റ് സ്ട്രെങ്ത്, വേഴ്സിറ്റാലിറ്റി ഫോർ ഇൻഡസ്ട്രിയൽ യൂസ്, അൺലൈക്ക് പിഗ് അയൺ ഫ്രം ബ്ലാസ്റ്റ് ഫർണസ് വിച്ച് ഈസ് ബ്രിട്ടിൽ ഡ്യൂ ടു ഹൈ കാർബൺ കണ്ടന്റ്. അല്ലെ, ഹൈ കാർബൺ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ബ്രിട്ടിലാണ്, പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ നമുക്കിങ്ങനെ അടിച്ചു പരത്തി ഷീറ്റാക്കാനോ വലിച്ചു നൂലാക്കാനോ പറ്റത്തില്ല. ആരെ? സാധാരണ ഇരുമ്പിലെ.
അപ്പോൾ നമ്മളതിനെ കാർബണുള്ള അലോയ് ഓഫ് സ്റ്റീലാക്കി മാറ്റും, അല്ലെങ്കിൽ അലോയ് സ്റ്റീലാക്കി മാറ്റും. അതിലൂടെ നമുക്കതിനെ വെൽഡബിൾ ആക്കാൻ പറ്റും, അതിനെ ടഫാക്കാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ടും പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എത്രത്തോളം കാർബൺ അടങ്ങിയിട്ടുണ്ട് ഈ പറയുന്ന സ്റ്റീലിൽ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി സ്റ്റീലിനെ 3ആയി ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1 മൈൽഡ് സ്റ്റീല്, 2 മീഡിയം സ്റ്റീല്, 3 ഹൈ കാർബൺ സ്റ്റീൽ. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ കാർബൺ ഉള്ളൂ. 0.05 തൊട്ട് 0.2 വരെയാണെങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും? മൈൽഡ് സ്റ്റീൽ എന്ന് വിളിക്കും. അപ്പോൾ കാർബൺ കണ്ടന്റ് കുറവായത് കൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ കാർബൺ കണ്ടന്റ് കൂടുതലായത് കൊണ്ടാണ് അത് ബ്രിട്ടിലായി പോയത്, പൊട്ടിപ്പോകുന്നത്. അപ്പോൾ കാർബൺ കണ്ടന്റ് കുറവാകുമ്പോൾ അത് ലെസ് ബ്രിട്ടിലാവും. ബ്രിട്ടിൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രിട്ടിൽ അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? നമുക്കതിനെ ഈസി ആയിട്ട് നൂലുകളായിട്ടോ അടിച്ചു പരത്തി ഷീറ്റുകളായിട്ടോ ഒക്കെ മാറ്റാൻ പറ്റും. കുറച്ച് ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ കിട്ടുമെന്ന് പറയാൻ പറ്റും അല്ലേ. സ്ട്രോങ് ആണ്, ഹാർഡാണ്. എന്തിനാണ്? അഗ്രികൾച്ചറൽ ടൂൾസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിന് എന്ത് ചെയ്യാൻ പറ്റും? ഡ്രോൺ ഇൻ ടു വയേഴ്സ്, നൂല് പോലെ വലിച്ചു നീട്ടാനോ അല്ലെങ്കിൽ അടിച്ചു പരത്തി ഷീറ്റാക്കാനോ പറ്റും. ആരെ? മൈൽഡ് സ്റ്റീലിന്. 0.05 തൊട്ട് 0.2% വരെയാണ് കാർബൺ ഉള്ളത്. അടുത്ത് വരുന്നതാണ് മീഡിയം സ്റ്റീല്. 0.2 തൊട്ട് 0.6% വരെ കാർബൺ. ഹാർഡാണ്. ഞാൻ ഹൈ എന്ന് പറഞ്ഞു അല്ലേ. ഹൈലി ഹാർഡ്നെസ് ഉള്ളവയാണ്. കൺസ്ട്രക്ഷൻ ഓഫ് റെയിൽവേ ട്രാക്കുകൾ, ഹാൻഡ് റെയിലുകൾ, റാഫ്റ്റേഴ്സ്. എന്താ റാഫ്റ്റേഴ്സ്? നമ്മളെ മേൽക്കൂരയിൽ നമ്മൾ അല്ലേ ഇങ്ങനെ പട്ടിക എന്നൊക്കെ പറയും. ഇതിങ്ങനെ മേൽക്കൂരയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീൽ പൈപ്പുകൾ വയ്ക്കത്തില്ല, അതാണ് റാഫ്റ്റേഴ്സ്. അപ്പോൾ ഇതൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് മീഡിയം സ്റ്റീലാണ്. പിന്നെ വരുന്നു ഹൈ കാർബൺ സ്റ്റീൽ. 0.6 തൊട്ട് 1.5% വരെ. വെരി ഹൈ ഇലാസ്റ്റിസിറ്റി ആൻഡ് ഹാർഡ്നെസ്. അതായത് ഇലാസ്റ്റിസിറ്റിയും കൂടുതലാണ്, ഹാർഡ്നെസ്സും കൂടുതലാണ്. സാധാരണ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, സ്പ്രിങ്, നൈഫ്സ്, ഡ്രിൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഡ്രിൽ ബിറ്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ കാർബൺ സ്റ്റീലിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ പഠിച്ച പോയിന്റുകൾ ഒന്നുകൂടി പറഞ്ഞേ. ഇരുമ്പിനെ നമുക്ക് ഡയറക്റ്റായിട്ട് എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അത് ബ്രിട്ടിലായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ അതിനകത്തുള്ള കാർബൺ കണ്ടൻറ്റ് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കതിനെ മറ്റൊരു വസ്തുവാക്കി മാറ്റാം. അതിൻ്റെ പേരാണ് സ്റ്റീല്. ഈ സ്റ്റീലിനകത്ത് 0.05 തൊട്ട് 1.5% വരെ കാർബൺ കാണത്തുള്ളൂ. അതുള്ളത് കൊണ്ട് തന്നെ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് കുറച്ചുകൂടി ലെസ് ബ്രിട്ടിലാകാൻ പറ്റും, നമുക്കതിനെ നൂല് പോലെ വലിച്ചു നീട്ടാൻ പറ്റും, മറ്റുപയോഗങ്ങൾക്കും പറ്റും. അപ്പോൾ എത്ര കാർബൺ ഉണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി സ്റ്റീലിനെ നമുക്ക് 3ആയി തിരിക്കാം. മൈൽഡ് സ്റ്റീല്, മീഡിയം സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീൽ. പറഞ്ഞേ, മൈൽഡ് സ്റ്റീല്, മീഡിയം സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീൽ. മൈൽഡ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ അളവിലെ കാർബൺ ഉള്ളൂ. 0.05 തൊട്ട് 0.2 വരെ. നമുക്കതിനെ വയറുകളായിട്ടും ഷീറ്റുകളായിട്ടും അടിച്ച് പരത്തിയെടുക്കാനായിട്ട് പറ്റും. അഗ്രികൾച്ചറൽ ടൂൾസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് മൈൽഡ് സ്റ്റീലാണ്. അപ്പോൾ മൈൽഡ് എന്ന് കേൾക്കുന്നത് നമുക്ക് വൈൽഡ് എന്നൊരു വാക്കുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റും അല്ലേ. വൈൽഡ് എന്ന് പറയുമ്പോൾ വനം എന്ന് പറയുമ്പോൾ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അഗ്രികൾച്ചറൽ ടൂൾസ് ഉണ്ടാക്കാനായിട്ട് മൈൽഡ് സ്റ്റീലും. മീഡിയം സ്റ്റീൽ എന്ന് പറയുമ്പോഴത്തേക്കും 0.2 തൊട്ട് 0.6 വരെയാണ് കാർബൺ കണ്ടന്റ് ഉള്ളത്. ഹൈ ഹാർഡ്നെസ് ആണ്. അപ്പോൾ ഹാർഡ്നെസ് കൂടിയത് കൊണ്ട് തന്നെ റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഹാൻഡ് റെയിലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ റാഫ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ മേൽക്കൂരയുടെ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മീഡിയം സ്റ്റീലിന് ഉപയോഗിക്കും. ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ സ്റ്റാൻഡേർഡ് കാര്യങ്ങൾക്കായിരിക്കും ഉപയോഗിക്കുന്നത്. എന്തൊക്കെയായിരിക്കും? സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലേ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അല്ലേ. സ്പ്രിങ് അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കത്തികൾ, ഡ്രില്ലുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഹൈ കാർബൺ സ്റ്റീൽ. 0.6 തൊട്ട് 1.5 വരെ. തീർന്നു, സ്റ്റീൽ തീർന്നു, സെറ്റ് അല്ലേ. അപ്പോൾ മീഡിയം സ്റ്റീല്, മൈൽഡ് സ്റ്റീല്, മീഡിയം സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീൽ. ഓക്കെ, ഇനി അടുത്ത് എന്താണ് ഈ അലോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, ഇപ്പോൾ അലോയികളെന്ന് ഞാൻ പറഞ്ഞു, കാർബൺ അല്ല ഇരുമ്പും ചേർന്ന അലോയ്. അപ്പോൾ അലോയ് സ്റ്റീൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കാർബണും ഇരുമ്പും ചേർന്നിട്ടുള്ള ഇരുമ്പ്, അതിനാണല്ലോ സ്റ്റീൽ എന്ന് വിളിക്കുന്നത്. ആ സ്റ്റീൽ തന്നെ നമ്മൾ അതിനകത്ത് ചില പുതിയ പ്രോപ്പർട്ടീസ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റ് പല നോൺ മെറ്റലുകളെയും കൂടെ ആഡ് ചെയ്യും. ആരെയൊക്കെ ആഡ് ചെയ്യും? സാധാരണഗതിയിൽ കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ് പോലുള്ള ആൾക്കാരെ ആഡ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു മെറ്റലിനോടൊപ്പം മറ്റൊരു നോൺ മെറ്റലിനെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വസ്തുവാണ് അലോയി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അലോയിസ് ആർ മിക്സ്ചേഴ്സ് ഓഫ് 2 or more മെറ്റൽസ്. ഒന്നോ അതിലധികം മെറ്റലോ നമ്മൾ എന്ത് ചെയ്യും? മിക്സ് ചെയ്യും. നോൺ മെറ്റൽസ് ലൈക്ക് കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് അലോയ്സ് അല്ലേ. അപ്പോൾ ചില പ്രത്യേക പ്രോപ്പർട്ടീസ് കിട്ടാൻ വേണ്ടി നമ്മൾ നോൺ മെറ്റൽ ഉപയോഗിക്കും. അപ്പോൾ മെറ്റലുകളുടെ ലോഹ സംഗ്രഹം അങ്ങനെയല്ലേ നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ഒന്നിലധികം മെറ്റലുകൾ ചേർത്തിട്ടോ അല്ലെങ്കിൽ മെറ്റലിനോടൊപ്പം നോൺ മെറ്റൽ ചേർത്തിട്ടോ, ഇപ്പോൾ നമുക്ക് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി. സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയണും കാർബണും ആണ് അല്ലേ. അയൺ എന്ന് പറയുന്നത് മെറ്റൽ, കാർബൺ എന്ന് പറയുന്നത് നോൺ മെറ്റൽ. അപ്പോൾ അങ്ങനെ
ഒന്നുകിൽ മെറ്റലും അല്ലെങ്കിൽ മെറ്റലും നോൺ മെറ്റലും ഒക്കെ ചേർത്ത് മിക്സ് ആയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് അലോയ് എന്ന് പറയുന്നത്. അലോയ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റീലിനോടൊപ്പം നമുക്ക് ഹാർഡ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേ ആൾക്കാർ ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നോക്കി, സ്റ്റെയിൻലെസ് സ്റ്റീൽ, നിങ്ങളുടെ വീട്ടിലെ പാത്രങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഈ പറയുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? അയൺ ഉണ്ട്, കാർബൺ ഉണ്ട്, അതിന് മാറ്റമൊന്നുമില്ല. പിന്നെ ആരൊക്കെയുണ്ട്? നിക്കലും ക്രോമിയവും. അപ്പോൾ നമ്മൾ എവിടെയോ ഈ നിക്കൽ ക്രോമിയം പഠിച്ചല്ലോ. എവിടെ പഠിച്ചു? നിക്രോമിനകത്ത് പഠിച്ചു അല്ലേ? നിക്രോം ഒരു അലോയ് ആണ് അല്ലേ? നമ്മൾ ഹീറ്റിംഗ് എലമെന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നിക്രോം, നിക്കൽ, ക്രോമിയം, അയൺ. അപ്പോൾ ഈ പറയുന്ന നിക്കലും ക്രോമിയവും തന്നെ ഇവിടെയും വരും, സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിനകത്തും നിക്രോമിനകത്തുള്ള രണ്ടുപേരുണ്ടെന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അയൺ എന്തായാലും കാണും, കാർബൺ കാണും, അതെല്ലാത്തിനകത്തും ഉണ്ടാകും. അതുകൊണ്ടല്ലേ അതിനെ സ്റ്റീൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെയിൻ ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ തുരുമ്പിക്കാതിരിക്കാൻ നിക്കലിനെയും ക്രോമിയത്തിനെയും കൂടെ ആഡ് ചെയ്യും. കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്, നമ്മുടെ വീട്ടു ഉപകരണങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. മാംഗനീസ് സ്റ്റീൽ, പേര് തന്നെ ഉണ്ട്, അയണും കാർബണും ഉണ്ടല്ലോ, പിന്നെ മാംഗനീസും കൂടെ ഉണ്ട്. അടുത്ത് സിലിക്കൺ സ്റ്റീൽ, അയണും കാർബണും ഉണ്ടല്ലോ, കൂടെ സിലിക്കണും കൂടെ ഉണ്ട്. അപ്പോൾ എന്താണ് മാംഗനീസ് സ്റ്റീലിൻ്റെ ഉപയോഗം? ഹാർഡ്നെസ് ഹൈ ആണ്. ഡ്രില്ലുകൾ, സേഫുകൾ, അതായത് നമ്മുടെ ഈ പറയുന്ന ലോക്കറുകൾ, പ്ലേറ്റുകൾ, റെയിൽവേ ട്രാക്കുകളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയും സാറേ ഇപ്പോൾ കുറച്ച് മുമ്പ് മൈൽഡ് സ്റ്റീൽ ഇത് പറഞ്ഞല്ലോ. മൈൽഡ് സ്റ്റീലുണ്ട്, ആ മൈൽഡ് സ്റ്റീലിനകത്ത് തന്നെ നമ്മൾ അല്പം കൂടി മാംഗനീസ് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ സംഭവം സെയിം തന്നെയാണ്. ഓക്കെ. അടുത്ത് സിലിക്കൺ സ്റ്റീൽ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന് വിളിക്കും. അതായത് ഇത് ഇലക്ട്രിക്കൽ ലോസ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കും? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള മോട്ടോർ, ജനറേറ്റർ, ട്രാൻസ്ഫോർമറുകളുടെയൊക്കെ കോർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് സിലിക്കൺ സ്റ്റീലാണ്. അപ്പോൾ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അയണും കാർബണും ചേർന്നുള്ള അലോയ്. അതിനോടൊപ്പം ചില പ്രോപ്പർട്ടീസ് കിട്ടാനായിട്ട് നമ്മൾ മറ്റുള്ള ആൾക്കാരെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് എന്ത് വിളിക്കും? അലോയ് സ്റ്റീൽ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അലോയ് സ്റ്റീൽ എന്ന് വിളിക്കും. അപ്പോൾ ഇനി അലോയ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. അലോയ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഒന്നിലധികം മെറ്റലുകളോ മെറ്റലും നോൺ മെറ്റലുകളോ ചേർത്തുണ്ടാക്കുന്നതാണ് അലോയ് എന്ന് പറയുന്നത്. അങ്ങനെ സ്റ്റീൽ എന്ന് പറയുന്ന അലോയ് തന്നെയാണ്. അതിൽ വീണ്ടും നമ്മൾ നോൺ മെറ്റൽ ആഡ് ചെയ്യുമ്പോൾ അതിന് വേറെ കുറേ പുതിയ പ്രോപ്പർട്ടികൾ കിട്ടും. എന്തൊക്കെ കിട്ടും? ക്രോമിയോ നിക്കലും ആഡ് ചെയ്യുമ്പോൾ അതെന്താവും? കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിട്ട് മാറും. മാംഗനീസ് ആഡ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഹാർഡായിട്ട് മാറും. സിലിക്കൺ ആഡ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഇലക്ട്രിക്കൽ ലോസ് കുറയ്ക്കുന്നതായിട്ട് മാറും. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ സ്റ്റീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളിന്ന് സ്റ്റീലിനോടൊപ്പം തന്നെ സിങ്കിൻ്റെ കാര്യം കൂടെ പഠിച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ സിങ്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എവിടെയോ സിങ്ക് പഠിച്ചല്ലോ. എവിടെ പഠിച്ചു പറ? എവിടെയോ ഒരിടത്ത് പഠിച്ചു അല്ലേ? ഞാനൊരു കോഡും പറഞ്ഞു തന്നു. സിങ്കിൽ നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോയി കളയും എന്ന് പറഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താണ് സംഭവം? സിങ്കിൻ്റെ ഓർ അല്ലേ? അപ്പോൾ സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ എന്തായാലും ഒരു അത്യാവശ്യം മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ സിങ്കിനെ നമുക്ക് പ്രകൃതിയിൽ ഡയറക്റ്റ് ആയിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സിങ്ക് എന്ന് പറയുന്നത് സിങ്കിൻ്റെ ഓറിലാണ് കാണുന്നത്. സിങ്കിന് 2 ഓറുകളാണ് ഉള്ളത്. ഒന്ന് സൾഫേറ്റ് അല്ലെങ്കിൽ സൾഫൈഡ് ഓറും ഉണ്ട്, ഒരു കാർബണേറ്റ് ഓറും ഉണ്ട്. അപ്പോൾ സിങ്കിൻ്റെ സൾഫൈഡ് ഓറിൻ്റെ പേരാണ് എന്ത്? സിങ്ക് ബ്ലെൻഡ്. എന്താണ്? സിങ്ക് ബ്ലെൻഡ്, അതായത് ZNS, സിങ്ക് ബ്ലെൻഡ്. കാർബണേറ്റ് ഓർ ഓഫ് സിങ്ക് എന്ന് പറയുന്നത് എന്താണ്? അതാണ് കലാമിൻ. ഞാൻ കൊണ്ട് കളയാൻ പറഞ്ഞു വന്ന കോഡ് ഓർക്കുന്നുണ്ടോ? അതായത് ZnCO3, സിങ്ക് കാർബണേറ്റ്. CO3 കാർബണേറ്റ് എന്നറിയാമല്ലോ. അടുത്ത് കോമൺ നെയിം എന്ന് പറയുന്നത് സിങ്ക് ബ്ലെൻഡ്. കെമിക്കൽ ഫോർമുല സിങ്ക് സൾഫൈഡ്. കോമൺ നെയിം എന്ന് പറയുന്നത് കലാമിൻ. കെമിക്കൽ ഫോർമുല ZnCO3. കോൺസെൻട്രേഷൻ മെത്തേഡ്. കോൺസെൻട്രേഷൻ മെത്തേഡ് എവിടെയോ പഠിച്ചല്ലോ? ഇല്ല, പഠിച്ചില്ലേ? പഠിച്ചു. എന്ത് പഠിച്ചു? കോൺസെൻട്രേഷൻ ഞാൻ നിങ്ങൾക്കൊരു കോഡ് പറഞ്ഞു തന്നു. സർഫിട്ട് പതപ്പിക്കുക എന്ന് പറഞ്ഞു തന്നു. സൾഫൈഡുള്ള ഓറുകളെ നമുക്ക് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വഴി മാറ്റാൻ പറ്റുമെന്നായിരുന്നു അന്ന് പറഞ്ഞു തന്നത്. ദേ കിടക്കുന്നു, സൾഫൈഡ് അല്ലേ? അപ്പോൾ ഇവന് പ്യൂരിഫൈ ഉള്ളത് എന്തായിരിക്കും? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫ്രോത്ത് ഫ്ലോട്ടേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവനെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് പറ്റും. തീർന്നു, പരിപാടി തീർന്നില്ലേ? അപ്പോൾ സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആണ്, അതുകൊണ്ട് പ്രകൃതി ഡയറക്റ്റായിട്ട് കാണത്തില്ല. ഒന്നുകിൽ സൾഫൈഡുമായിട്ട് ചേർന്ന് സിങ്ക് സൾഫൈഡ് ആയിട്ടുള്ള സിങ്ക് ബ്ലെൻഡ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ കാർബണേറ്റുമായിട്ട് ചേർന്നിട്ട് കലാമിനായിട്ടായിരിക്കും സിങ്ക് കാണപ്പെടുന്നത്. ഫ്രോത്ത് ഫ്ലോട്ടേഷനിലൂടെ നമുക്ക് അവനെ കോൺസെൻട്രേറ്റ് ചെയ്യും. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴുകി കുളിച്ച് കുട്ടപ്പനാക്കി നമ്മൾ സിങ്കിനെ കൊണ്ടുവന്ന് വെച്ചാൽ ആ സിങ്കിൽ അപ്പോഴും കൊണ്ടല്ലോ കാർബണേറ്റും സൾഫൈഡും. അവനെ നമുക്ക് മാറ്റണ്ടേ? അതിനല്ലേ നമ്മൾ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോഡറേറ്റ്ലി റിയാക്റ്റീവ് ആയിട്ടുള്ള സിങ്ക് പോലെയുള്ള ആളെ നമ്മൾ കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? 2 രീതി പറഞ്ഞല്ലേ? എന്തൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന എക്സ്ട്രാക്ഷൻ? 2 രീതി പറഞ്ഞല്ലോ. എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ആദ്യം ഓക്സൈഡ് ആക്കി മാറ്റണം. ഓർക്കുന്നുണ്ടോ? അതിനുശേഷം അതിനെ നമ്മൾ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഓക്സൈഡ് ആക്കി മാറ്റുക? അതിനുണ്ടല്ലോ 2 മെത്തേഡ്. കാർബണേറ്റുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും?
ഓക്സിജൻ ഇല്ലാണ്ട് ചൂടാക്കും, കാൽസിനേഷൻ എന്ന് വിളിക്കും. ഇനി ഈ പറയുന്ന ഓക്സിജൻ ഇല്ലാത്ത സൾഫർ ഓറൊക്കെ ആണെങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്യും? ഓക്സിജൻ്റെ പ്രസൻസ് ചൂടാക്കും, റോസ്റ്റിംഗ്. ഇത് രണ്ടും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവരുടെ നിശ്ചിതമായിട്ടുള്ള ഓക്സൈഡ് കിട്ടും. തൊട്ട് ഇന്നത്തെ ക്ലാസ് കണ്ടവർക്ക് ഓർമ്മയുണ്ടാകും, അല്ലാത്തവൻ നോക്കിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ നോക്കിക്കേ, വാട്ട് ആർ ദ പ്രോസസ് യൂസ്ഡ് ടു ഡു ദ കൺവേർഷൻ ഓഫ് സിങ്ക് ഓർ ടു സിങ്ക് ഓക്സൈഡ്. അപ്പോൾ ഒന്ന് ഞാൻ പറയുന്നു, എന്താണ്? റോസ്റ്റിംഗ് അല്ലേ. എന്താണ് റോസ്റ്റിംഗ്? അതായത് ഈ പറയുന്ന സിങ്ക് സൾഫൈഡിനെ നമ്മൾ ഓക്സിജൻ്റെ പ്രസൻസിൽ ചൂടാക്കുമ്പോൾ സിങ്ക് ഓക്സൈഡും സൾഫർ ഡയോക്സൈഡും കിട്ടും. അടുത്ത രണ്ടാമത്തെയാണ് എന്ത്, ഞാൻ താഴെ എഴുതാം, കാൽസിനേഷൻ അല്ലേ. എന്താണ് കാൽസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സിങ്ക് കാർബണേറ്റിനെ നമ്മൾ ഓക്സിജൻ ഇല്ലാണ്ട് ചൂടാക്കുമ്പോൾ സിങ്ക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. ഇന്നത്തെ ക്ലാസ് കണ്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് വരണേ, നമ്മളവിടെ വിശദമായിട്ട് പഠിച്ചതാണ്. ഒരു മെറ്റലിനെ നമ്മൾ കിട്ടി, അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴുകി മിനുക്കി കൊണ്ടുവന്നാൽ അതിനെ ആദ്യം നമ്മൾ ഓക്സൈഡ് ആക്കി മാറ്റണം, എന്നിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. ഇപ്പം എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്? കിടക്കുന്നു, കോക്ക് പോലെയുള്ള ആളെ വെച്ചിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യും. കാർബൺ ഒരു നല്ല റെഡ്യൂസിങ് ഏജന്റ് ആണ് അല്ലേ. ഓക്സിജനുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും കാർബൺ, അതും പഠിച്ചതാണ്. അപ്പോൾ എന്ത് പറ്റും? ഈ സിങ്ക് ഓക്സൈഡും കാർബൺ അഥവാ കോക്ക് എന്നുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? സിങ്കും അതുപോലെ കാർബൺ മോണോക്സൈഡും കിട്ടും. ഇനി ഈ കിട്ടുന്ന കാര്യം പിന്നെ മാറ്റം എളുപ്പമാണ്. നമ്മുടെ സിങ്ക് എന്ന് പറയുന്നത് ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള ഒരാളാണ്, അതുകൊണ്ട് അത് എളുപ്പം എന്ത് ചെയ്യും? വേപ്പറൈസ് ചെയ്ത് പോകും ഹൈ ടെമ്പറേച്ചറിൽ. അപ്പോൾ നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന വേപ്പറിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ, എവിടെ പഠിച്ചു? ഫ്ലാസ്ക് ഒക്കെ വെച്ച് നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ അതിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്യൂരിഫൈഡ് സിങ്ക് കിട്ടും. ആ സിങ്കിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ എവിടെയൊക്കെ അത് ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ ഈ പറയുന്ന യൂസ്ഡ് ഇൻ ഗാൽവനൈസിങ് സ്റ്റീൽ. അതായത് എന്താ സംഭവം? ഈ സ്റ്റീലുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ ഒരു കോട്ടിങ് കൊടുക്കുക, അതിനാണ് ഗാൽവനൈസിങ് എന്ന് പറയുന്നത്. അതുപോലെ ബ്രാസ് എന്ന് പറയുന്ന അലോയിലെ ഒരു കമ്പോണൻ്റ് ആണ് സിങ്ക്. കോപ്പറും സിങ്കും കൂടി ചേർന്നുണ്ടാകുന്ന ഒരു അലോയിയാണ് എന്ത്? ബ്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാറ്ററികൾ, മറ്റ് അലോയികൾ, കെമിക്കൽ കോമ്പൗണ്ടുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സിങ്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബ്രാസ് സിങ്കിൻ്റെ അലോയിയാണ്, പ്രൊഡക്ഷൻ ഓഫ് സിങ്ക്, മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെറ്റലാണ് കോപ്പർ എന്ന് പറഞ്ഞാൽ Cu. അപ്പോൾ നമ്മൾ ഏത് മെറ്റലിൻ്റെ എക്സ്ട്രാക്ഷൻ പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം അറിയേണ്ടത് ഈ പറയുന്ന മെറ്റലിൻ്റെ, ഏത് മെറ്റലും ആയിക്കോട്ടെ, അതിൻ്റെ ഓറിൻ്റെ പേരെന്താണ്, ഈ ഓറിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്നത്, അടുത്ത് ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന മെറ്റലിനെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത്, 4, ഈ മെറ്റലിനെ എങ്ങനെയാണ് നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത് എന്നിങ്ങനെ 4 ഹെഡിങ്ങുകളാക്കി വെച്ച് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പറിലോട്ട് നമുക്ക് വരാം. അപ്പോൾ കോപ്പർ കാണപ്പെടുന്ന അല്ലെങ്കിൽ കോപ്പർ കിട്ടുന്ന ഓറുകൾ ഏതൊക്കെയാണ്? 2 എണ്ണമാണ്, കോപ്പർ പൈറൈറ്റ്സും കോപ്പർ ഗ്ലാൻസും. അപ്പോൾ കോപ്പർ പൈറൈറ്റ്സ് എന്ന് വെച്ചാൽ CuFeS2, അത് പഠിച്ചു തന്നെ വയ്ക്കുന്ന വേറെ വഴിയൊന്നുമില്ല. കോപ്പർ ഗ്ലാൻസ് എന്ന് വെച്ചാലോ Cu2S. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, കോപ്പർ എന്ന് പറയുന്ന മെറ്റൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് ഓറിൻ്റെ ഫോമിൽ കിട്ടും. ഏതൊക്കെയാണ് കോപ്പറിന് പ്രധാനപ്പെട്ട ഓറ്? CuFeS2. ഓക്കെ, ഇതിനെയാണ് നമ്മൾ കോപ്പർ പൈറൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അയൺ പൈറൈറ്റ്സിനെയും കോപ്പർ പൈറൈറ്റ്സിനെയും ഒക്കെ ചേർത്തിട്ട് നമ്മൾ ഫൂൾസ് ഗോൾഡ് എന്ന് പറയാറുണ്ട്. കാണാൻ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതൊരു സ്വർണ്ണത്തെ പോലെ തോന്നിക്കും. മെയിനായിട്ട് നമ്മൾ അയൺ പൈറൈറ്റ്സിനാണ് പറയുന്നത്, എങ്കിലും ഇതിനെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫൂൾസ് ഗോൾഡ് എന്ന് വിളിക്കും. അപ്പോൾ കോപ്പർ, അയണും സൾഫൈഡും. അടുത്ത് വരുന്നതാണ് എന്ത്? കോപ്പർ ഗ്ലാൻസ്. അതെന്താണ്? Cu2S ആണ്. അപ്പോൾ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2ഇടത്തും സൾഫൈഡ് ഉണ്ട്. അപ്പോൾ സൾഫൈഡ് ഉണ്ടെങ്കിൽ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേറെ മെത്തേഡുകളെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട. എന്താണത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ് അല്ലേ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വഴിയാണ് നമ്മൾ ഇവർ എന്ത് ചെയ്യുന്നത്? കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ കഴുകി മിനുക്കി സുന്ദരക്കുട്ടപ്പന്മാരാക്കി നമ്മൾ മാറ്റി. അടുത്ത ജോലി എന്താ? ഇവരെ എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഈ ഫോമിൽ നിന്ന് മാറ്റി നമുക്ക് കോപ്പർ പുറത്ത് കിട്ടണ്ടേ. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കടാ, ഈ CuFeS2 എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ Cu2S എന്ന് പറഞ്ഞാലും ഇതിനകത്ത് അയണിൻ്റെ ഓക്സൈഡുകൾ കാണും, പ്രധാനമായിട്ടും നമ്മുടെ കോപ്പർ പൈറൈറ്റ്സിനകത്ത്. ഈ അയൺ ഓക്സൈഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത്. അവനാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? മാറ്റാനുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇമ്പ്യൂരിറ്റി മാറ്റാൻ നമ്മൾ ഫ്ലക്സ് ആഡ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന അയൺ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ, അയൺ എന്ന് വെച്ചാൽ ഒരു മെറ്റൽ അല്ലേ. അപ്പോൾ മെറ്റലുകളുടെ ഓക്സൈഡുകളെല്ലാം തന്നെ എന്താണ്? ബേസിക് സ്വഭാവം കാണിക്കുന്ന ആൾക്കാരാണ്. അത് നമ്മൾ പഠിച്ചു വെച്ചുകൊള്ളണം. മെറ്റലുകളുടെ ഓക്സൈഡ് എപ്പോഴും ബേസിക് സ്വഭാവം, അതുപോലെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ മെറ്റലുകളുടെ ഓക്സൈഡ് കാണിക്കുന്നത് എന്താണ്? ആസിഡിക് സ്വഭാവമാണ്. ഇപ്പോഴത്തെ 8ാം ക്ലാസ്സുകാർക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതിനകത്തുണ്ട് ഈ ടോപ്പിക്ക് വരുന്നുണ്ട്. നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, എന്നാലും എനിക്കത്ര ഉറപ്പില്ല. അപ്പോൾ മനസ്സിലാക്കുക, അയൺ ഓക്സൈഡ് കാണും. അപ്പോൾ അയണിൻ്റെ ഓക്സൈഡ് ബേസിക് സ്വഭാവമാണ്. അപ്പോൾ അവരെ നമുക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അത് അസിഡിക് ആയിരിക്കണം. അപ്പോൾ അസിഡിക് ആയ ഫ്ലക്സ് ആരാ ഇവിടെ ഉപയോഗിക്കുന്നത്? സിലിക്കൺ ഡയോക്സൈഡ് ആണ്, അഥവാ സാൻഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം.
കോപ്പർ എന്ന് പറയുന്ന മെറ്റല്. കോപ്പറിന്റെ ഓറിന്റെ പേരെന്ത്? 2 കോപ്പർ ഓറുണ്ട്. കോപ്പർ പൈറേറ്റ്സും ഉണ്ട്, കോപ്പർ ഗ്ലാൻസും ഉണ്ട്. രണ്ടിനകത്തും സൾഫൈഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ രണ്ടിനെയും ഫ്രോത്ത് ഫ്ലോട്ടേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യും? കോൺസെൻട്രേറ്റ് ചെയ്തെടുത്ത ഈ പറയുന്ന വസ്തുവിലോട്ട് നോക്കിയപ്പോൾ കണ്ടത് ഇവിടെയെല്ലാം അയൺ ഓക്സൈഡ് എന്ന് പറയുന്ന ഇമ്പ്യൂരിറ്റി ഉണ്ട്. അയണിൻ്റെ ഓക്സൈഡ് എന്ന ഇമ്പ്യൂരിറ്റി ഉണ്ട്. അയൺ ഓക്സൈഡ് ബേസിക് ആയതുകൊണ്ട് നമുക്കതിനെ എന്ത് ചെയ്യണം? മാറ്റണം അല്ലേ? അപ്പോൾ മാറ്റാനായിട്ടുള്ള വഴി എന്താണ്? നമ്മൾ ഒരു അസിഡിക് ആയിട്ടുള്ള നമ്മൾ ഫ്ലക്സ് ആഡ് ചെയ്യും. അതിൻ്റെ പേരാണ് സിലിക്കൺ ഡയോക്സൈഡ്. അപ്പോൾ ഈ സിലിക്കൺ ഡയോക്സൈഡ് ഈ പറയുന്ന അയൺ ഓക്സൈഡും ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ റിയാക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അയൺ പോവും. പിന്നെ എന്തുണ്ട്? Cu2. ഇവിടെ അയൺ പോയാൽ CuS2 അല്ലേ ഉള്ളൂ. നോക്ക്, ഇവിടെ നമുക്ക് എടുക്കാം. ഇവിടെ അയൺ ഓക്സൈഡ് പോയി, പിന്നെ ആരാ ഉള്ളത്? കോപ്പറും സൾഫറും. അപ്പോൾ Cu2S മാത്രം എന്തുണ്ടാവും? ബാക്കി ഉണ്ടാവും അല്ലേ? ഇവിടെ എന്തുണ്ടാവും? Cu2S മാത്രം ബാക്കി ഉണ്ടാവും. ഈ Cu2Sനെ നമുക്ക് മാറ്റണം, സൾഫറിനെ മാറ്റണം അല്ലേ? അപ്പോൾ സൾഫറിനെ മാറ്റണമെങ്കിൽ നമുക്കുള്ള അടുത്ത വഴി എന്താണ്? ഓക്സിജൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യണം. പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പാർഷ്യലി ഇതിനെ എന്ത് ചെയ്യും? കോപ്പറസ് ഓക്സൈഡ് ആക്കി കൺവേർട്ട് ചെയ്യും. എങ്ങനെ? കൺട്രോൾഡ് ഫ്ലോ ഓഫ് എയറിൻ്റെ സപ്ലൈയിൽ നമ്മൾ ചൂടാക്കുമ്പോഴത്തേക്കും ഇതെന്തായിട്ട് മാറും? ഇത് Cu2O ആയിട്ട് മാറും. ഓക്കെ, എന്തായിട്ട് മാറും? Cu2O ആയിട്ട് മാറും. അടുത്ത് ഈ ഓക്സിജൻ റിമൂവ് ചെയ്യണം. ഓക്സിജൻ റിമൂവ് ചെയ്യാൻ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ഈ കാണുന്ന Cu2S ഇവൻ തന്നെ എന്ത് ചെയ്തോളും? ഇവൻ റെഡ്യൂസ് ചെയ്തോളും. അതായത് ഈ പറയുന്ന രണ്ടുപേരും കൂടെ കാണുമ്പോഴത്തേക്കും കോപ്പറിനെ വിട്ടിട്ട് ഓക്സിജൻ ആരുടെ കൂടെ പോകും? സൾഫറിൻ്റെ കൂടെ പോകും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Cu2Oയും Cu2S തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ഈ പറയുന്ന സൾഫർ ഓക്സിജൻ്റെ കൂടെ പോയിട്ട് സൾഫർ ഡയോക്സൈഡ് ആയിട്ട് പോകും. പിന്നെ ബാക്കി ആരാ ഉള്ളത്? രണ്ടിടത്തെയും കോപ്പർ. അപ്പോൾ 2 അല്ലേ? കോപ്പർ എല്ലാം കൂടി ചേർത്തിട്ട് എന്ത് പറ്റും? 4ഉം 2ഉം 6 കോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? മെറ്റൽ കോപ്പർ കിട്ടി. അങ്ങനെ നമ്മൾ മെറ്റൽ കോപ്പറിനെ എന്ത് ചെയ്തെടുത്തു? എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. ഒന്നുകൂടെ നോക്കാം. കോപ്പർ എന്ന് പറയുന്നത് പ്രകൃതിയിൽ കിട്ടുന്നത് കോപ്പർ പൈറേറ്റിൻ്റെയും കോപ്പർ ഗ്ലാൻസിൻ്റെയും രൂപത്തിലാണ്. കോപ്പർ പൈറേറ്റ്സ് CuFeS2, കോപ്പർ ഗ്ലാൻസ് ആണെങ്കിൽ Cu2S. ഇതിന് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. എങ്ങനെ? ഫ്രോത്ത് ഫ്ലോട്ടേഷനിലൂടെ ചെയ്യണം. കാരണം രണ്ടിടത്തും ആരുണ്ട്? സൾഫൈഡ് ഉണ്ട്. അങ്ങനെ കിട്ടിയ ആളിൽ നിന്ന് നമുക്ക് കോപ്പറിനെ എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസ് നമുക്ക് മാറ്റണം. അപ്പോൾ ഇവിടുത്തെ ഇമ്പ്യൂരിറ്റി ആരാണ്? അയൺ ഓക്സൈഡ് ആണ് ഇവിടെയുള്ള ഇമ്പ്യൂരിറ്റി. അയണിൻ്റെ ഓക്സൈഡ് ആണ് ഇമ്പ്യൂരിറ്റി. അപ്പോൾ ഈ അയൺ ഓക്സൈഡിനെ മാറ്റാനായിട്ട് നമ്മൾ അയൺ ഓക്സൈഡ് ബേസിക് ആണ്. അപ്പോൾ അസിഡിക് ആയിട്ടുള്ള സിലിക്ക കൊണ്ട് അല്ലെങ്കിൽ സാൻഡ് കൊണ്ട്, സിലിക്ക ഡയോക്സൈഡ് അല്ലെങ്കിൽ സാൻഡ് കൊണ്ട് നമ്മൾ റിയാക്ട് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? കുപ്രസ് സൾഫൈഡ് കിട്ടും. ഈ കുപ്രസ് സൾഫൈഡിൽ നിന്ന് നമുക്ക് എന്ത് മാറ്റണം? സൾഫറിനെ മാറ്റണം. അപ്പോൾ നമുക്ക് അതിന് ആദ്യം അല്ലേ ഓക്സിഡൈസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഓക്സിജനെ കടത്തി വിടുമ്പോഴത്തേക്കും അത് Cu2O ആയിട്ട് മാറും. പിന്നെ നമ്മൾ സാധാരണ ചെയ്യേണ്ടത് ഒരു റെഡ്യൂസിങ് ഏജൻറ്റിനെ ഉപയോഗിക്കുകയാണ്. ഇവിടെ നമുക്ക് റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ Cu2Sഉം Cu2Oയും നിൽക്കുമ്പോഴത്തേക്കും ഈ ഓക്സിജനെ ആര് കൊണ്ടുപോയിക്കോളും? സൾഫർ കൊണ്ടുപോയിട്ട് സൾഫർ ഡയോക്സൈഡ് ആയിട്ട് മാറിക്കോളും. സോ ബാക്കി വരുന്ന 2, 2, 4, 4, 2, 6 കോപ്പർ നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന കോപ്പർ ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉരുക്കി ചൂടാക്കിയിട്ട് ചെറിയ ചെറിയ പാത്രങ്ങളിലോട്ട് ഈ പറയുന്ന ആളെ ഒഴിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഈ SO2 ഉണ്ടല്ലോ, സൾഫർ ഡയോക്സൈഡ്, അതിങ്ങനെ നമ്മളെ പാലിലൊക്കെ പത വന്നിങ്ങനെ പൊങ്ങത്തില്ലേ? അല്ലെങ്കിൽ പത വന്ന് പൊങ്ങുന്ന, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് പറയാൻ പറ്റും? നിങ്ങൾ പായസം ഉണ്ടാക്കുന്നു വിചാരിക്കുക അല്ലെ? ഈ പായസം ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ പായസത്തിൽ ഇങ്ങനെ തിള വരും അല്ലേ? തിളയ്ക്കും. അപ്പോൾ തിളയ്ക്കുമ്പോൾ എന്താണ്? ഇങ്ങനെ ബബിൾസ് സർഫസ് വന്നിങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ എന്ത് പറ്റും? ബ്ലിസ്റ്റർ പോലൊരു ഭാഗം കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമുക്ക് ചൂടടിച്ച് പൊള്ളുന്ന പോലൊരു ഭാഗം കാണാൻ പറ്റും. അങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മളിതിനെ ബ്ലിസ്റ്റർ കോപ്പർ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ സർഫസിനകത്ത് ചെറിയ കുമിളകൾ വന്ന് പൊട്ടി പോകുന്നതുകൊണ്ട് നമ്മളതിനെ എന്ത് വിളിക്കും? ബ്ലിസ്റ്റർ കോപ്പർ എന്ന് വിളിക്കും. തീർന്നു. അപ്പോൾ എന്താ ബ്ലിസ്റ്റർ കോപ്പർ എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ്? സൾഫർ ഡയോക്സൈഡ് അല്ലേ എന്ത് ചെയ്യും? ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ ഓഫ് ദ കോപ്പർ ഈസ് റിലീസ്ഡ് വെൻ ദ മെറ്റൽ കണ്ടൻസസ്. ആസ് എ റിസൾട്ട് blisters are formed and they appear as such on the surface of the copper lumps. അതുകൊണ്ട് ഇവിടെ സർഫസിൽ ഇങ്ങനെ കുമിളകൾ പോലെ കാണും. അതുകൊണ്ട് നമ്മൾ അതിനെ ബ്ലിസ്റ്റർ കോപ്പർ എന്ന് വിളിക്കും. അപ്പോൾ ബ്ലിസ്റ്റർ കോപ്പർ കിട്ടി. പക്ഷേ നമുക്കിനി എന്ത് ചെയ്യണം? അതിനെ പ്യൂരിഫൈ ചെയ്യണം. അപ്പോൾ കോപ്പർ പോലെ ഒരു മെറ്റലിനെ പ്യൂരിഫൈ ചെയ്യാൻ എന്ത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഇലക്ട്രോളിസിസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോളിസിസിലോട്ട് പോകാമല്ലോ. നമ്മൾ ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പറിനെ എന്തായിട്ട് എടുക്കും? ആനോഡായിട്ട് എടുക്കും. ഒരു പ്യുവർ കോപ്പറിൻ്റെ ചെറിയ ഭാഗത്തിന് നമ്മൾ എന്തായിട്ട് എടുക്കും? കാഥോഡായിട്ട് എടുക്കും. എന്നിട്ട് ഇവിടെ പോസിറ്റീവ് ടെർമിനൽ കൊടുക്കും, ഇവിടെ നെഗറ്റീവ് ടെർമിനലും കൊടുക്കും. എന്ത് പറ്റും? ഈ പറയുന്ന കോപ്പറിൽ നിന്നും അല്ലെ, കോപ്പർ ഇവിടെ എന്ത് നടക്കും? ഈ പറയുന്ന കോപ്പർ Cu2+ +2 ഇലക്ട്രോൺസ് ആയിട്ട് മാറിയിട്ട് ഈ കോപ്പർ അല്ലെ, ഈ പറയുന്ന സോളിഡായ കോപ്പർ എന്തായിട്ട് മാറും? അക്വസ് കോപ്പർ Cu2+ അയോണുകളായിട്ട് മാറും. അടുത്ത് ഈ സൊല്യൂഷനിൽ കാണുന്ന Cu2+ അയോൺ, സൊല്യൂഷനിൽ കിടക്കുന്ന Cu2+ അയോൺ ആരുടെ എത്തും?
കാഥോഡിൻ്റെ അടുത്ത് എത്തും. എന്നിട്ട് എന്ത് പറ്റും? ഈ Cu2+ 2 ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് Cu ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഇമ്പ്യൂരിറ്റീസ് റിയാക്ട് ചെയ്യാതെ താഴെ വന്ന് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് സംഭവം. നമ്മളിവിടെ പഠിച്ചു. നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിങ്ങിലും ഒക്കെ പഠിച്ച സാധനം തന്നെയാണ്. അതുകൊണ്ട് അതിനകത്ത് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ബീക്കർ എടുക്കുന്നു. അതിൽ ഇംപ്യൂർ ആയിട്ടുള്ള ആളിനെ നമ്മൾ എടുക്കുന്നത് എന്തായിട്ടാണ്? ആനോഡായിട്ടാണ്. നമ്മൾ പ്യുവർ ആയിട്ടുള്ള ആളെടുക്കുന്നത് എന്തിലോട്ടാണ്? കാഥോഡായിട്ടാണ്. ഇവിടെ പോസിറ്റീവ് ടെർമിനൽ, ഇവിടെ നെഗറ്റീവ് ടെർമിനൽ. റിയാക്ഷൻ തുടങ്ങുമ്പോഴത്തേക്കും ഇവിടെയുള്ള കോപ്പർ, ഇവിടെയുള്ള സോളിഡ് ആയിട്ടുള്ള കോപ്പർ എന്ത് ചെയ്യും? സോളിഡ് ആയിട്ടുള്ള കോപ്പർ എന്തായിട്ട് മാറും? Cu2+ 2 ഇലക്ട്രോൺസുമായിട്ട് മാറിയിട്ട് അത് സൊല്യൂഷനിലെ Cu2+ ആയിട്ട് മാറും. ഇങ്ങനെ സൊല്യൂഷനിൽ കോപ്പർ സൾഫേറ്റ് ആണ് നമ്മൾ സൊല്യൂഷനായിട്ട് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് CuSO4 ആണ് കേട്ടോ. കോപ്പർ സൾഫേറ്റ് ആണ് ഉപയോഗിക്കുന്നത് എപ്പോഴും. നീല നിറം കണ്ടോ? നീല നിറം. ഓക്കെ. ഈ കോപ്പർ അയോൺസ് പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? ഈ പറയുന്ന കാഥോഡിലോട്ട് ചെന്നിട്ട് Cu2+ 2 ഇലക്ട്രോൺസിനെ വാങ്ങിച്ചിട്ട് Cu സോളിഡ് ആയിട്ട് മാറും. ഇവിടെ അക്വസ് ആണ്. ഓക്കെ. ഇതാണ് സംഭവം. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് കാഥോഡിൽ നിന്ന് പ്യുവർ കോപ്പർ കിട്ടും. 99.9% പ്യുവർ കോപ്പർ നമുക്ക് ആവശ്യമാണ് ഇലക്ട്രിക്കൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കിട്ടുന്ന എന്തിലൂടെയാണ്? ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്ങിലൂടെയാണ്. അവിടെ ആനോഡ് എന്ന് പറയുന്ന ആരാണ്? ആനോഡ് എന്ന് പറയുന്നത് ഇംപ്യുവർ ആയിട്ടുള്ള കോപ്പർ. ഓക്കെ. കാഥോഡ് എന്ന് പറയുന്ന ആരാണ്? അത് പ്യുവർ ആയിട്ടുള്ള കോപ്പർ. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ ആനോഡ് എന്താണ്? Cu സോളിഡ് എന്തായിട്ട് മാറും? Cu2+ 2 ഇലക്ട്രോൺ അക്വസ് ആയിട്ട് മാറും. കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് ദ കാഥോഡ് എന്തായിരിക്കും? Cu അക്വസ് എന്ന് പറയുന്ന അല്ലേ, അക്വസ് എന്ന് പറയുന്ന Cu2+ 2 ഇലക്ട്രോൺസിനെ വാങ്ങിച്ചിട്ട് Cu സോളിഡ് ആയിട്ട് മാറും. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കോപ്പറിൻ്റെ 2 കാര്യങ്ങളെന്ന് പറയാമല്ലോ. അടുത്ത് വരുന്ന ഇതാണ് എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയമാണ്. അപ്പോൾ അവിടെയും നമ്മൾ മാറ്റമൊന്നുമില്ല. ആദ്യം അലുമിനിയത്തിൻ്റെ ഓർ ഏതെന്ന് മനസ്സിലാക്കണം. അടുത്ത് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട മെത്തേഡ് ഏതാണെന്ന് ആലോചിക്കണം. അടുത്ത് എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നതെന്ന് ആലോചിക്കണം. അടുത്ത് എങ്ങനെയാണ് അതിനെ പ്യൂരിഫൈ ചെയ്യുന്നതെന്ന് ആലോചിക്കണം. ഈ 4 ചോദ്യത്തിന് ഉത്തരമാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നോക്കാം. കോപ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർ ഏതാണ്? അത് ബോക്സൈറ്റ് ആണെന്ന് നമുക്ക് വളരെ മുന്നേ തന്നെ അറിയാം അല്ലേ. അപ്പോൾ കോപ്പറിൻ്റെ ഓർ എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. അപ്പം ബോക്സൈറ്റിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? Al2O3 2H2O ആണ് നമ്മുടെ ബോക്സൈറ്റിൻ്റെ O അല്ലേ. എന്താണ് കെമിക്കൽ ഫോർമുല എന്ന് വെച്ചാൽ അലുമിനിയത്തിൻ്റെ ഓക്സൈഡാണ്. പിന്നെ 2 വാട്ടർ മോളിക്യൂളും കൂടെ അതിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഓർ കിട്ടി ബോക്സൈറ്റ്. അപ്പോൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം, എക്സ്ട്രാക്ട് ചെയ്യണം, പ്യൂരിഫൈ ചെയ്യണം. അപ്പോൾ നോക്കിയേ, പല മെത്തേഡിലൂടെ നമുക്കത് ചെയ്യാം. എങ്കിലും ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഹാൾ ഹെറോൾട്ട് പ്രോസസ്സാണ്. എന്താണ്? ഹാൾ ഹെറോൾട്ട് പ്രോസസ്സാണ്. ഈ കാണുന്ന ചാൾസ് മാർട്ടിൻ ഹാളും പോൾ ഹെറോൾട്ടും കൂടിയിട്ട് 1866 വികസിപ്പിച്ചെടുത്ത മെത്തേഡാണ്. കാരണം അതിനു മുന്നേ വരെ ഈ അലുമിനിയം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ചിലവേറിയ ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണ്. എന്നാൽ ഇവർ വളരെ സിമ്പിൾ മെത്തേഡിലൂടെ എന്ത് ചെയ്തു? ഇത് കണ്ടെത്താനായിട്ട് പഠിപ്പിച്ചു. ആ മെത്തേഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട പോയിന്റ് അലൂമിനിയം. അപ്പോൾ അലൂമിനിയം റിഫൈനിങ്ങും പ്രോസസ്സൊക്കെ അറിയാമല്ലോ. ഞാൻ ടേബിളിൽ പറഞ്ഞ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാക്ഷൻ ഓഫ് അലൂമിനിയം. അലൂമിനിയത്തിൻ്റെ ഓർ ആര്? ബോക്സൈറ്റ്. Al2O3 2H2O Al2O3 2H2O പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കതിനെ എന്ത് ചെയ്യണം? രണ്ടാമത്തെ മെത്തേഡ് കോൺസെൻട്രേഷൻ ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ബോക്സൈറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലീച്ചിങ്ങിലൂടെയാണെന്ന് നമ്മൾ മുന്നേ പഠിച്ചു. എന്ന് വെച്ചാൽ എന്താണ്? ഒരു സോൾവെൻറ്റിൽ ഇതിനെ ലയിപ്പിക്കും, ഇതിനെ അലിയിക്കും, എന്നിട്ടാണ് മാറ്റിയെടുക്കുന്നത്. ലീച്ചിങ് നമ്മൾ മുന്നേ പഠിച്ച കാര്യമാണ്. അപ്പോൾ ലീച്ചിങ്ങിലൂടെ നമ്മൾ ഈ പറയുന്ന അലുമിനിയത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് പ്യൂരിഫൈ ചെയ്യുന്ന മെത്തേഡ് മൊത്തത്തിൽ ഹാൾ ഹെറോൾട്ട് പ്രോസസ്സ് എന്നാണ് വിളിക്കുന്നത്. ഇതിന് 2 സ്റ്റേജസ് ആണ് ഉള്ളത്. ഒന്ന് ബോക്സൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, 2 അതിനെ ഇലക്ട്രോളിസിസിലൂടെ പ്യൂരിഫൈ ചെയ്യുക. അപ്പോൾ കോൺസെൻട്രേഷൻ എന്തോ ഇത്ര പ്രത്യേകത? കാരണം ഇവിടെ കുറച്ചധികം പ്രോസസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അലിയിക്കണം. നമ്മൾ ഇതുവരെ പറഞ്ഞതിനകത്തൊക്കെ എന്താണ് റിഡ്യൂസ് ചെയ്യുക അല്ല അങ്ങനത്തെ പരിപാടികളായിരുന്നു. പക്ഷേ ഇവിടെ കുറച്ചുകൂടെ ഉണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. ബോക്സൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? NaOH ട്രീറ്റ് ചെയ്യും. ബോക്സൈറ്റിനെ നമ്മൾ ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് NaOH ട്രീറ്റ് ചെയ്തിട്ട് സോഡിയം അലൂമിനേറ്റ് ഉണ്ടാക്കും. ഈ സോഡിയം അലൂമിനേറ്റിനോട്ട് നമ്മൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും. ഓക്കെ. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഡൈല്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? AlOH3 എന്ന് പറയുന്ന സാധനം പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിട്ടും. ഈ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിട്ടുന്ന ആൾ നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കുമാണ് നമുക്ക് അൺഹൈഡ്രസ് അലൂമിനിയം കിട്ടുന്നത്. ഈ അലൂമിനിയം നമ്മൾ വീണ്ടും ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അയ്യോ ഇത് ഒരുപാടുണ്ടല്ലോ എന്നൊക്കെ തോന്നും. അത്രയ്ക്കൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോ. ഫസ്റ്റ് പ്രോസസ്സ് Al2O3 2H2. അപ്പോൾ ഇതിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുക. മെറ്റലിൻ്റെ കണ്ടൻറ്റ് കൂട്ടുക എന്നുള്ളതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ലീച്ചിങ് മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലീച്ചിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് സൊല്യൂഷനാണ് ഉപയോഗിക്കുന്നത്?
സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ട്രീറ്റഡ് വിത്ത് ഹോട്ട് കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കടാ, Al2O3 2H2OA നമ്മൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്, NaOH എന്ത് ചെയ്യാണ്, റിയാക്ട് ചെയ്യിക്കുകയാണ്. അപ്പോൾ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. ഈ അലൂമിനിയത്തിൽ നിന്ന് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അലുമിനിയം കുറയും, എന്നിട്ട് അവിടെ ആര് വരും, സോഡിയം വരും. അപ്പോൾ NaAlO2 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ 2 ഇട്ട് കൊടുത്ത് ബാലൻസ് ചെയ്യുക. പിന്നെ എന്തുണ്ടാവും, 3H2O നമുക്കിവിടെ കിട്ടും. ഇവൻ്റെ പേരാണ് എന്ത്, സോഡിയം അലുമിനേറ്റ്, NaAlO2 സോഡിയം അലുമിനേറ്റ്. ഈ സോഡിയം അലുമിനേറ്റ് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും, AlOH3. അപ്പോൾ നമ്മൾ ആരെ ആഡ് ചെയ്യും, Al അലൂമിനിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ OH അല്ലേ, ട്രൈസ്. ഇവനെ നമ്മൾ സത്യത്തിൽ ഇതിനെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല, ഇതിനെ സീഡ് എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന NaAlO2 ഇവൻ അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ ഇവന് കുറച്ച് AlOH ട്വൈസും കിട്ടി. നമ്മളതിനെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ടും കൂടി ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു റിയാക്ഷൻ തുടങ്ങാൻ കാത്തിരിക്കും നമ്മൾ പറയത്തില്ല, തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പൊക്കോളും. പക്ഷെ തുടങ്ങി കൊടുക്കണം. ആ തുടക്കം ഇട്ട് കൊടുക്കാനാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്, അലുമിനിയം ഹൈഡ്രോക്സൈഡിനെ ആഡ് ചെയ്യുന്നു. ഒരു അല്പം അലുമിനിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ ഇട്ടിട്ട് നമ്മൾ ഈ പറയുന്ന NaAlO2 വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ വിഗറസായിട്ട് ഇങ്ങനെ ഇറക്കുന്ന സമയത്ത് എന്ത് പറ്റും, കൂടുതൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകും. അതായത് ഈ പറയുന്ന NaAlO2 വെള്ളവുമായിട്ട് ചേർന്നിട്ട് ഒരല്പം സീഡായിട്ട് ഇവനെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് പറ്റും, കൂടുതൽ AlOH ട്രൈസ് ഉണ്ടാവുകയും പ്ലസ് NaOH ആവുകയും ചെയ്യും. ഈ AlOH ട്രൈസ് ഇവനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഹീറ്റ് ചെയ്യും സ്ട്രോങ് ആയിട്ട്. അതായത് അതിനകത്തുള്ള വെള്ളം, ഈ പറയുന്ന AlOH ട്രൈസിൽ ഒരു വെള്ളം മാറി കിട്ടണം, OH മാറി കിട്ടണം. അപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇതിൽ OH പോയിട്ട് O മാത്രമാവും. അപ്പോൾ Al2O3 എന്ത് കിട്ടും, 3H2O കിട്ടും. എന്ത് കിട്ടും, Al2O3 3H2O കിട്ടും. ഇച്ചിരി പാടാണ്, 1-2 റിപ്പീറ്റ് ചെയ്ത് തരാം, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്ന ഇവനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അലുമിന എന്ന് വിളിക്കുന്നത്. അലുമിനിയം ആയിട്ടില്ല, അലുമിന ആയതേ ഉള്ളൂ. ഈ അലുമിനിയം അടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രോളിസിന് വിധേയമാക്കുമ്പോഴാണ് നമുക്ക് പ്യുവർ അലുമിനിയം കിട്ടുന്നത്. അപ്പോൾ ഒന്നുകൂടി കാര്യങ്ങൾ പറയുകയാണേ. അപ്പോൾ നമുക്ക് അലൂമിനിയം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് കിട്ടുന്നത്, ബോക്സൈറ്റിൽ നിന്നാണ് കിട്ടുന്നത്. അതിൻ്റെ പേരെന്താണ്, Al2O3 2H2O. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കതിനെ അല്ലേ അവൻ എങ്ങനെ മാറ്റണം, ഓക്സിജനുള്ള ആളായിട്ട് മാറ്റണം അല്ലേ. നമുക്കതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ലീച്ചിങ്. അപ്പോൾ ലീച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന Al2O3 2H2O ഞാൻ പലതവണ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയാണ്, നമ്മൾ കോൺസെൻട്രേറ്റഡ് NaOH റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന NaAl ചേർന്നിട്ട് 2NaAlO2 ആയിട്ട് മാറും. ആ 2 അവിടെ പറയുന്നെങ്കിൽ NaAlO2 ആയിട്ട് മാറും. ഓക്കെ, സോഡിയം അലുമിനേറ്റ് അല്ലേ, സോഡിയം അലുമിനേറ്റ് പ്ലസ് എന്താണ് 3H2O നമുക്ക് കിട്ടും. ഇവനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവനെ നമുക്ക് എന്ത് ചെയ്യണം, ഓക്സൈഡിലോട്ട് മാറ്റണം. സോ NaAlO2. ഈ NaAlO2 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും, നമ്മൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ ആഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഇത് ആഡ് ചെയ്തു എന്ന് പറയണ്ട, കാരണം എന്താ, ഒരു വളരെ ചെറിയ എമൗണ്ടിൽ നമ്മൾ കൊടുക്കുകയുള്ളൂ. അതായത് നമ്മൾ ഇതിലൊരു 1-2 ഡ്രോപ്പ് ഈ NaAlO2 ആഡ് ചെയ്ത് കൊടുക്കും സീഡായിട്ട്. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും, വെള്ളവുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ധാരാളം ഈ പറയുന്ന AlOH ട്രൈസ് കിട്ടും. ഓക്കെ, പ്ലസ് NaOH കിട്ടും. ഈ AlOH ട്രൈസ് ഉണ്ടല്ലോ, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്, ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഹീറ്റ് ആക്കുന്ന സമയത്ത് ഈ പറയുന്ന AlOH ട്രൈസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, വെള്ളം നഷ്ടപ്പെട്ടിട്ടുള്ള Al2O3 3H2O ആയിട്ട് മാറും. ഈ പറയുന്ന ആളുടെ പേരാണ് അലൂമിന. ഇവരെ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത് ഇലക്ട്രോളിസിസ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ഇലക്ട്രോളിസിസ് ചെയ്യുന്നത്, മെത്തേഡ്സ് അറിയാമല്ലോ. ഫസ്റ്റ് മെത്തേഡാണ് കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ്. എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യും, ആദ്യം നമ്മൾ അലൂമിനിയം അല്ലെങ്കിൽ ബോക്സൈറ്റിനെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സോഡിയം അലുമിനേറ്റ് കിട്ടും. ഓക്കെ, എന്ത് കിട്ടും, സോഡിയം അലുമിനേറ്റ് കിട്ടും. ഈ സോഡിയം അലുമിനേറ്റിലേക്ക് 1-2 തുള്ളി നമ്മൾ ഈ പറയുന്ന ഡൈല്യൂട്ടഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മളതിനെ വെള്ളവുമായിട്ട് ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, AlOH ട്രൈസ് കിട്ടും. അതിനെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും വെള്ളം നഷ്ടപ്പെട്ട് Al2O3 കിട്ടും. ഈ Al2O3 ആണ് നമ്മുടെ അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നത്, ഇലക്ട്രോളിറ്റിക് റിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ബീക്കറിലോട്ട് നോക്കാം. സോ നമുക്ക് സാധാരണഗതിയിൽ നമ്മളൊരു പാത്രം എടുക്കുന്നു, അതിലൊരു ആനോഡ് ഒരു കാഥോഡ് ഇട്ട് കൊടുക്കും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ഇവിടെ ഒരു കാർബൺ ലൈനിങ് കൊടുക്കാൻ പോവുകയാണ്. എന്ത് കൊടുക്കാൻ പോവുകയാണ്,
കാർബണിൻ്റെ ഒരു ലൈനിങ് കൊടുക്കാൻ പോവുകയാണ്. ഈ കാർബൺ ലൈനിങ് എന്ന് പറയുന്നതാണ് നമ്മളിവിടുത്തെ എന്തെന്ന് പറയുന്നത്, കാഥോഡ് എന്ന് പറയുന്നത്. അടുത്ത് അപ്പോൾ നെഗറ്റീവ് ടെർമിനലാണെന്ന് അറിയാമല്ലോ. ഇനി ഇവിടെ കാർബണിൻ്റെ തന്നെ നമ്മൾ എന്ത് ചെയ്തേക്കും, ഇങ്ങനെ സ്റ്റിക്കുകൾ വെച്ചേക്കും. ഇതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, ആനോഡ് എന്ന് പറയുന്നത്. രണ്ടും കാർബൺ തന്നെയാണ്. അപ്പോൾ കാർബൺ റോഡാണ് ആനോഡ്, കാർബൺ തന്നെയാണ് ഇവിടുത്തെ കാഥോഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇവിടെ നമ്മൾ പോസിറ്റീവ് ടെർമിനൽ കൊടുക്കും, ഇവിടെ നമ്മൾ നെഗറ്റീവ് ടെർമിനലും കൊടുക്കും. എന്നിട്ട് ഇവിടത്തേക്ക് നമ്മൾ ആരെയാണ്, നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അലുമിനിയം ഓക്സൈഡിന് ഡയറക്റ്റായിട്ട് ഇടത്തില്ല. അതിനോടൊപ്പം നമ്മൾ മറ്റൊരാളെയും കൂടി ആഡ് ചെയ്യും. അവൻ്റെ പേരാണ് ക്രയോലൈറ്റ്. ഓക്കെ, ടെട്രാ ഫ്ലൂറോ സോഡിയം അലുമിനേറ്റ് എന്ന് പറയുന്ന ക്രയോലൈറ്റ് Na3Al(F6) ടെട്ര അല്ലല്ലോ, ഹെക്സ മാറിപ്പോൾ. ഓക്കെ, അപ്പോൾ ഇല്ലാത്ത വലിയ ബുദ്ധിമുട്ടുള്ള പേരൊന്നും പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. എന്താണ്, ക്രയോലൈറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കും. ക്രയോലൈറ്റിനെ ആഡ് ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, ഈ അലൂമിനിയം എന്ന് പറയുന്നത് എന്താണ്, ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ അതിന് മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ക്രയോലൈറ്റിനെ ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച Al2O3 നമ്മൾ ക്രയോലൈറ്റ് ആഡ് ചെയ്തിട്ട് രണ്ടിനെയും കൂടി സൊല്യൂഷനിൽ ഇടും. കറണ്ട് കൊടുക്കും. എന്ത് പറ്റും, ഇലക്ട്രോളിസിസ് അല്ലേ, അപ്പോൾ എന്ത് പറ്റും, സ്പ്ലിറ്റിംഗ് നടക്കും. എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന Al2O3 ഉണ്ടല്ലോ, സ്പ്ലിറ്റായിട്ട് Al3+ പ്ലസ് എന്താണ് O2- മാറും. അപ്പോൾ Al എത്ര, 2O എത്ര, 3. അപ്പോൾ 2Al3+ 3O2 ആയിട്ട് മാറും. അടുത്ത് ഈ പറയുന്ന Al3+ എന്ത് ചെയ്യും, ഇത് കാഥോഡിലോട്ട് പോകും. പറയാലോ, കാഥോഡിൽ പോയിട്ട് എന്ത് പറ്റും, അലൂമിനിയം 3+ എന്ത് പറ്റും, 3 ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് അലൂമിനിയം മെറ്റലായിട്ട് മാറും. അടുത്ത് ആനോഡിൽ എന്ത് നടക്കും, ആനോഡിലാണെങ്കിൽ ഈ പറയുന്ന O2- പോകും. എന്നിട്ട് എന്ത് ചെയ്യും, 2 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തിട്ട് O2 ആയിട്ട് മാറും. പ്ലസ് 2 ഇലക്ട്രോൺസ്, ഇവിടെ 2 ഉള്ളത് കൊണ്ട് നമ്മളിവിടെ എത്രയാക്കും, 4 ഇലക്ട്രോൺ ആയിട്ട് മാറും. അങ്ങനെ 4 ഇലക്ട്രോൺസ് കിട്ടും. ഈ ഓക്സിജൻ ഗ്യാസ് ഇവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, കാഥോഡിൻ്റെ അവിടെ, ആനോഡിൻ്റെ അവിടെ നിന്നല്ല ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറയുന്ന ഓക്സിജൻ ഗ്യാസ് എന്ത് പറ്റും, ഈ കാർബണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ മോണോക്സൈഡും അത് കഴിഞ്ഞിട്ട് കാർബൺ ഡയോക്സൈഡ് ഗ്യാസും എന്ത് ചെയ്യും, ഫോം ചെയ്യിക്കും. ഈ പറയുന്ന കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് എന്ത് പറ്റും, ബബിൾ ചെയ്ത് പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആനോഡിൽ ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് ഏതെന്ന് ചോദിച്ചാൽ ഓക്സിജൻ ആദ്യം ഉണ്ടാകും, അത് കാർബണുമായിട്ട് റിയാക്ട് ചെയ്ത് CO2 ആയിട്ട് എന്ത് ചെയ്യും, ലിബറേറ്റ് ചെയ്ത് പോകും. അങ്ങനെ പോകുമ്പോൾ എന്ത് പറ്റും, കുറേ കാർബൺ എടുത്തുകൊണ്ടല്ലേ പോകുന്നത്. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബണെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ്, ഈ പറയുന്ന ഇവിടെ ഉണ്ടാകുന്ന ഓക്സിജൻ ഉണ്ടല്ലോ, ഈ ഓക്സിജൻ കാർബണുമായിട്ട് ചേർന്നിട്ടാണ് CO2 ആയിട്ട് മാറുന്നത്. അപ്പോൾ കാർബൺ നഷ്ടപ്പെടുകയല്ലേ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇവനെ റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത്രയുള്ള സംഭവം. നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഈ പറയുന്ന അലുമിനിയം കിട്ടും. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് തൊട്ട് മുന്നേ കോൺസെൻട്രേഷൻ മെത്തേഡ് വഴി നമുക്ക് എന്ത് കിട്ടി, Al2O3 കിട്ടി. ഈ Al2O3 പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഈ പറയുന്ന Na3Alf6 എന്ന ക്രയോലൈറ്റ് ആഡ് ചെയ്യും. ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത് അലുമിനിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് കുറയ്ക്കാനും അതുപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുമാണ്. അങ്ങനെ കിട്ടുന്ന സാധനത്തിൽ നമ്മൾ ബീക്കറിൽ എടുക്കും. എന്നിട്ട് നമുക്ക് കാർബൺ ഇവിടെ എടുത്തിട്ട് അതിനെ പോസിറ്റീവ് ആക്കും. അപ്പോൾ അതാണ് ആനോഡ്. കാർബൺ തന്നെ ഒരു ലൈനിങ് ആയിട്ട് കൊടുക്കും, അതാണ് നെഗറ്റീവ് ടെർമിനൽ കൊടുക്കുന്ന കാഥോഡ്. അപ്പോൾ എന്ത് പറ്റും, ഇവൻ റിയാക്ട് ചെയ്യും. ഇവൻ റിയാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറും, Al3+ അതുപോലെ എന്താണ് O2- മാറും. ഈ Al3+ എവിടോട്ട് പോകും, കാഥോഡിലോട്ട് പോയിട്ട് Al മെറ്റലായിട്ടും ഈ O2- ആനോഡിൽ പോയിട്ട് O2 ഗ്യാസ് ആയിട്ട് മാറും. ആ O2 ഗ്യാസ് ഇവിടെ നിന്ന് ബബിൾ ചെയ്ത് പോകുന്ന വഴിക്ക് ഇവിടെയുള്ള കാർബണയും കൂടി എടുത്തിട്ട് CO2 ആയിട്ടാണ് പുറത്തോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ കാർബണെ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, പ്യുവർ കാർബൺ കിട്ടും. അപ്പോൾ ആനോഡ് എന്ന് പറഞ്ഞാൽ കാർബൺ, കാഥോഡ് എന്ന് പറഞ്ഞാലും കാർബൺ. ആനോഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കാർബണിൻ്റെ സ്റ്റിക്ക്, കാഥോഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇവിടുത്തെ ലൈനിങ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. കണ്ടോ, കാർബൺ ലൈനിങ് ആണ് കാഥോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എടുത്ത സാധനം ഏതാണ്, നമ്മൾ ഈ പറയുന്ന Al2O3 അതുപോലെ തന്നെ നമ്മുടെ ക്രയോലൈറ്റുമാണ്. ആനോഡിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആനോഡിൽ ഉണ്ടാകുന്നത് CO2 എന്നോ ഓക്സിജൻ എന്നോ പറയാം. കാഥോഡിൽ ഉണ്ടാകുന്നതാണെങ്കിലോ അലൂമിനിയം മെറ്റലാണ്. റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്ന ഇലക്ട്രോൺസ് തന്നെയാണ്. നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇലക്ട്രോൺസ് ആണ് അടുത്ത റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. തീർന്നു. അപ്പോൾ മെറ്റൽസിൽ ഇനി പഠിക്കാനുള്ളത് വളരെ സിമ്പിളായൊരു ഭാഗമാണ്, അതാണ് കൊറോഷൻ ഓഫ് മെറ്റൽസ് അല്ലേ. ഈ കൊറോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, തുരുമ്പെടുക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുന്നത് അല്ലേ. തുരുമ്പ് അല്ലെങ്കിൽ ക്ലാവ് പിടിക്കുക, ഇതെല്ലാം കൊറോഷൻ്റെ വരുന്നതാണ്.
എന്താണ് കൊറോഷൻ എന്നൊക്കെ ഉള്ളത് ചെറിയ ക്ലാസ്സുകളിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അല്ലെ, ഒരു മെറ്റൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ അറ്റ്മോസ്ഫിയറുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സിജനുമായിട്ടോ അവിടെയുള്ള വാട്ടർ കണ്ടന്റുമായിട്ടോ ഒക്കെ റിയാക്ട് ചെയ്ത് സ്വയം നശിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൊറോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൊറോഷൻ നമുക്കറിയാം പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് പറയാൻ പറ്റും എന്താണ്, നമ്മുടെ ഈ പറയുന്ന മെറ്റലിൻ്റെ ഒരു സ്വഭാവം ഡിപ്പെൻഡ് ചെയ്യും. കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമുക്ക് ഇരുമ്പ് ഒരു മെറ്റൽ, അലൂമിനിയം ഒരു മെറ്റൽ. ഇരുമ്പ് പെട്ടെന്ന് പുറത്ത് കിടന്നാൽ തുരുമിച്ചു പോകും, പക്ഷേ അലൂമിനിയം ഒന്നും അത്ര ചെയ്യാറില്ല. അപ്പോൾ ഈ മെറ്റലുകളുടെ നേച്ചറിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. മറ്റൊന്ന് ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു കണ്ടീഷനാണ്. അറ്റ്മോസ്ഫിയറിൻ്റെ കണ്ടീഷൻ, അതായത് ഈർപ്പവും അല്ലെങ്കിൽ ഉപ്പും ഒക്കെ കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ അവിടെ കൊറോഷൻ കൂടുതലായിരിക്കും. ഉദാഹരണം പറയട്ടെ, കടൽ തീരത്തിനടുത്ത് താമസിക്കുന്ന വീടുകളുടെയൊക്കെ ജനൽ കമ്പികളൊക്കെ പെട്ടെന്ന് തുരുമിച്ചു പോകും. അതുപോലെ തന്നെ അതിൻ്റെ ഈ പറയുന്ന നമുക്കറിയാമല്ലോ, ഈ GI പൈപ്പുകളൊക്കെ നമ്മൾ വീടിൻ്റെ കൺസ്ട്രക്ഷൻ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുമല്ലോ, അതൊക്കെ നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം കടൽ വെള്ളത്തിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ തീരത്ത് വീശുന്ന കാറ്റിലും ഉപ്പിൻ്റെ അംശം വരുന്നതും ഈ പറഞ്ഞ കൊറോഷൻ പ്രോസസ്സിനെ കൂട്ടും. പിന്നെ വരുന്നത് മറ്റ് മെറ്റലുകളുടെ പ്രസൻസാണ്. അനദർ മെറ്റലിൻ്റെ പ്രസൻസും കൊറോഷനെ സ്വാധീനിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം, തീർന്നു. സത്യമായ ചാപ്റ്ററിൽ മെയിൻ ടോപ്പിക് ഇതാ. ഇപ്പം എന്താണ് കൊറോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ടോപ്പിക് അല്ല, ലാസ്റ്റ് ടോപ്പിക്ക് ഇത്രയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. കൊറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മെറ്റല് ഈ പറയുന്ന എന്താണ് കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നു എന്തുമായിട്ട്, സറൗണ്ടിങ്ങുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. അത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മെറ്റീരിയലിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസിൻ്റെയും സോൾട്ടിൻ്റെയും അളവിനെ ഡിപ്പെൻഡ് ചെയ്യും, മറ്റൊന്ന് കോൺടാക്ട് ഓഫ് അതർ മെറ്റൽസിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ പഠിച്ചു വയ്ക്കണം ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് കൊറോഷൻ. ഇനി നമുക്കിത് ഓരോന്നും പഠിക്കണം. നേച്ചർ ഓഫ് മെറ്റൽ. അപ്പോൾ മെറ്റലിൻ്റെ നേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറഞ്ഞേ പറ്റുള്ളൂ, നമ്മുടെ റിയാക്ടിവിറ്റി സീരീസിനെ പറ്റി പറഞ്ഞുകൊണ്ടേ പറ്റുള്ളൂ. പഠിപ്പിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു, റിയാക്ടിവിറ്റി സീരീസ് പഠിച്ചു വെച്ചോ, കാണാതെ പഠിച്ചു വെച്ചോ വേണം. അതായത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുകൾ പൊതുവെ പെട്ടെന്ന് തന്നെ അറ്റ്മോസ്ഫിയറിലുള്ള മറ്റ് ഗ്യാസസുമായിട്ടോ വാട്ടറുമായിട്ടോ റിയാക്ട് ചെയ്ത് കൊറോഡ് സംഭവിക്കാൻ അല്ലെങ്കിൽ കൊറോഷൻ സംഭവിക്കാനുള്ള റേറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. മെറ്റൽ ഓക്കുപ്പൈങ് ഹയർ പൊസിഷൻ ഇൻ ദ റിയാക്ടിവിറ്റി സീരീസ് റെഡിലി എന്താണ് കൊറോഡ്, താഴോട്ട് വരും തോറും കൊറോഷൻ അളവ് കൂടും. അപ്പോൾ ഇരുമ്പെന്ന് പറയുന്നത് നല്ല രീതിയിൽ കൊറോഡ് ചെയ്യുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇവിടെ എക്സെപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന കൊറോഷൻ എങ്ങനെയാണ്, അതായത് ഇരുമ്പ് ഇവിടെ ഇരിക്കുകയാണ്, ഞാൻ മറ്റൊരു ഉദാഹരണമായിട്ട് അലൂമിനിയവും പറയുകയാണ്. എക്സെപ്ഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. രണ്ടുപേരും അത്യാവശ്യം റിയാക്റ്റീവ് ആണ്. അപ്പോൾ രണ്ടുപേരും അറ്റ്മോസ്ഫിയറായിട്ട് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്തിട്ട് ഇരുമ്പിൻ്റെ മുകളിൽ ഉണ്ടാകുന്നതാണ് തുരുമ്പ്, ഒരു ചെറിയ ലെയർ ഓഫ് തുരുമ്പുണ്ടാകും. അതുപോലെ അലൂമിനിയത്തിൻ്റെ മുകളിൽ എന്ത് പറ്റും, ഒരു ഓക്സൈഡ് ലെയർ ഫോം ചെയ്യും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് രണ്ടുപേരുടെ ഈ ലെയറിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇരുമ്പിലുണ്ടാകുന്ന ലെയർ എന്ന് പറയുന്നത് പോറസ് ആണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ ഇനിയും ഗ്യാസസിനകത്തോട്ട് കയറാൻ പറ്റും. എന്നാൽ അലൂമിനിയത്തിലും ടിന്നിലും ഒക്കെ ഉണ്ടാകുന്ന ഈ പറഞ്ഞ ലെയർ ഉണ്ടല്ലോ, ഇതെന്താണ്, ഇത് നോൺ പോറസ് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ എന്തുണ്ടാവില്ല, ഇവിടെ തരി ഒന്നും ഉണ്ടാവും. നമ്മൾ പെയിന്റ് അടിക്കുമ്പോൾ എന്താ പറ്റുന്ന, ഒരു ഫുൾ കോട്ടിങ് ഉണ്ടാവും അല്ലേ. അതുപോലെ ഈ അലൂമിനിയത്തിനെ പോലെയുള്ളവർ, സിങ്കിനെ പോലെയുള്ളവർ, ടിന്നിനെ പോലെയുള്ളവർ ഓക്സിഡൈസ് ആകും. പക്ഷെ ഓക്സിഡൈസ് ആയിട്ട് അവിടെ ഫോം ചെയ്യുന്ന ലെയർ എന്ന് പറയുന്നത് ഒരു നോൺ പോറസ് ലെയർ ആണ്. അതുകൊണ്ട് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇവർ റിയാക്റ്റീവ് ആണെങ്കിൽ പോലും ഇവരുടെ റിയാക്ഷൻ കാരണം ഈ മെറ്റൽ ഫുള്ളായിട്ട് നശിച്ചു പോകത്തില്ല. ഈ പറയുന്ന ആദ്യത്തെ ഭാഗം മാത്രം റിയാക്ട് ചെയ്ത് അവരൊരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആയിട്ട് മാറും. ഫർദർ അകത്തോട്ട് എന്ത് ചെയ്യത്തില്ല, റിയാക്ട് ചെയ്യത്തില്ല. പക്ഷേ ഇരുമ്പിലൊക്കെ ഉണ്ടാകുന്ന ഈ പറയുന്ന ലെയർ എന്ന് പറയുന്ന പോറസ് ആയതുകൊണ്ട് ഇത് വീണ്ടും റിയാക്ട് ചെയ്ത് ഈ മെറ്റലും പൂർണ്ണമായി നശിക്കുന്നത് വരെ ഇതെന്ത് ചെയ്യും, കൊറോഡ് ചെയ്യും. അതാണ് ഇരുമ്പൊക്കെ പുറത്ത് കിടന്നാൽ അത് തുരുമ്പെടുത്ത് ചെത്ത് പൊട്ടി പൊളിഞ്ഞു പോകും. പക്ഷേ അലുമിനിയം ഒന്നും അങ്ങനെ പോകത്തില്ല. അപ്പോൾ ഒന്നാമത്തെ കൊറോഷൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ നേച്ചർ ഓഫ് ദ മെറ്റീരിയലാണ്. അവിടെ നമ്മൾ പഠിക്കേണ്ടത് ഹൈലി റിയാക്റ്റീവായ ആൾക്കാർ കൂടുതൽ റിയാക്ട് ചെയ്യുമെന്നാണ്. പക്ഷേ അവിടുത്തെ എക്സെപ്ഷൻ പഠിച്ചു വയ്ക്കണം. അലൂമിനിയം, സിങ്ക്, ടൈറ്റിൻ പോലെയുള്ള റിയാക്റ്റീവ് ആണെങ്കിലും പക്ഷേ ഇവരിൽ ഉണ്ടാകുന്ന ലെയർ നോൺ പോറസ് ആയതുകൊണ്ട് റിയാക്ട് ചെയ്തവർ പൂർണ്ണമായി നശിച്ചു പോകത്തില്ല. പക്ഷേ ഇരുമ്പാണെങ്കിൽ എന്തായിരിക്കും, ഇരുമ്പെന്ന് പറയുന്ന പോറസ് ആയതുകൊണ്ട് അതെന്ത് പറ്റും, കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ വരെ പ്രവർത്തിക്കും. ഒന്നാമത്തെ പോയിന്റ് കിട്ടിയില്ലേ? അപ്പോൾ നോട്ട് നോക്കിയാലോ. അപ്പോൾ കൊറോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ സ്ലോ ഡാമേജ് ഓഫ് ദ മെറ്റൽ വെൻ ദേ കെമിക്കലി റിയാക്ട് വിത്ത് എയർ, വാട്ടർ ഓർ അതർ സബ്സ്റ്റൻസ്. അപ്പോൾ എന്താണ്, എയറുമായിട്ടോ വാട്ടറുമായിട്ടോ മറ്റ് കെമിക്കലുമായിട്ടോ എന്താണ് കോൺടാക്റ്റ് വരുന്ന സമയത്ത് മെറ്റൽ എന്ത് ചെയ്യുന്നു, കെമിക്കൽ റിയാക്ഷൻ നടത്തി അത് സ്വയം നശിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കൊറോഷൻ എന്ന് പറയുന്നത്. കൊറോഷൻ 3 കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന് നേച്ചർ അല്ലെങ്കിൽ റിയാക്ടിവിറ്റി ഓഫ് ദ മെറ്റൽ. മോർ റിയാക്റ്റീവ് ആണെങ്കിൽ ഫാസ്റ്റർ കൊറോഷൻ.
അടുത്ത പ്രസൻസ് ഓഫ് മോയ്സ്ചർ, അതായത് സോൾട്ടോ മറ്റ് സാധനങ്ങളോ ഉണ്ടെങ്കിൽ കൊറോഷൻ കൂടുതലായിരിക്കും. മൂന്നാമത്തേത് കോൺടാക്ട് വിത്ത് അതർ മെറ്റൽസ്, അങ്ങനെ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് ഫോം ചെയ്യും. അത് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നേച്ചറാണ് അല്ലേ. അപ്പോൾ മെറ്റൽ വിത്ത് ഹൈ റിയാക്ടിവിറ്റി, ഹൈ ഇൻ ദ റിയാക്ടിവിറ്റി സീരീസ് കൊറോഡ് ഈസിലി ബിക്കോസ് ദേ ലൂസ് ഇലക്ട്രോൺ റെഡി അല്ലെ. അവർക്ക് ഓക്സിഡേഷൻ ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഓക്സിഡേഷൻ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി അവർ പെട്ടെന്ന് എന്ത് പറ്റും, കൊറോഡ് ചെയ്ത് നശിച്ചു പോകും. പക്ഷേ ലെസ് റിയാക്റ്റീവ് ആണെങ്കിൽ കൊറോഷൻ കുറവായിരിക്കും. അവിടെയാണ് എക്സെപ്ഷൻ. അലൂമിനിയം, സിങ്ക്, ടിന്ന് പോലെയുള്ളവർ നോൺ പോറസ് ഓക്സൈഡ് ലെയറുകൾ ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ആൻഡ് ദാറ്റ് സ്റ്റിക്ക് ടു ദ സർഫസ്, അതായത് നോൺ പോറസ് ലെയർ ഉണ്ടായി അത് സർഫസിൽ തന്നെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഫർദർ അറ്റാക്കിനെ സ്റ്റോപ്പ് ചെയ്യാനും അങ്ങനെ മെറ്റലിനെ പാർഷ്യലി പ്രൊട്ടക്ട് ചെയ്യാനും സാധിക്കും. എന്നാൽ ഇരുമ്പിലുണ്ടാകുന്ന ലെയർ എന്ന് പറയുന്നത് പോറസും ഫ്ലാക്കിയാണ്, അതായത് പൊടി പോലത്തെ ലെയറാണ്. അപ്പോൾ എന്ത് പറ്റും, ഈ പറയുന്നത് സ്റ്റിക്ക് ചെയ്തിരിക്കാത്തത് കൊണ്ട് തന്നെ വെള്ളത്തിനും എയറിനും വീണ്ടും അകത്തേക്ക് എത്താനും മെറ്റലിനെ ഫുള്ള് നശിപ്പിക്കുന്നത് ഇരിക്കാനും പറ്റും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ ഞാൻ എന്താണ് പറഞ്ഞത്, നേച്ചർ ഓഫ് ദ ഗ്യാസ് ഡിസോൾവ് ആണ്. അത് നമുക്കിവിടെ പ്രത്യേകിച്ച് പഠിക്കേണ്ടത്, നിങ്ങൾക്കറിയാം തീരങ്ങളിലൊക്കെ ഈ പറയുന്ന പെട്ടെന്ന് മെറ്റൽ സ്ട്രക്ചേഴ്സ് ഒക്കെ തുരുമ്പിക്കുന്നത് സോൾട്ട് കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ്, സോൾട്ട് പ്രവർത്തിക്കുന്നതാണ് കാരണം. ഇനി മൂന്നാമത്തെ കോൺടാക്ട് വിത്ത് അതർ മെറ്റൽസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അത് എക്സ്പെരിമെൻറ്റിലൂടെയാണ് പഠിക്കാനുള്ളത്. അതായത് ഒരു മെറ്റൽ എത്രത്തോളം കൊറോഡ് ചെയ്യും എന്ന് പറയുന്നത് അവൻ ആരുടെ കൂടെ ഇരിക്കുന്നു എന്നതിന് ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഇപ്പോൾ നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ കൂട്ടുകാരനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പോലെ എന്ന് പറയാൻ പറ്റത്തില്ല, പറ്റുമല്ലേ. നല്ലവനാണെങ്കിൽ നിങ്ങൾ നല്ലതാക്കും, മോശക്കാരനാണെങ്കിൽ നിങ്ങൾ മോശക്കാരനാക്കും. അതുപോലെ ഒരു മെറ്റൽ മറ്റൊരു മെറ്റലുമായി ചേർന്നിരിക്കുമ്പോൾ അവരെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും. എന്താണെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ സോൾട്ട് വാട്ടർ എടുത്തു, ഡൈല്യൂട്ടഡ് സോഡിയം ക്ലോറൈഡ്. ഇപ്പോൾ തന്നെ പിടികിട്ടിക്കാണ് രണ്ടാമത്തെ പോയിന്റ്. ഉപ്പുണ്ടെങ്കിൽ ഇരുമ്പ് നന്നായിട്ട് തുരുമ്പിക്കേണ്ടതാണ്. അപ്പോൾ ആ ഇരുമ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കോപ്പർ വയറിൽ ഇരുമ്പിനെ ചുറ്റുന്നു, ഇരുമ്പാണിയെ ചുറ്റുന്നു, മെഗ്നീഷ്യത്തിൻ്റെ വയറിലും ഇരുമ്പാണിയെ ചുറ്റുന്നു. എന്നിട്ട് രണ്ടിനെയും നമ്മൾ വെള്ളത്തിലിട്ട് കുറച്ച് ദിവസത്തേക്ക് എന്ത് ചെയ്യുന്നു, തുരുമ്പിക്കാൻ വേണ്ടി വയ്ക്കുന്നു. നമ്മളെടുത്ത് നോക്കുമ്പോൾ കണ്ടൊരു കാര്യം, ഈ പറയുന്ന കോപ്പറിൽ ചുറ്റിവെച്ച ഇരുമ്പിൻ്റെ ആണി നല്ല രീതിയിൽ തുരുമ്പിച്ചിട്ടുണ്ട്. എന്നാൽ മെഗ്നീഷ്യത്തിൽ ചുറ്റിവെച്ച ഇരുമ്പിൻ്റെ ആണി അത്രത്തോളം എന്ത് ചെയ്തില്ല, തുരുമ്പിച്ചില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? കാരണം ഇത്രയേ ഉള്ളൂ, ഇതൊരു സോൾട്ട് സൊല്യൂഷനാണ്. അതായത് ഇതെന്താണ്, ഇതൊരു ഇലക്ട്രോലൈറ്റ് ആണല്ലോ. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ഉണ്ട്, ഇവിടെ രണ്ട് മെറ്റലുണ്ട്. അയ്യോ, നമ്മളിത് എവിടെ പഠിച്ചല്ലോ, എവിടെ പഠിച്ചു? ഇലക്ട്രോപ്ലേറ്റിംഗ് തൊട്ട് പഠിക്കുന്നതാണ് അല്ലേ. ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്, അത് രണ്ട് മെറ്റലുണ്ട്. അപ്പോൾ എന്ത് പറ്റും, ഇവരൊരു സെല്ലായിട്ട് റിയാക്ട് ചെയ്യും. ഇവർ എന്തായിട്ട് ആക്ട് ചെയ്യും, സെല്ലായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ ഒരു വശത്തുള്ളവരെ നമുക്ക് ആനോഡ് എന്ന് വിളിക്കാം, ഇവിടെ ഉള്ളവർ നമുക്ക് എന്ത് വിളിക്കാം, കാഥോഡ് എന്ന് വിളിക്കാം. ആനോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെടും, കാഥോഡിന് ഇലക്ട്രോൺ കിട്ടും. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലേ. ആനോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെടും, കാഥോഡിന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഇത് തന്നെയാണ് പറ്റുന്നത്. രണ്ട് മെറ്റലുകൾ ഒരു സൊല്യൂഷനിൽ കിടക്കുന്ന സമയത്ത് അതിൽ ഹൈലി റിയാക്റ്റീവായ ആൾ എപ്പോഴും എന്തായിട്ടാണ് മാറുന്നത്, ആനോഡായിട്ടായിരിക്കും. ലെസ് റിയാക്റ്റീവായ ആളായിരിക്കും കാഥോഡായിട്ട് മാറുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ മുന്നത്തെ ഭാഗങ്ങൾ നേരെ പഠിച്ചില്ലെന്നാണ് എൻ്റെ അർത്ഥം. മുമ്പേ പഠിപ്പിച്ച കാര്യമാണ്. ഇപ്പോൾ ക്രിസ്മസ് അവധിയൊക്കെ ആയതുകൊണ്ടൊന്നും മറന്നു പോയതായിരിക്കും. ഒന്നും മറിച്ച് നോക്കിക്കോ, നമുക്ക് എന്തായാലും മാർച്ചിൽ ഇപ്പോൾ വേണമല്ലോ. അപ്പോൾ നോക്കി വയ്ക്കാം. അപ്പോൾ ഹൈലി റിയാക്റ്റീവായ ആൾ ആനോഡാവും, ലെസ് റിയാക്റ്റീവായ ആൾ കാഥോഡാവും. ഇനി ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ, ഇരുമ്പും കോപ്പറും എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇരുമ്പും കോപ്പറും എടുക്കുമ്പോൾ ഇവിടെ ഇരുമ്പാണ് എന്തെന്ന് പറയുന്നത്, ഹൈലി റിയാക്റ്റീവ്. അപ്പോൾ ഇരുമ്പാണ് ഇവിടുത്തെ എന്തായിട്ട് മാറുന്നത്, ആനോഡായിട്ട് മാറുന്നത്. കോപ്പറാണ് ഇവിടുത്തെ എന്തായിട്ട് മാറുന്നത്, കാഥോഡായിട്ട് മാറും. നിങ്ങൾക്കറിയാം, ആനോഡിനാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്. സോ ആ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആനോഡ് ഇവിടെ എന്ത് പറ്റും, തുരുമ്പായിട്ട് മാറും, നശിച്ചു പോകും. ഇനി മെഗ്നീഷ്യം ഇരുമ്പ് വരുമ്പോൾ നിങ്ങൾക്കറിയാം, മെഗ്നീഷ്യമാണ് ഹൈലി റിയാക്റ്റീവ്. അപ്പോൾ മെഗ്നീഷ്യമാണ് ഇവിടെ എന്തായിട്ട് മാറുന്നത്, ആനോഡായിട്ട് മാറുന്നത്. ഇരുമ്പ് ഇവിടെ എന്തായിട്ട് മാറും, കാഥോഡായിട്ട് മാറും. അപ്പോൾ ഇരുമ്പിന് പകരം ഇവിടെ മെഗ്നീഷ്യം എന്ത് പറ്റും, ഇലക്ട്രോണുകളെ കൊടുക്കും. അങ്ങനെ മെഗ്നീഷ്യം നശിച്ച് ഇരുമ്പിനെ എന്ത് ചെയ്യും, പ്രൊട്ടക്ട് ചെയ്യും. മെഗ്നീഷ്യം നശിച്ച് ഇരുമ്പിനെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ ഒരുത്തൻ സാക്രിഫൈസ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ഇതിനെ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് നമ്മൾ പറയും. ഐഡിയ കിട്ടി. ഇനി ടെക്സ്റ്റ് ബുക്കിലോട്ട് വരാം. പ്രിപ്പയർ വെരി ലിറ്റിൽ ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ 2 ടെസ്റ്റ് ട്യൂബ്. Place iron nails, one slightly wrapped with copper wire and other with magnesium wire. Observe the test tube for 5 to 6 days. എന്ത് കാണും? In which test tube did the iron nails undergo rusting? എവിടെയായിരിക്കും? കോപ്പർ മുക്കിയ ടെസ്റ്റ് ട്യൂബിലായിരിക്കും, അല്ലെങ്കിൽ കോപ്പർ ചുറ്റിയ ടെസ്റ്റ് ട്യൂബിലായിരിക്കും നടന്നത്. It is found that iron nail in contact with the copper corrode easily, while that in contact with the magnesium is protected. Why? എന്തുകൊണ്ടാണ്? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം അല്ലേ. മെറ്റല് മറ്റൊരു മെറ്റലുമായിട്ട് ഇലക്ട്രോലൈറ്റുമായി ചേർന്നിരിക്കുമ്പോൾ അത് എന്തായിട്ട് മാറും, ഒരു വോൾട്ടൈക് സെല്ലായിട്ട് മാറും. അതൊരു സെല്ലായിട്ട് മാറും.
അപ്പോൾ സെല്ലായിട്ട് മാറിക്കഴിയുമ്പോൾ നമുക്കറിയാം ആനോഡും ഉണ്ട് കാഥോഡും ഉണ്ട്. ആനോഡ് ഓക്സിഡേഷൻ, കാഥോഡ് റിഡക്ഷൻ. സോ അയൺ നെയിൽ നോക്കി, ഫസ്റ്റ് നോക്കി, വെൻ അയൺ കംസ് വിത്ത് കോപ്പറുമായിട്ട് ചേരുമ്പോൾ എന്ത് പറ്റും? അയണിനാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്. കാരണം അവരാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? ആനോഡ് അല്ലേ? ദ റേറ്റ് ഓഫ് കൊറോഷൻ ഓഫ് അയൺ ഇൻക്രീസസ്, ഹെൻസ് ദ അയൺ ആക്ട് ദ ആനോഡ് ആൻഡ് കോപ്പർ as the cathode. അപ്പോൾ വൈ അയൺ ഈസ് പ്രൊട്ടക്റ്റഡ് വെൻ ദ കോൺടാക്ട് വിത്ത് മെഗ്നീഷ്യം ആയിട്ട് അവയെ പ്രൊട്ടക്ട് ചെയ്ത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ പിടിയിട്ട് കാണും. ഇവിടെ സെല്ല് ഫോം ചെയ്യുമ്പോൾ മെഗ്നീഷ്യം ആനോഡായിട്ട് ആക്ട് ചെയ്യും, അയൺ എന്തായിട്ട് ആക്ട് ചെയ്യും? കാഥോഡായിട്ട് ആക്ട് ചെയ്യും. സോ ഏത് മെറ്റൽ ആയിരിക്കും കൊറോഡ് ചെയ്യുന്നത്? സോ വിച്ച് മെറ്റൽ വിൽ കൊറോഡ് വെൻ ടു മെറ്റൽസ് ആർ ഇൻ കോൺടാക്ട് ഇൻ ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ എയർ? മോർ റിയാക്റ്റീവ് ആയ മെറ്റൽ ആയിരിക്കും കൊറോഡ് ചെയ്യുന്നത്, ലെസ് റിയാക്റ്റീവ് ആയ ആൾ ആവത്തില്ല. സോ നമുക്ക് പറയാൻ പറ്റും മെറ്റൽ ആക്ടിങ് as the anode is destroyed and the cathode is protected. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? കാഥോഡിക് പ്രൊട്ടക്ഷൻ മെത്തേഡ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്തായാലും സംഭവം കൊറോഷൻ നടക്കും. പക്ഷെ നമുക്കറിയാം പലപ്പോഴും നമുക്ക് ഈ പറയുന്ന മെറ്റലായിട്ടുള്ള സർഫസിലുള്ള മെറ്റലായിട്ടുള്ള സാധനങ്ങൾ അറ്റ്മോസ്ഫിയറുമായിട്ട് കോൺടാക്ട് ചെയ്തിരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മറ്റൊരു വ്യക്തിയെ ഇതുപോലെ കാഥോഡായിട്ട് കൊണ്ടുവന്ന് വയ്ക്കും. അങ്ങനെ വയ്ക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ചോദ്യം നോക്കിയേ, വൈ ഈസ് നോട്ട് അഡ്വൈസബിൾ ടു ജോയിൻ അലൂമിനിയം വയർ ആൻഡ് കോപ്പർ വയർ ആൻഡ് ടു ജോയിൻ അയൺ മെറ്റീരിയൽ വൈ ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ടു ജോയിൻ അലൂമിനിയം വയർ വിത്ത് കോപ്പർ വയർ? അലൂമിനിയം വയറും കോപ്പർ വയറും നമ്മൾ ഒരുമിച്ച് ചേർക്കാൻ പാടില്ല. കാരണം എന്താണ്? അലൂമിനിയം നഷ്ടപ്പെട്ടു പോകും. അവിടെ ഒരു ഗാൽവാനിക്സ്, അതായത് കൊറോഷൻ്റെ തോത് അവിടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ടു ജോയിൻ അയൺ വിത്ത് കോപ്പർ, അല്ല അയണും കോപ്പറും പൈപ്പുകൾ ഒരിക്കലും നമ്മൾ കൂട്ടിച്ചേർക്കാൻ പാടില്ല. കാരണം എന്ത് പറ്റും? ഈ കോപ്പറും അയണും കൂടി പ്രസൻസ് ഓഫ് എയറിൽ എന്ത് പറ്റും? അയൺ ആനോഡായിട്ടും കോപ്പർ കാഥോഡായിട്ടും മാറും. അപ്പോൾ നോർമലി കൊറോഡ് ചെയ്യേണ്ടതിനേക്കാളും കൂടുതലായിട്ട് ഇവിടെ എന്ത് ചെയ്യും? കൊറോഷൻ നടക്കും. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ. വൈ സിങ്ക് ഓർ മെഗ്നീഷ്യം ബ്ലോക്സ് ഓൾവേസ് അറ്റാച്ച്ഡ് ടു സീ ബ്രിഡ്ജസ് ആൻഡ് ഷിപ്പ് ഹൾസ്? കണ്ടോ, നമ്മൾ കടൽ പാലങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന സിങ്ക് അല്ലെങ്കിൽ മെഗ്നീഷ്യത്തിൻ്റെ ബ്ലോക്കുകൾ നമ്മളവിടെ കണക്ട് ചെയ്ത് വെക്കാറുണ്ട്. എന്തിനാണ്? സിങ്കും മെഗ്നീഷ്യവും മോർ റിയാക്റ്റീവ് ആയതുകൊണ്ട് അവർ പെട്ടെന്ന് പറയും. ഇപ്പം നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മളൊരു വലിയ ബ്രിഡ്ജ് ഉണ്ടാക്കുക. ഈ ബ്രിഡ്ജ് മൊത്തം ഇരുമ്പാണ്. അപ്പോൾ കടൽ വെള്ളം തട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ എവിടെ വേണമെങ്കിലും കൊറോഡ് ചെയ്യാൻ. അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണോ? ഒരിക്കലുമല്ല. പകരം നമ്മളിവിടെ എന്ത് ചെയ്യുകയാണ്? പകരം നമ്മൾ ഇവിടെ ഈ പറയുന്ന സിങ്കിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ ഒരു 5-6 ബ്ലോക്ക് അവിടെ ഇവിടെയൊക്കെ കെട്ടിത്തൂക്കിയിട്ടാൽ നമുക്കറിയാം ഇവർ രണ്ടുപേരും കൂടെ സെല്ല് ഫോം ചെയ്യുന്ന കാരണം ആദ്യം ഉറപ്പായിട്ട് ഇവന്മാർ റിയാക്ട് ചെയ്ത് നശിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവന്മാരെ അങ്ങ് റീപ്ലേസ് എടുത്താൽ പോരെ, പാലത്തിൻ്റെ സേഫ്റ്റിക്ക് ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. കാരണം പാലം സിങ്ക് മെഗ്നീഷ്യം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതാണ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിനെ കാഥോഡിക് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്നും പറയും. കാര്യത്തിലോട്ടൊന്നുകൂടി വരാമല്ലോ, നോക്കിക്കോ. വെൻ ടു ഡിഫറൻറ്റ് മെറ്റൽസ് ടച്ച് ഇൻ ദ പ്രസൻസ് ഓഫ് എ മോയ്സ്ചർ ഇലക്ട്രോലൈറ്റ്, രണ്ട് മെറ്റലുകൾ ഒരു ഈർപ്പമുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസിൽ വരുമ്പോഴത്തേക്കും അവരെന്ത് ഫോം ചെയ്യും? ഒരു സിമ്പിൾ സെല്ല് രൂപീകരിക്കും. അവിടെ മോർ റിയാക്റ്റീവായ ആൾ ആനോഡായിട്ട് മാറുകയും ലെസ് റിയാക്റ്റീവായ ആൾ കാഥോഡായിട്ട് മാറുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ആനോഡായ ആൾക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കൊറോഡ് ചെയ്ത് പോവുകയും കാഥോഡായ ആൾ പ്രൊട്ടക്റ്റ് ആവുകയും ചെയ്യുന്നു. ഓക്കെ, നമ്മൾ നടത്തിയ സോൾട്ട് സൊല്യൂഷൻ എക്സ്പെരിമെൻറ്റിലും അതാണ് സംഭവിച്ചത്. ഇരുമ്പ് കോപ്പറുമായിട്ട് വെച്ചപ്പോൾ ഇരുമ്പ് പെട്ടെന്ന് ഒരുമിച്ചു. കാരണം ഇരുമ്പ് ആനോഡായി, കോപ്പർ കാഥോഡായി. ഇരുമ്പിനെ മെഗ്നീഷ്യവുമായി വെച്ചപ്പോൾ മെഗ്നീഷ്യം ആനോഡായി, ഇരുമ്പ് കാഥോഡായി. അപ്പോൾ അങ്ങനെ നമുക്ക് മെറ്റൽ അല്ലെങ്കിൽ മെറ്റൽസുകളുടെ ജനറൽ റൂളായിട്ട് നമുക്ക് പറയാൻ പറ്റും, രണ്ട് മെറ്റലുകൾ മോയ്സ്ചർ കോൺടാക്റ്റ് വരുമ്പോഴത്തേക്കും മോർ റിയാക്റ്റീവായ ആൾ കൊറോഡ് ചെയ്യും, ലെസ് റിയാക്റ്റീവായ ആൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. ഈ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കാഥോഡിക് പ്രൊട്ടക്ഷൻ ചെയ്യുന്നത്. ചില സ്ട്രക്ചേഴ്സിനെയൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ കൂടെ സിങ്കിനെയോ മെഗ്നീഷ്യത്തിനെയോ കൂട്ടി വയ്ക്കും. അപ്പോൾ എന്ത് പറ്റും? ആദ്യം ഈ സിങ്കും മെഗ്നീഷ്യവും കൊറോഡ് ചെയ്ത് നശിക്കും. അപ്പോൾ നമുക്ക് അവരെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രക്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മളതിനെ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്നും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരിക്കലും ഇരുമ്പിനെയും കോപ്പറിനെയും പൈപ്പുകളെ ജോയിൻ ചെയ്യരുതെന്ന് പറയുന്നത്. കാരണം ഇരുമ്പും കോപ്പർ പൈപ്പും ജോയിൻ ചെയ്താൽ ഇരുമ്പും സ്വന്തമായിട്ട് തുരുമ്പിക്കും, കോപ്പറും സ്വന്തമായിട്ട് തുരുമ്പിക്കും. പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിരിക്കുമ്പോൾ ഈർപ്പം വന്നു കഴിഞ്ഞാൽ ഇരുമ്പ് പെട്ടെന്ന് തുരുമ്പിച്ച് നശിച്ച് പോകുന്നു. ഓക്കെ, ഷിപ്പിൻ്റെ ഹൾ അല്ലെങ്കിൽ സീ ബ്രിഡ്ജുകൾ, ഇതൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളെ ഇവിടെ നിന്ന്. ഷിപ്പിൻ്റെ ഹൾ എന്ന് വെച്ചാൽ കപ്പലിൻ്റെ ആ ഒരു ഭാഗം, അല്ലെങ്കിൽ സീ ബ്രിഡ്ജസിൽ നമ്മൾ സിങ്കിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയോ ബ്ലോക്കുകൾ ഫിക്സ് ചെയ്യാറുണ്ട്. അതും എന്തിനാണ്? ഈ പറയുന്ന സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ ആണ്. കാരണം ഇവിടെ സിങ്ക് മെഗ്നീഷ്യം ആനോഡായിട്ട് ആക്ട് ചെയ്തോളും, അവർ ഈ സീൽ സ്ട്രക്ചറിനെ എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്തോളും. ഇതാണ് സംഭവം. അപ്പോൾ ഇത്രയും പറയുമ്പോഴത്തേക്കും നമ്മുടെ മെറ്റൽ ചാപ്റ്റർ എന്ത് ചെയ്തു? തീർന്നു.